Welcome to KAS Economics Hub, deciphering economics for competitive exams. അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. The first we are going to discuss is public finance and fiscal policy. The concept of public finance and fiscal policy. So നിങ്ങൾ വാർത്തകൾ കേൾക്കുന്ന ടേംസ് ആണ് ഈ പറഞ്ഞ പബ്ലിക് ഫിനാൻസ്, പൊതുധനകാര്യം എന്ന് പൊതുവെ പറയാം. സോ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് represents the financial activities or finance activities of government ആണ്. സോ സർക്കാരിന്റെ ധനകാര്യ പ്രവർത്തനങ്ങൾ അതാണെന്ത് ഈ പറഞ്ഞ പബ്ലിക് ഫിനാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ സർക്കാരിന്റെ മേജർ ഫിനാൻസ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നു, ഗവൺമെന്റ് വിപണിയിൽ നിന്ന് കടം എടുക്കുന്നു, ഗവൺമെന്റ് പൈസ ചെലവാക്കുന്നു. സോ പബ്ലിക് ഫിനാൻസ് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് പബ്ലിക് റവന്യൂ, അതായത് സർക്കാർ റവന്യൂ മൊബിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, സർക്കാർ വിപണിയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണെന്ത് പബ്ലിക് റവന്യൂ വരുന്നത്. ദെൻ ദർ ഈസ് പബ്ലിക് ബോറോയിങ് ഓർ പബ്ലിക് ഡെറ്റ്, സർക്കാരിന്റെ പൊതുകടം അല്ലെങ്കിൽ സർക്കാരിന്റെ കടമെടുപ്പ്, അതാണ് പബ്ലിക് ഡെറ്റ് അല്ലെങ്കിൽ പബ്ലിക് ബോറോയിങ് വരുന്നത്. ദെൻ ദർ ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ? സർക്കാരിന്റെ ചെലവുകൾ. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എക്കണോമിയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. അതുപോലെ ഈ ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ഈസ് പെർഫോമിങ് ഡിഫറെന്റ് വെൽഫെയർ മെഷേഴ്സ്, ഡെവലപ്മെന്റ് മെഷേഴ്സ് ഇൻ ദ എക്കണോമി. ആൻഡ് പലപ്പോഴും സർക്കാരിന്റെ നികുതിയും അതുപോലെ സർക്കാരിന്റെ ചെലവും തമ്മിൽ ഒരു അന്തരം വരും, ഒരു ഡിഫറൻസ് ഒരു ഡിസ്പാരിറ്റി വരും. ആൻഡ് ഈ അന്തരം നികത്താനായിട്ട്, ആ ഒരു വ്യത്യാസം നികത്താനായിട്ട് സർക്കാർ വിപണിയിൽ നിന്ന് കടമെടുക്കാൻ നിർബന്ധിതരാകും. ആൻഡ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഡിഫറെന്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് എക്കണോമിയിൽ നിന്ന് കടം എടുക്കും. ആൻഡ് ഈ പറഞ്ഞ പബ്ലിക് റവന്യൂ മൊബിലൈസേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, ഈ പറഞ്ഞ എൻറ്റയർ ആക്ടിവിറ്റിയും നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ലെവൽസ് ഓഫ് ഗവൺമെന്റും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ പഞ്ചായത്ത് ബോഡി ആയാലും. സോ ദീസ് പബ്ലിക് ഫിനാൻസ് ഈസ് റിലേറ്റഡ് ടു ഓൾ ദ ടയേഴ്സ് ഓഫ് ഗവൺമെന്റ് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് പബ്ലിക് റവന്യൂ ആണ്. സോ പബ്ലിക് റവന്യൂവില് രണ്ട് ഭാഗം വരുന്നുണ്ട്. ടാക്സും വരുന്നുണ്ട്, നോൺ ടാക്സും വരുന്നുണ്ട്. നികുതി വരുമാനമുണ്ട്, അതുപോലെ നികുതിതര വരുമാനമുണ്ട്. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ വി ഹാവ് എ നമ്പർ ഓഫ് പഞ്ചായത്ത് സെക്രട്ടറീസ് ഉണ്ട്. ആൻഡ് വെൻ വി ആർ ഡിസ്കസിങ് സം പോർഷൻസ്, എനിക്ക് നിങ്ങളുടെ ആവശ്യം വരും. യു ഹാവ് ടു സപ്പോർട്ട് മീ. ഓക്കെ, നമ്മുടെ ടാക്സ് കുറച്ച് വരുമ്പം നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിശ്വസിക്കുകയാണ്. അല്ലേ? ഉണ്ടാകത്തില്ലേ കൂടെ? തമാശ പറഞ്ഞല്ല, തിരിച്ചത് പറഞ്ഞതാണ്. സംശയങ്ങളൊക്കെ വരും, അപ്പൊ ഞാൻ വിളിച്ചു ചോദിക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാനൊരു പോയിന്റ് പറയുമ്പോൾ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. കാരണം സിൻസ് യു ആർ മോർ ഫീൽഡ് എക്സ്പീരിയൻസ്, അതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിൽ ബി ഡിസ്കസിങ് ദ ടാക്സ് വിച്ച് ഇസ് അണ്ടർ പബ്ലിക് റവന്യൂ. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് ഫിസിക്കൽ പോളിസി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ധനനയങ്ങൾ. സോ നമ്മുടെ എക്കണോമി പറയുമ്പോൾ രണ്ട് തരം പോളിസി പറയാറുണ്ട്. ഒന്ന് ഫിസിക്കൽ പോളിസി, മറ്റൊന്ന് മോണിറ്ററി പോളിസി. ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ എന്താ? ഇന്ന് ഇൻട്രോ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. ദോസ് പോളിസി മെഷേഴ്സ് വിച്ച് ഈസ് അനൗൺസ്ഡ് ബൈ ഗവൺമെന്റ് ആണ്. സോ കേന്ദ്ര ധനമന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ, അതാണെന്ത് ഫിസിക്കൽ പോളിസിയിൽ ഉൾപ്പെടുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ എന്താ? മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ
സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ ഓർ പണനയം എന്ന് പറയും. സോ റിസർവ് ബാങ്കിന് എന്ത് പറയും? കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ചെയ്യുന്നതെന്ന് പറയും ധനകാര്യ നയം എന്ന് നമ്മൾ പറയുന്നതാണ്. സോ ഫിസ്ക്കൽ പോളിസി ഡീൽസ് വിത്ത് ദ റവന്യൂ എക്സ്പെൻസ് ഓഫ് ദ ഗവൺമെന്റ്. സർക്കാരിന്റെ റവന്യൂവിനെ പറ്റിയും സർക്കാരിന്റെ എക്സ്പെൻസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു നയമാണ് ഫിസ്ക്കൽ പോളിസി. സോ നമ്മൾ കാണുന്ന ടാക്സ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസിയുടെ ഒരു എക്സാമ്പിൾ ആണെന്ത്? ഈ പറഞ്ഞ ടാക്സ്. അതുപോലെ ഈ ടാക്സ് കൺസെപ്റ്റ് ദിസ് എ ന്യൂ കൺസെപ്റ്റ്, അല്ലെങ്കിൽ നികുതി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതൊരു പുതിയ കൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ് നികുതി? വാട്ട് ഈസ് ടാക്സ് അക്കോർഡിംഗ് ടു യു? നികുതി പറഞ്ഞാൽ എന്താണ്? ഇതിന് എക്സാമ്പിൾ പറയാം. സപ്പോസ് ഐ എം ഗോയിങ് ടു എ ഷോപ്പ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കടയിലേക്ക് പോവാണ്. ആൻഡ് ഐ ആം പർച്ചേസിങ് പാർലേജി ബിസ്ക്കറ്റ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു പാർലേജി ബിസ്ക്കറ്റ് വാങ്ങാൻ പോവാ. ആൻഡ് ഞാൻ ഈ പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അതിന് റിവേഴ്സ് സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ ഐ ക്യാൻ സി MRP ₹20. എന്ത് കാണുകയാണ് ഞാൻ? MRP 20 കണ്ടു. സോ ഞാൻ കടക്കാരോട് ചോദിച്ചു എത്രയാണ് ടാക്സ്, എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചു. കടക്കാരൻ പറഞ്ഞു അതിന്റെ റിവേഴ്സ് സൈഡിൽ പൈസയുണ്ട്, യു ഹാവ് ടു പേ ദാറ്റ് പ്രൈസ്. സോ ഞാൻ കാണുകയാണ് MRP ₹20. എന്താ MRP എന്ന് പറഞ്ഞാൽ? മാക്സിമം റീറ്റെയിൽ പ്രൈസ്, പരമാവധി വിൽപ്പന വിലയാണ്. അതായത് ഈ ബിസ്ക്കറ്റ് പരമാവധി 20 രൂപയ്ക്കായിരിക്കണം വിൽക്കേണ്ടത്. അത് കുറച്ച് വിൽക്കാം, അത് കുറച്ച് എത്രയാണ് വിൽക്കാം, പക്ഷെ പരമാവധി എത്ര ആയിരിക്കണം? 20 രൂപയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ. സോ ഹി ക്യാൻ ഗീവ് ഡിസ്കൗണ്ട്. നമ്മുടെ കടക്കാരൻ എന്ത് ചെയ്യാം? കടക്കാരൻ ഡിസ്കൗണ്ട് കൊടുക്കാം. സപ്പോസ് 10 രൂപയ്ക്ക് വിൽക്കാം 20 രൂപയുടെ ബിസ്ക്കറ്റ്. പക്ഷെ ഈ പറഞ്ഞ മാക്സിമം എത്ര ആയിരിക്കണം? 20 രൂപയ്ക്കാണ്. സോ ഞാൻ 20 രൂപ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു 20 രൂപ എടുത്ത് കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് കാര്യം കാണുന്നത്, ഓൺ ദ ബോട്ടം സൈഡ് ഈ MRPയുടെ തൊട്ട് താഴെയായിട്ട് ഒരു കാര്യം എഴുന്നേക്കുകയാണ്, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. സോ എന്താ കാണുന്നത്? ഞാൻ when I am purchasing the biscuit, when I am making the payment, below the MRP, I am seeing a statement, inclusive of all taxes. ഓർത്ത് നോക്കൂ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല? I never demanded taxes. ഞാൻ എന്താ പോയി ചോദിച്ചത്? ചേട്ടാ ഒരു ബിസ്ക്കറ്റ് തരൂ, അത് മാത്രം ചോദിച്ചത്. പക്ഷെ അതിന് മേലെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. വിത്തൗട്ട് ഡിമാൻഡിങ്, വിത്തൗട്ട് ആസ്കിങ്, when I am making the payment, I was forced to pay the tax which is included in the biscuit. ഒട്ടും ഹാപ്പി ആയില്ല. കാരണം എന്താ? ഞാൻ ചോദിക്കാണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരുന്നു? ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. വിത്തൗട്ട് ആസ്കിങ് ഓർ വിത്തൗട്ട് ഡിമാൻഡിങ്, I was forced to pay taxes. ഇപ്പൊ ഞാൻ പറയാണ്, കടക്കാരനോട് പറയാണ്, ചേട്ടാ ഞാൻ ടാക്സ് ചോദിച്ചില്ലല്ലോ, ഞാൻ ബിസ്ക്കറ്റിലേ ചോദിച്ചുള്ളൂ, എന്തിനാ ഞാൻ പൈസ തരുന്നേ? അപ്പൊ കടക്കാരൻ എന്ത് പറയായിരിക്കും? വേണമെങ്കിൽ വെച്ചിട്ട് പോകാന്ന് പറയും. സോ ഇഫ് ഐ വാണ്ട് ദ ബിസ്ക്കറ്റ്, ഐ ഹാവ് ടു പേ ദ എൻറ്റയർ പ്രൈസ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരികയാണ്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഈ പാക്കറ്റ് പൊട്ടിച്ച് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഐ ഗോട്ട് എ മെയിൽ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വരുന്നു. ആൻഡ് ആ മെയിൽ പറഞ്ഞ എങ്ങനെയാണ്, യു ഹാവ് ഏൺഡ് സോ ആൻഡ് സോ ഇൻകം. കഴിഞ്ഞ വർഷം നിങ്ങൾ ഇത്രമാത്രം ഇൻകം ഏൺ ചെയ്തു. ആൻഡ് യു ആർ സപ്പോസ് ടു പേ സോ ആൻഡ് സോ ടാക്സ്. സോ നിങ്ങൾ കഴിഞ്ഞ വർഷം ഇത്ര ലക്ഷം രൂപ ഇൻകം ഏൺ ചെയ്തു. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്ര എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്യണം. ഒന്ന് നോക്കണേ, ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ചോദിക്കാണ്ട് ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഞാൻ കഷ്ടപ്പെട്ട് ഇൻകം ഏൺ ചെയ്തു. ഞാൻ ചുമ്മാ കിട്ടിയതല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത ഇൻകമാണ്. ആ ഇൻകത്തിന് മേലെ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് പറയാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കണമെന്ന്. സോ whenever I am earning income, whenever I am purchasing a commodity, I was forced to pay tax. And ഈ ടാക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും, പണ്ടുണ്ടായിരുന്ന പരസ്യമുണ്ട്,
ഹച്ചിന്റെ ഒരു പരസ്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വോഡാഫോണിന്റെ ഒരു പരസ്യം, ഒരു പഗ് ഡോഗ് അറിയത്തില്ലേ, പഗ് പഗ് പട്ടി അറിയത്തില്ലേ. സോ അതിന് പരസ്യം ഉണ്ടായിരുന്നല്ലോ, വേർ എവർ യു ഗോ ദ നെറ്റ്വർക്ക് ഫോളോസ്. അല്ലെങ്കിൽ നമ്മുടെ ഗാഥാജമി പറയുന്ന പോലെ എന്താ, വേർ എവർ യു ഗോ ഐ ആം ദെയർ എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ ഹച്ച് ഡോഗ് നമ്മൾ ഇൻകം ഏൺ ചെയ്തു, നമ്മൾ കമ്മ്യൂണിറ്റി പർച്ചേസ് ചെയ്തു. അപ്പോഴെല്ലാം എന്താണ്, അപ്പോഴെല്ലാം ഐ വാസ് സപ്പോസ് ടു പേ ടാക്സ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ടാക്സ് എന്ത് ചെയ്യുകയാണ്, എന്നെ ഫോളോ ചെയ്യുന്ന പോലെയാണ്. ആൻഡ് ഈ ടാക്സ് എങ്ങോട്ടാ പോന്നെ, ഞാൻ കൊടുക്കുന്ന ഈ ടാക്സ് എങ്ങോട്ടായി പോന്നെ? കടക്കാന് കിട്ടുവാണോ, അതോ കച്ചവടക്കാരന് കിട്ടുമോ, അതോ നിർമ്മാതാവിന് കിട്ടുമോ? വേർ ഡസ് ദിസ് ടാക്സ് ആക്ച്വലി ഗോ? ഈ ടാക്സ് ആക്ച്വലി പോകുന്നത് എങ്ങോട്ടാണ്? ടു ദ ഗവൺമെന്റ്. സർക്കാരിലേക്കാണ് ഇത് ഈ ടാക്സ് പോകുന്നത്. ഞാൻ സാധനം വാങ്ങുമ്പോഴും ഞാൻ ഇൻകം ഏൺ ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു, ടാക്സ് കൊടുക്കുന്നു. ഈ ടാക്സ് എല്ലാം ഇറ്റ് വിൽ ഗെറ്റ് അക്യുമുലേറ്റഡ്, ഇറ്റ് വിൽ ഗെറ്റ്, ഇറ്റ് ഈസ് ഫില്ലിംഗ് ദ ട്രഷറി. നമ്മൾ പറയുന്ന സർക്കാരിന്റെ ഖജനാവ് നിറക്കിയാണെന്ത്, ഈ പറഞ്ഞ ടാക്സ് ചെയ്യുന്നത്. ആൻഡ് ഈ ടാക്സ് ആണ് ഗവൺമെന്റ് വെൽഫെയറിന് വേണ്ടിയും ഡെവലപ്മെന്റിന് വേണ്ടിയും മറ്റ് പല ആക്ടിവിറ്റിക്കും ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റ്, ടാക്സ് എന്ന ഈ കൺസെപ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് എ മോഡേൺ കൺസെപ്റ്റ്. പുതുതായിട്ട് അല്ലെങ്കിൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു കൺസെപ്റ്റ് അല്ല ഈ ടാക്സ്. പണ്ട് മുതൽ, ഇഫ് യു ആർ സീയിങ് ഇൻ ദ ബുക്ക് റിട്ടൺ ബൈ കൗട്ടില്യ, നമ്മുടെ ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്ര, നമ്മുടെ കോഴ്സ് അല്ല, ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്ര എന്ന ബുക്കിനകത്ത് there is a mentioning of tax collection. അവിടെ പറയുന്നുണ്ട് ഓരോ തരത്തിലെ ആളുകളും എന്തുമാത്രം എമൗണ്ട് കളക്ട് ചെയ്യണം, എന്തുമാത്രം ടാക്സ് പേ ചെയ്യണം എന്ന് കൃത്യമായ പ്രതിപാദനം അതിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനുസ്മൃതി, മനു എഴുതിയ മനുസ്മൃതിക്കകത്തും യു ക്യാൻ സി there is a mentioning about tax component. അതുപോലെ കാളിദാസൻ എഴുതിയ രഘുവംശ നോവലിനകത്ത് രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇൻ ദ നോവൽ റിട്ടൺ ബൈ കാളിദാസ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, എങ്ങനെയാണോ സൂര്യൻ നീരാവി എടുത്ത് മഴയായി 10 മടങ്ങായി നൽകുന്നത്, അതുപോലെ രാജാവ് എന്ത് ചെയ്യുന്നു, പ്രജകളുടെ കയ്യിൽ നിന്ന് നികുതി കളക്ട് ചെയ്ത് അവർക്ക് വേണ്ട നന്മ ചെയ്യുന്നു. സോ സൂര്യൻ എന്ത് ചെയ്യുന്നു, നീരാവി എടുത്ത് മഴ നൽകുന്നില്ലേ, അതുപോലെ രാജാവ് എന്ത് ചെയ്യും, ആളുകളുടെ നിന്ന് ഈ പറഞ്ഞ നികുതി അല്ലെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് കളക്ട് ചെയ്യുന്നു, അതിനുശേഷം അവർക്ക് വേണ്ടിയുള്ള വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ടാക്സിനെ പറ്റി സുന്ദരമായി എഴുതിയേക്കുകയാണ്. സോ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ടാക്സ് എന്ന കൺസെപ്റ്റ് പ്രാചീന കാലം മുതൽ ഏഷ്യൻ നിലനിൽപ്പുണ്ട്. സോ അന്ധകാലത്ത് വേറെ പേരൊക്കെയാണ്. സോ ബലി എന്നൊക്കെയാണെന്ന് പറയുന്നത്, ബലി എന്നൊക്കെ പറഞ്ഞ ടേം കാണാം. ഇഫ് യു ആർ സ്റ്റഡിങ് ഏഷ്യൻ ഹിസ്റ്ററി, ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, ദർസ് എ ടേം കോൾഡ് ബലി. ബലി എന്ന് വെച്ചാൽ മറ്റേ ബലിയല്ല, ബലി കൊടുക്കുക അതല്ല, രാജാവിന് കാഴ്ച സമർപ്പിക്കുക എന്ന് പറയുന്നതല്ലേ, കാഴ്ച സമർപ്പിക്കുക എന്നൊക്കെ പറയുന്ന ടേം ഉണ്ടായിരുന്നു. സോ ബലി, സോ ഇൻ ദിസ് ബലി ദീസ് ആർ സം ഓഫറിങ്സ് which is given to the government, which is given to the king. And you can see ഈ പറഞ്ഞ നികുതി എന്ന കൺസെപ്റ്റ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു, അത് അന്ന് മുതലേ ഫോളോ ചെയ്യുന്നതാണ്. അതാണ് എന്ത്, സർക്കാരുകളുടെ എല്ലാം ഖജന നിറയ്ക്കുകയും സർക്കാരിനെ ആളുകളെ സേവിക്കാനായിട്ട് തയ്യാറാക്കുകയും, സർക്കാരല്ല അന്ധകാലത്ത് സർക്കാരല്ല രാജാക്കന്മാരെ സേവിക്കാനായിട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ ടാക്സ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, if you want to define tax, you can see tax can be defined as an involuntary payment. So tax എന്താണ്, ഒരു ഇൻവോളണ്ടറി പേയ്മെന്റ് ആണ്. സോ ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ എന്താ, there are two types of actions. നമ്മുടെ ശരീരത്ത് 2 തരം ആക്ഷൻ ഉണ്ട്, വോളണ്ടറി ആക്ഷൻ ഉണ്ട്, ഇൻവോളണ്ടറി ആക്ഷൻ ഉണ്ട്. എന്താ വോളണ്ടറി ആക്ഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം എന്റെ സ്വമനസ്സോടുകൂടി എന്റെ ചിന്തിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതാണ് എന്ത്, വോളണ്ടറി ആക്ഷൻ. പറയാറുണ്ടല്ലോ വോളണ്ടിയർ ആയിട്ട് വരിക, എന്തെങ്കിലും പരിപാടിക്ക് വോളണ്ടിയേഴ്സ് ആർ നീഡഡ് എന്നൊക്കെ പറയാറല്ലേ. വോളണ്ടിയർ എന്ന് പറയുന്നത് എന്താ, ഒരാൾ സ്വമേധയാ വരിക പ്രവർത്തനങ്ങളാണ്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ എന്താ, സ്വയച്ഛയില്ലാതെ എന്റെ ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഫോർ എക്സാമ്പിൾ ഹേർട്ട് ബീറ്റ്. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, സോ കുറെ നാട്ടിരിക്കുകയല്ലേ, കുറച്ച് റെസ്റ്റ് കൊടുക്കാം, കുറച്ചിനെ അടിക്കായിട്ടിരിക്കൂ,
എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും. സോ എന്താ? ഇൻവോളണ്ടറി ആക്ഷൻ ആണ് ഹേർട്ട് ബീറ്റ്. അതുപോലെ കണ്ണുമ വെട്ടുന്നത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. കണ്ണുമ വെട്ടുന്നില്ലേ, അത് ഇൻവോളണ്ടറിയാ. ഹേർട്ട് ബീറ്റ് ഇൻവോളണ്ടറിയാ. സോ ഈ പറഞ്ഞ ടാക്സ് എന്താണ്? ഒരു ഇൻവോളണ്ടറി പേയ്മെന്റ് ആണ്, ഓർ കമ്പൽസറി പേയ്മെന്റ് ആണ്. സോ നോക്കുകയാണെങ്കിൽ നമ്മള് ഈ പറഞ്ഞ ടാക്സ് കൊടുക്കാണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ പേ ചെയ്യാണ്ടിരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. സോ ടാക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻവോളണ്ടറി കമ്പൽസറി പേയ്മെന്റ് ഇൻ റിട്ടേൺ ഫോർ വിച്ച് നോ ഡയറക്റ്റ് ആൻഡ് സ്പെസിഫിക് ബെനിഫിറ്റ് ഈസ് റെൻഡേർഡ് ടു ദ ടാക്സ് പെയർ. അതായത് ഈ പറഞ്ഞ നിർബന്ധിത പേയ്മെന്റ് ഒരു വ്യക്തി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് ടാക്സ് റിസീവ് ചെയ്ത വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു വ്യക്തി നിർബന്ധിതമായിട്ട് ടാക്സ് പേ ചെയ്തു, ആൻഡ് അതിനുശേഷം ടാക്സ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് ടാക്സ് റിസീവറിന്റെ കയ്യിൽ നിന്ന്, അതായത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു ആനുകൂല്യം എന്ത് ചെയ്യാൻ പറ്റില്ല, റിസീവ് ചെയ്യാൻ കഴിയില്ല. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റിലാണെന്ത് ഒരു വ്യക്തി ടാക്സ് കൊടുക്കുന്നത്. സോ ഞാൻ സർക്കാരിന് ടാക്സ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് I cannot claim any direct benefit or any specific benefit from the government. അതിന് പറയുന്നതാണ് ടാക്സ് ഹാസ് നോ ക്വിഡ് പ്രോ കോ. ക്വിഡ് പ്രോ കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഫോർ സംതിങ്, പകരത്തിന് പകരം പറയത്തില്ലേ, സംതിങ് ഫോർ സംതിങ്. ഒരു കാര്യം ചെയ്യുന്നു, അതിന് പകരം വേറൊരു കാര്യം കിട്ടുന്നു. സോ ടാക്സിൽ എന്തില്ല? ടാക്സിൽ അങ്ങനെ ഒരു ക്വിഡ് പ്രോക്കോ ഇല്ല. ദർ ഇസ് നോ ക്വിഡ് പ്രോക്കോ ഇൻ ദ കേസ് ഓഫ് ടാക്സ്. അതാണ് പറയുന്നത് ടാക്സ് പെയർ കനോട്ട് ഡിമാൻഡ് എനി റെസിപ്രോക്കൽ ബെനിഫിറ്റ് ഫ്രം ദ ടാക്സ് റിസീവർ. എന്നാൽ ഈ പറഞ്ഞ ടാക്സ് റിസീവർ, അതായത് ഗവൺമെന്റ്, വിൽ പ്രൊവൈഡ് സം ബെനിഫിറ്റ് ടു ദ ടാക്സ് പെയർ ഇൻഡയറക്ട്ലി. നേരിട്ടല്ല എന്ത് ചെയ്യുന്നുണ്ട്, ചില ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യും, ടാക്സ് പെയറിന് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് റോഡ് പണിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ പാലം പണിഞ്ഞു കൊടുക്കും, ബിൽഡിംഗ് കെട്ടിക്കൊടുക്കും, അതുപോലെ അയാൾക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ എൻഷുർ ചെയ്യുന്നു. സോ ഗവൺമെന്റ് ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടാക്സ് കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ടാക്സ് കൊടുത്തില്ല എങ്കിൽ അയാൾക്ക് മേലെ എന്ത് ചെയ്യാം, ഗവൺമെന്റ് ക്യാൻ ടേക്ക് പണിഷ്മെന്റ് ഓർ പ്യൂണിറ്റീവ് ആക്ഷൻസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് എന്തിനൊക്കെയാണ് സർക്കാർ ടാക്സ് കളക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ, വൈ tax is collected or levied by the government എന്ന് നോക്കുവാണെങ്കിൽ, the first main reason എന്താ, tax is the main source of revenue for the government. സർക്കാരിന്റെ വരുമാനത്തിന്റെ മെയിൻ സ്രോതസ് എന്താണ്, നികുതിയാണ്. ആൻഡ് ഈ നികുതിയാണ് സർക്കാരിനെ പ്രവർത്തനം ചെയ്യാൻ പ്രാപ്തരാക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ വെൽഫെയർ സ്കീംസ് ആയാലും ഡെവലപ്മെന്റ് പ്രൊജക്ട് ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും സർക്കാരിനെ പ്രാപ്തമാക്കുന്നത് ഈ പറഞ്ഞ ടാക്സ് കളക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ടാക്സ് ക്യാൻ ബി ലെവിഡ് ടു ഡിസ്കറേജ് ദ കൺസംപ്ഷൻ ഓഫ് സർട്ടൻ ഐറ്റംസ്. ചില ഉൽപ്പന്നങ്ങളുടെ കൺസംപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ടാക്സ് ഗവൺമെന്റ് ഏർപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിലെ ഒരു ഇമ്പോർട്ടന്റ് പാനീയമുണ്ട്, ഏതാണെന്ന് അറിയാലോ, ആൽക്കഹോൾ. ആൻഡ് ഈ പറഞ്ഞ ആൽക്കഹോളിന് മേലെ, ചില ആൽക്കഹോളിന് മേലെ 200 ഇരട്ടിയൊക്കെയാണ് എന്ത്, ടാക്സ്. 100 രൂപയായിരിക്കും എന്ത്, അതിന്റെ ബേസ് പ്രൈസ്. ഈ പറഞ്ഞ ആൽക്കഹോളിന്റെ ബേസ് പ്രൈസ് 100 രൂപയാണെങ്കിൽ അതിന് മേലെ പ്രൊഡക്റ്റ് ടാക്സ് ആയിട്ട് വരുന്നത് മേ ബി 200 രൂപയാണ്. വിച്ച് മീൻസ് ഈ പറഞ്ഞ ഉൽപ്പന്നത്തിന്റെ 200 ഇരട്ടിയൊക്കെയാണ് എന്ത്, ചില ആൽക്കഹോളിന് മേലെ ടാക്സ് വരുന്നത്. സോ വി ക്യാൻ സി ഗവൺമെന്റ് ഈസ് ലെവിയിങ് ഹൈ ടാക്സ് ഇൻ ആൽക്കഹോൾ. എന്താ ഉദ്ദേശം? സർക്കാരിന് വരുമാന ഉദ്ദേശമാണ്, തീർച്ചയായും വരുമാനം ഒരു ഉദ്ദേശമാണ്. എന്നാൽ അത് മാത്രമാണോ? അല്ല, വരുമാനത്തിനൊപ്പം തന്നെ വേറെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണെന്ത്, ഈ പറഞ്ഞ ആൽക്കഹോളിന്റെ കൺസംപ്ഷൻ കുറയ്ക്കുക. സെയിം ആസ് ദ കേസ് ഓഫ് സിഗരറ്റ്സ്, ബീഡി, അതിനൊക്കെ എന്തുണ്ട്, ഹൈ ടാക്സ് ആണ് ഗവൺമെന്റ് ലെവി ചെയ്യുന്നത്. ഈ പറഞ്ഞ സിഗരറ്റ്സിന് മേലെ ഹൈ ടാക്സ് ലെവി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, it can discourage the consumption of certain items. So ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം.
എന്റെ ലൈഫിൽ ഞാൻ കണ്ട എക്സാമ്പിൾ ആണ്. ഇത് ഇപ്പോഴല്ല കേട്ടോ, ഒരു 2-3 years ബാക്ക് ഐ വാസ് ഇൻ ട്രിവാൻഡ്രം. ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ദറ്റ്സ് എ പ്ലേസ് കോൾഡ് കുറവൻകോണം. ചിലർക്ക് അറിയായിരിക്കും, കവടിയുള്ളവർക്ക് അറിയാം. കവടിയാൻ എടുത്ത സ്ഥലമാണ് കുറവൻകോണം. സോ ഈ കുറവൻകോണത്ത് ഒരു കടയിൽ ഞാൻ സാധനം വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ബൈക്കിൽ വന്നു. ഒരു കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ 2 സിഗരറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി പറയട്ടെ, ആക്ച്വലി അങ്ങനെ സിഗരറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൂസ് എടുക്കാൻ പറ്റത്തില്ല. ഇൻ ആക്ച്വൽ ആസ് പെർ അവർ ഇന്ത്യൻ ലോ ലൂസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സിഗരറ്റ്സ് വിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സിഗരറ്റ്സിന്റെ കവറിൽ, സിഗരറ്റിന്റെ പാക്കറ്റിനകത്ത് ദർ ഈസ് സം അവയർനെസ് പിക്ചർ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അത് കണ്ടു കാണും, റോഡിലൊക്കെ പുറത്ത് കാണാമല്ലോ. സിഗരറ്റ്സിന്റെ പാക്കറ്റിനകത്ത് എന്തുണ്ട്, അതിന്റെ ഏകദേശം 80% സിഗരറ്റ് പാക്കറ്റിന്റെ 80% എന്താ, പരസ്യവ. എന്ത്, സിഗരറ്റ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, അല്ലേ? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഈ ക്യാൻസറിന്റെ കുറെ ഫോട്ടോസ് ഒക്കെയാണ് എന്ത്, അത് കിടക്കുന്നത്. സോ ഈ പറഞ്ഞ പാക്കറ്റ് മൊത്തമായിട്ടാണ് എന്ത്, അതെ, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. സോ ഈ പറഞ്ഞ പാക്കറ്റ് മൊത്തമായിട്ടാണ് അത് വിൽക്കേണ്ടത്. കാരണം ഈ പാക്കറ്റ് മൊത്തം ഉണ്ടെങ്കിൽ എന്താ, ഒരു കൺസ്യൂമർ അത് വാങ്ങുമ്പോൾ അയാൾക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അയാൾക്ക് ഈ പറഞ്ഞ ഈ സ്മോക്കിങ്ങിന്റെ ദൂഷ്യങ്ങളെ പറ്റി അറിയത്തുള്ളൂ. ലൂസിന്റെ ആണെങ്കിൽ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലൂസ് എന്ത് പറ്റില്ല, കേരള പ്രൊവിഷൻ ഇല്ല. എന്നിരുന്നാലും ഈ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ 2 സിഗരറ്റ് എന്ന് പറഞ്ഞു. കടക്കാരൻ 2 സിഗരറ്റ് എടുത്തിട്ട് കൊടുത്തു. ആ കൊടുത്ത സമയത്ത് ഈ പയ്യന്റെ കയ്യിൽ 10 രൂപയുള്ളൂ. ഈ പയ്യൻ എന്ത് ചെയ്തു, 10 രൂപ എടുത്ത് കടക്കാരനെ കൊടുത്തു. അപ്പൊ കടക്കാരനെ കൊടുത്തപ്പോൾ കടക്കാരൻ പറഞ്ഞു, മോനെ ഇതൊന്ന് വില കൂടി, ഇപ്പോ 8 രൂപയാന്ന് പറഞ്ഞു. സോ നേരത്തെ 5 രൂപയായിരുന്നിരിക്കണം, അതാണ് പയ്യൻ 10 രൂപ കൊടുത്തത്. ഇപ്പൊ എന്താണ്, 8 രൂപയാണ്. സോ പയ്യൻ എന്നിട്ട് പറഞ്ഞു, എന്നാ ശരി ചേട്ടാ, ഒരെണ്ണം തിരിച്ചു കൊടുത്തു. അയാൾ എന്തുള്ളൂ, 10 രൂപ ഉള്ളായിരുന്നു, വേറെ പൈസ ഒന്നുമില്ല. ബേക്കറിയൊക്കെ വന്നത്, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്താ, പുള്ളിക്കാരൻ ഒരു സിഗരറ്റ് തിരിച്ചു കൊടുത്തു. നോക്കുക, കൂടിയപ്പോ 5 രൂപയിൽ നിന്ന് 8 രൂപയായി സിഗരറ്റിന്റെ വില മാറിയപ്പോ എന്തുണ്ടായി, 2 സിഗരറ്റ് വലിച്ചവൻ 1 സിഗരറ്റ് ആയിട്ട് ചുരുങ്ങേണ്ടി വന്നു. അയാളുടെ പൈസ കുറവായപ്പോ 2 സിഗരറ്റ് വലിച്ചവൻ 1 സിഗരറ്റ് ചുരുങ്ങേണ്ടി വന്നു. സോ ഞാൻ കണ്ട റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. കാരണം അവന്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ 10 രൂപ കൊടുത്തിട്ട് 1 സിഗരറ്റ് വാങ്ങിച്ചു, ബാക്കി 2 രൂപ വെച്ചിട്ട് പോയി. ആൻഡ് ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കേരളത്തിലെ സപ്പോസ് ദർ ഇസ് എ ഡെയിലി വേജ് വർക്കർ, ആൻഡ് നമ്മുടെ കേരളത്തിൽ മുമ്പ് എന്തില്ല, സപ്പോസ് വിചാരിക്കുക നമ്മുടെ കേരളത്തിൽ എന്താ, ടാക്സേ ഇല്ല, ആൽക്കഹോളിന് ടാക്സ് വിചാരിക്കും. ആൻഡ് ആ സമയത്ത് 1 ലിറ്റർ അല്ലെങ്കിൽ 1 കുപ്പി മദ്യത്തിന് വില 100 രൂപയാണ്. 100 രൂപയാണെന്ത്, ഒരു മദ്യത്തിന് വില. ആൻഡ് അന്ന് ബിഫോർ ഹാവിംഗ് ടാക്സ് ഓൺ ദ ആൽക്കഹോൾ, ഒരു ഡെയിലി വേജ് വർക്കർ, അയാളുടെ ദിവസ വരുമാനം 500 രൂപയാന്ന് വിചാരിച്ചു. 500 രൂപയാണ് ഒരു ഡെയിലി വേജ് വർക്കറിന്റെ വരുമാനം. ആൻഡ് ഹി മേ കൺസ്യൂം 3 bottles ഓഫ് ആൽക്കഹോൾ. സപ്പോസ് അയാൾ 3 ബോട്ടിൽ ആൽക്കഹോൾ എന്ത് ചെയ്തു, കൺസ്യൂം എന്ന് വിചാരിക്കുക. ആ ഒരു കുപ്പി മദ്യത്തിന് 100 രൂപ, ആൻഡ് 3 ആകുമ്പോൾ 300 രൂപ അയാൾ സ്പെൻഡ് ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ഗവൺമെന്റ് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ ആൽക്കഹോളിന് മേലെ ടാക്സ് ഏർപ്പെടുത്താൻ പോവാണ്. അങ്ങനെ 100 രൂപയായിരുന്ന മദ്യത്തിന്റെ വില എന്ത് ചെയ്യുന്നു, 300 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ നേരത്തെ എത്ര, 1 ബോട്ടിൽ 100 ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് 300 ആയി. സോ നേരത്തെ ഹി ക്യാൻ പർച്ചേസ് 3 bottles ഓഫ് ആൽക്കഹോൾ ഫ്രം ഹിസ് ഇൻകം. അയാളുടെ വരുമാനം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അയാൾക്ക് 3 അല്ലെങ്കിൽ 5 വരെ എന്ത് ചെയ്യായിരുന്നു, വാങ്ങായിരുന്നു. പക്ഷെ ഇയാൾ 3 തന്നെ വാങ്ങിച്ചുള്ളൂ. എന്നാൽ ഇപ്പൊ എന്ത് പറ്റി, അയാളുടെ വരുമാനം വെച്ച് ഹി കുഡ് പർച്ചേസ് ഓൺലി 1 ബോട്ടിൽ ഓഫ് ആൽക്കഹോൾ. ബാക്കി 200 എന്ത് ചെയ്യും, അയാൾ ഷെയർ ഇടും. അല്ല, അങ്ങനല്ല, ഈ പറഞ്ഞ ബാക്കി 200 ഉണ്ട്. നോക്കുക, ഈ പറഞ്ഞ 100 രൂപയുടെ മദ്യം 300 ഉയർന്നപ്പോ എന്ത് പറ്റി, ഇയാളുടെ കൺസപ്ഷൻ എന്ത് ചെയ്തു, കുറഞ്ഞു. നേരത്തെ 3 ബോട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ 1 ബോട്ടിലായിട്ട് എന്ത് ചെയ്തു, അത് ചുരുങ്ങി. സോ യു ക്യാൻ സി ടാക്സ് ക്യാൻ ബി ഇമ്പോസ്ഡ് ടു റെഡ്യൂസ്, ടു ഡിസ്കറേജ് ദ കൺസംഷൻ ഓഫ് സർട്ടൻ കമ്മോഡിറ്റീസ്. ഇതുപോലെ തന്നെ തേർഡ് എക്സാമ്പിൾ പറയാം. ഇറ്റ് ഈസ് റിഗാർഡിംഗ് എ ടാക്സ് വിച്ച് വാസ് ഇമ്പോസ്ഡ് ഇൻ കേരള ഡ്യൂറിംഗ് 2016. 2016 കാലത്ത് കേരളത്തിൽ പിസ്സ, ബർഗർ, അതുപോലെ ഉള്ള ഈ പറഞ്ഞ സാൻഡ്വിച്ച് പോലുള്ള ഐറ്റത്തിന് മേലെ
ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തു. അറിയാമോ ആർക്കേലും? 2016 ദ ഗവൺമെന്റ്, വെരി ഗുഡ് അതുപോലെ സാർ, എന്താണ് ദ ടാക്സ് ഈസ് കൊഴുപ്പ് നികുതി. 2016 നമ്മുടെ തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്ന സമയത്ത് ഏർപ്പെടുത്തിയ ടാക്സ് ആണ് കൊഴുപ്പ് നികുതി, ഓർ ഫാറ്റ് ടാക്സ് എന്ന് പറയും. ആൻഡ് ദിസ് ടാക്സ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജങ്ക് ഫുഡ്സ് ആണ്. സോ നമ്മുടെ കേരളം നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ മുൻപന്തി നിൽക്കുകയാണ്. എന്നിരുന്നാലും കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് എപ്പോഴും അറിഞ്ഞിരിക്കുക, വി ആർ നോട്ട് ദ ബെസ്റ്റ്, വി ആർ ബെസ്റ്റ് എമംഗ് ദ റെസ്റ്റ്. അങ്ങനെ അറിഞ്ഞിരിക്കുക. നമ്മൾ ഒരിക്കലും ബെസ്റ്റ് എന്ന് വിചാരിക്കരുത്. കാരണം ഇഫ് വി തിങ്ക് ദാറ്റ് വി ആർ ബെസ്റ്റ്, നമുക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക വെച്ചോ, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ there will not be any scope for improvement. ഒന്നോർത്ത് നോക്കൂ, ഒരു കുട്ടിക്ക് 100 മാർക്ക് കിട്ടി, മാത്സ് മാർക്ക് എത്ര? 100 ആണ്. 100 കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ എന്താണ്, ആ കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യാൻ സ്കോപ്പ് ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു കുട്ടിക്ക് 90 മാർക്ക് കിട്ടിയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും there is some scope for improvement. ആ കുട്ടിക്ക് ഇനിയും വളരാൻ സ്കോപ്പ് ഉണ്ട്. സോ ഇവിടെ നോക്കുക, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് കേരളത്തിന്റെ കേസിൽ അറിഞ്ഞിരിക്കുക, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് കേരളം കിടിലമാണ്. തീർച്ചയായും കേരളം കിടിലമാണ് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. അപ്പോഴാണ് എന്ത് കേരളം കിടിലം. മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളം മികച്ചതാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും മികച്ചതാണോ? അല്ല. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ്, ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ളവർക്കും പ്രത്യേകിച്ച് എറണാകുളത്തുള്ളവർക്ക് അറിയാം വേസ്റ്റ് മാനേജ്മെന്റ് എത്രമാത്രം എഫിഷ്യന്റ് ആണെന്ന്. സോ ഈ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ് കേസിൽ കേരളം പരാജയമാണ്. പല കേസിലും പരാജയമാണ് കേരളം. ആൻഡ് പല കാര്യം, ഇപ്പൊ ഹെൽത്ത് ആയാലും എഡ്യൂക്കേഷൻ ആയാലും വി ആർ കമ്പാരിറ്റീവ്ലി ബെറ്റർ, ഓർ വി ആർ ബെസ്റ്റ് എമംഗ് ദ റെസ്റ്റ്. മറ്റുള്ളവരിൽ നമ്മൾ കേമമാണ് എന്ന് അതിനർത്ഥം നമ്മളാണ് ഏറ്റവും കേമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ there will not be any scope for improvement. നമുക്ക് ശേഷം അല്ല ആരുമില്ല, നമ്മളെന്താ ഏറ്റവും കൂടുതൽ നമ്മളാണ്, നമുക്ക് ശേഷം വേറെ ആരുമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു ഇംപ്രൂവ്മെന്റിനുള്ള സ്കോപ്പ് നശിവും. ഇപ്പൊ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖല മുൻപന്തി നിൽക്കുകയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ഉള്ള ചലഞ്ചാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പ്രത്യേകിച്ച് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഒബീസിറ്റി, ഈ ഡയബറ്റീസ്, ഇതൊക്കെ എന്താണ് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇത് കൂടാൻ കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. സോ പണ്ട് കാലത്തെ അപേക്ഷിച്ച് there is some drastic change in the food habits of Keralians. നമ്മുടെ മലയാളികളുടെ ഫുഡ് ഹാബിറ്റ്സ് കുറെ മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജങ്ക് ഫുഡ്സ് ധാരാളം കൂടുതൽ കഴിക്കുന്നു. ഇപ്പൊ KFCയും ബർഗറും, അല്ലെ KFCയും ബർഗർ കിങ്ങും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പിസ്സ ഹട്ടും ഒക്കെ കേരളത്തിൽ എന്താ അവരുടെ ഔട്ട്ലെറ്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഈ പറഞ്ഞ ഔട്ട്ലെറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആ 2016 നമ്മുടെ കേരളത്തിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒരു ഘടകമായിട്ട് ഗവൺമെന്റ് കണ്ടത് ജങ്ക് ഫുഡ്സിന്റെ കൺസംഷൻ ആണ്. ഇതുപോലുള്ള ജങ്ക് ഫുഡ്സിന്റെ കൺസംഷൻ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ കൊണ്ടുവന്ന നികുതിയാണ് ഫാറ്റ് ടാക്സ്, അല്ലെങ്കിൽ കൊഴുപ്പ് നികുതി എന്ന് പറയും. സോ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലെ, ഇതുപോലുള്ള ജങ്ക് ഫുഡ്സിന് മേലെ 13.5% ആണ് എന്ത് ഗവൺമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയത്. ആൻഡ് യു ക്യാൻ സി ഈ നികുതി ഇപ്പോൾ ഇല്ല. അതിന് കാരണം 2017 GST വന്നപ്പോ ഈ നികുതി ഇല്ലാണ്ടായി. ആൻഡ് വൺ മോർ തിങ്, ദിസ് ഈസ് ദ ടാക്സ് വിച്ച് വാസ് ഇമ്പോസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ആദ്യമായിട്ടാണ് ഫാറ്റ് ടാക്സ് എന്ന നികുതി ഇന്ത്യയില് ഒരു സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്തത്. സോ കേരള ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് which has imposed fat tax in India. And globally പറയുകയാണെങ്കിൽ ഡെൻമാർക്ക് ആണ് ഈ പറഞ്ഞ ഫസ്റ്റ് കൺട്രി ടു ഇമ്പോസ് ഫാറ്റ് ടാക്സ്. ഡെൻമാർക്ക് is the first country to impose fat tax in world. So that is regarding the third rationale. And fourth നോക്കുകയാണെങ്കിൽ, the fourth reason for collecting tax പറയുമ്പോൾ it can reduce rich poor divide. നോക്കുക, നമ്മള് ഇൻകം ടാക്സ് എടുക്കുമ്പോൾ, സോ ഐ എം ടേക്കിംഗ് ഫ്യൂ മോർ മിനിറ്റ്സ് കേട്ടോ. എനിക്കറിയാം ഞാൻ എക്സീഡ് ചെയ്തു, 3 minutes എക്സീഡ് ചെയ്തു. ഈ ഒരു ടോപ്പിക്ക്, ഈ സ്ലൈഡ് കഴിഞ്ഞിട്ട് ഞാൻ എൻഡ് ചെയ്യാം. സോ
അടുത്ത റാഷണലാണ് ടാക്സ് കളക്ഷൻ ക്യാൻ റെഡ്യൂസ് റിച്ച് പുവർ ഡിവൈഡ്. നമ്മുടെ ഇൻകം ടാക്സ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പാവപ്പെട്ട കയ്യിൽ നിന്ന് ഇൻകം വളരെ കുറവുള്ള ആളുകളിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. ഓർ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. സോ വെൻ ഗവൺമെന്റ് ഈസ് ടാക്സിങ് ഇൻഡിവിജ്വൽസ്, in the case of income tax, poor people are taxed less, while rich people are taxed more. Suppose ടാക്സ് വരുന്നതിന് മുന്നേ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഗ്യാപ്പ് ഇതാന്ന് വിചാരിക്കാം. ദിസ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പുവർ ആൻഡ് റിച്ച് ഇൻ ദ കൺട്രി. ആ സമയത്താണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്, ഇൻകം ടാക്സ് ഇമ്പോസ് ചെയ്തത്. വിച്ച് മീൻസ് എ സർട്ടൻ പോർഷൻ ഓഫ് ഇൻകം ഫ്രം റിച്ച് പീപ്പിൾ ഈസ് ക്യാപ്ചർഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ത് ചെയ്തു, അത് ക്യാപ്ചർ ചെയ്തു. ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ദാറ്റ് ഇൻകം, ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ എമൗണ്ട്, ഈ കളക്ട് ചെയ്ത എമൗണ്ട് ക്യാൻ ബി യൂസ് ടു ഇൻക്രീസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. നോക്കുമ്പോ എന്താ, ആ പാവപ്പെട്ടവന്റെ വെൽഫെയർ കുറച്ച് ഇംപ്രൂവ് ചെയ്തു. സോ നേരത്തെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയായി. ആൻഡ് അന്നേരം നോക്കുമ്പോ ഡിസ്പാരിറ്റി നേരത്തെ ഇത്ര ഉണ്ടായിരുന്നു, ആൻഡ് ഇപ്പൊ എന്താ, ആ ഡിസ്പാരിറ്റി ഇൻ ഇൻകം കുറഞ്ഞു because of this welfare measure and because of absorbing a portion of income from rich. Then മറ്റൊരു മറ്റൊരു റാഷണലാണ് reducing the import and export of items. നിങ്ങൾ ഈ ഇടയ്ക്ക് കേട്ട് കാണും, ഇന്ത്യൻ ഗവൺമെന്റ് അരിയുടെ എക്സ്പോർട്ട് പ്രിവെന്റ് ചെയ്തു. അതിന് ഭാഗമായിട്ട് അരിക്ക് മേലെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തി. കേട്ടോ നിങ്ങള്, ഈ അടുത്തിടയ്ക്ക് വാർത്ത വന്നതാണ്. അരിയുടെ എക്സ്പോർട്ട് ഗവൺമെന്റ് പ്രിവെന്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അരിക്ക് മേലെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തുന്ന വാർത്ത ഉണ്ടായിരുന്നു. നോക്കുമ്പോ ഈ പറഞ്ഞ എക്സ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തുമ്പോ ഇവിടെ നിന്നൊരു കച്ചവടക്കാരൻ ഒരു ഉൽപ്പന്നം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അതിന്റെ വില എന്ത് ചെയ്യും, വർദ്ധിക്കും. ഇങ്ങനെ ഉയർന്ന വിലയ്ക്ക് ഒരു ഉൽപ്പന്നം മറ്റു വിപണിയിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും, ഡിമാൻഡ് കുറയും. കാരണം പ്രൈസ് ഓഫ് ഗുഡ് കൂടുമ്പോ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. സോ വി ക്യാൻ സി വെൻ ഗവൺമെന്റ് ഈസ് ടാക്സിങ് കമ്മോഡിറ്റീസ് വൈൽ എക്സ്പോർട്ടിംഗ്, ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദ കമ്മോഡിറ്റി. ഈ ഉൽപ്പന്നത്തിന്റെ മത്സരക്ഷമത ഓർ കോമ്പറ്റീറ്റീവ്നെസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. കാരണം എന്താ, ഈ ഉൽപ്പന്നം ഉയർന്ന വിലക്കാണ് മറ്റു കൺട്രിയിലേക്ക് പോകുന്നത്. എന്നാൽ മറ്റു കൺട്രിയിൽ കുറഞ്ഞ വിലയ്ക്ക് ഈ സെയിം ഉൽപ്പന്നം വരുമായിരിക്കും. ഇപ്പം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനം പോയി, ആൻഡ് അമേരിക്കയില് ഇന്ത്യ മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം, പല കൺട്രിയും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത ഉൽപ്പന്നം ഉയർന്ന വിലയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്തില്ല, അത് വാങ്ങില്ല, മറ്റു കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്ത ഉൽപ്പന്നം വാങ്ങും. അതുപോലെ വി ക്യാൻ ഇമ്പോസ് ടാക്സ് ഓൺ ഇമ്പോർട്ട് ആൾസോ. നമുക്ക് എന്ത് ചെയ്യാം, ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുമ്പോൾ മാത്രമല്ല ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഇമ്പോസ് ചെയ്യാം. ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഇമ്പോർട്ട് ഓഫ് കമ്മോഡിറ്റി. നമ്മുടെ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ ടാക്സ് ഇമ്പോസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, there's a tax called ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. എന്താണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന ടാക്സ് ഉണ്ട്. ഇത് കൊണ്ടുവന്നത്, സപ്പോസ് ഇന്ത്യ എടുക്കുക, ചൈന എടുക്കുക, ഇന്ത്യ ചൈന, ആൻഡ് ചൈന ഈസ് exporting or India is importing some commodities from China. Suppose toys. And നോക്കുക, ചൈനീസ് മാർക്കറ്റില് സപ്പോസ് ഈ ടോയ്ക്ക് വില 10 രൂപയാണ്. ചൈനയുടെ വിപണിയിൽ ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ടോയ്ക്ക് ചൈനീസ് വിപണിയിൽ വില 10 രൂപയാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് ചൈന എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചൈന എന്ത് ചെയ്യുന്നു, 5 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, ഈ ടോയ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതിനു വേണ്ടിയാണ് കുറഞ്ഞ വിലയ്ക്ക് ഉള്ള ടോയ്സ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വഴി ചൈന എയിം ചെയ്യുന്നത് ഇന്ത്യയിലെ ആഭ്യന്തര ടോയ് മാനുഫാക്ചറിംഗ് മേഖല തകർക്കുക. കാരണം എന്താ,
നമ്മുടെ ഇന്ത്യയിൽ കുറഞ്ഞ വിലക്ക് ഉൽപ്പന്നം ലഭിക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? അത് പർച്ചേസ് ചെയ്യും. സോ അങ്ങനെ വരുമ്പോ എന്താ, ഇന്ത്യൻ മെയ്ഡ് ടോയ്ക്ക് ഉള്ള ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. കാരണം ഇന്ത്യൻ മെയ്ഡ് ടോയ് ഇന്ത്യക്കാർക്ക് ഈ കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാൻ കഴിയില്ല. അവർക്ക് മേ ബി 15 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്നത്. സോ എന്താ, ചൈനീസിന്റെ ലോ കോസ്റ്റ് ടോയ്സ് എന്ത് ചെയ്യും? ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചെടുക്കും. ഇന്ത്യയിലെ ആഭ്യന്തര ടോയ് മാനുഫാക്ചറിംഗ് മേഖല തകരും. കാരണം എന്താ, അവരുടെ ഉൽപ്പന്നം ആരും വാങ്ങുന്നില്ല, ചൈനീസ് ഉൽപ്പന്നം എല്ലാവരും വാങ്ങും. സോ അത് മറികടക്കാനായിട്ട് ഈ സപ്പോസ് നമ്മൾ കാണുകയാണ് ഒരു ഫോറിൻ കൺട്രി അവരുടെ ആഭ്യന്തര മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്ന് കാണുകയാണെങ്കിൽ, ഇന്ത്യ ക്യാൻ ഇമ്പോസ് എ ഡ്യൂട്ടി കോൾഡ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദെയർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ബേസ്. ഇന്ത്യയുടെ ആഭ്യന്തര വ്യാപാര മേഖലയെ, അല്ലെങ്കിൽ ആഭ്യന്തര നിർമ്മാണ മേഖലയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതിനെ സംരക്ഷിക്കാനായിട്ട് ഒരു ഫോറിൻ കൺട്രി കുറഞ്ഞ വിലയ്ക്ക് കൺട്രിയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇവിടെ എന്താ പറ്റിയത്? 10 രൂപയാണ് ചൈനയുടെ വിപണിയിൽ വില, എന്നാൽ 5 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? ചൈന ഇന്ത്യയിലേക്ക് ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുന്നു. ഇങ്ങനെ ഇഫ് എ കൺട്രി ഈസ് എക്സ്പോർട്ടിംഗ് എ കമ്മോഡിറ്റി ഈസ് ലോവർ ദാൻ ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ് പ്രൈസ്, ഡൊമസ്റ്റിക് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന് മേലെ ഇമ്പോസ് ടാക്സ് ആണെന്ത്? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. സപ്പോസ് ഇതിന് മേലെ എന്ത് ചെയ്യുന്നു? 10 രൂപ, അത് 15 രൂപയായിരിക്കും എന്ത്? ചൈനീസ് ടോയ് ഇന്ത്യ വരുമ്പോൾ ഉള്ള വില, ഇന്ത്യൻ മാർക്കറ്റ് വരുമ്പോൾ ഉള്ള വില. അങ്ങനെ വരുമ്പോൾ എന്താ, ഇറ്റ് ക്യാൻ കോമ്പീറ്റ്. ഈ പറഞ്ഞ രണ്ടുപേരും ഒരേ പ്ലാറ്റ്ഫോമിൽ കോമ്പീറ്റ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് ഗുഡ്സും ഇമ്പോർട്ട് ഗുഡ്സും ഒരേ പ്ലാറ്റ്ഫോമിൽ കോമ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റാഷണൽ. ആൻഡ് യു ക്യാൻ സി ഇന്ത്യയിലുള്ള എല്ലാ ടൈപ്സ് ഓഫ് ഗവൺമെന്റും, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും ഇത് ചെയ്യുന്നുണ്ട്, ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും ലോക്കൽ ഗവൺമെന്റ് ആയാലും, all these types of government are collecting tax in the case of India. എക്സാമ്പിൾ പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമ്പിൾ ഇൻകം ടാക്സ്, അതുപോലെ കോർപ്പറേറ്റ് ടാക്സ്, കമ്പനികളുടെ ആദായ നികുതി. അതുപോലെ ലോക്കൽ ഗവൺമെന്റ് പറയുമ്പോൾ പ്രോപ്പർട്ടി ടാക്സ് അറിയായിരിക്കുമല്ലോ, കെട്ടിട നികുതി. നമ്മൾ വീട്ടുകനം എവിടെ അടയ്ക്കുന്നത്? പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആയിരിക്കും. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ വി ക്യാൻ സി ലാൻഡ് ടാക്സ് ഓർ ലാൻഡ് റവന്യൂ, ഭൂനികുതി അല്ലെ. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ടാക്സ് റിസൾട്ട് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, നൗ വി ക്യാൻ സി ടൈപ്സ് ഓഫ് ടാക്സേഷൻ. സോ ഒരു വ്യക്തിയുടെ ഇൻകത്തിന് അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഗവൺമെന്റിന് ടാക്സ് ചെയ്യാം എന്ന് പറയുന്നതാണ് ടൈപ്സ് ഓഫ് ടാക്സേഷൻ. സോ ടൈപ്സ് ഓഫ് ടാക്സേഷൻ എന്താ പറയുന്നത്? Based on the income of an individual, which are the different ways in which a person can be taxed. ഒരു വ്യക്തിയുടെ ഇൻകത്തിന് അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിൽ അയാളെ ടാക്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആൻഡ് there are 3 types of taxation. 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രോഗ്രസീവ് ടാക്സേഷൻ, മറ്റൊന്ന് റിഗ്രസീവ് ടാക്സേഷൻ, ആൻഡ് the third one is proportional taxation. So progressive, സംതിങ് ഈസ് ഇൻക്രീസിങ്. നമ്മൾ പറയാറുണ്ടല്ലോ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ആയാലും പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ കാണാറുണ്ട്. സോ എന്താ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ? എത്ര ഉയർച്ചയുണ്ട്, എത്രമാത്രം വളർച്ചയുണ്ടെന്നല്ലേ. സോ എന്തോ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് അത് ഇന്റൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുമ്പോൾ, ഉദാഹരണം, വ്യക്തികളുടെ ഇൻകം കൂടുന്നതനുസരിച്ച് ഗവൺമെന്റ് ടാക്സ് റേറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞാണ് എന്ത്? പ്രോഗ്രസീവ് ടാക്സേഷൻ. സോ ഹിയർ യു ക്യാൻ സീ ദ എക്സാമ്പിൾ. എന്താ പറഞ്ഞേ? ആളുകളുടെ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഗവൺമെന്റ് അയാളുടെ മേലെയുള്ള ടാക്സ് റേറ്റ്, അയാൾ കൊടുക്കേണ്ട നികുതി ശതമാനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. ആൻഡ് ഹിയർ യു ക്യാൻ സീ ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് പറയുന്നത്. സോ ഒരാളുടെ ഇൻകം 100 രൂപ, വേറൊരാളുടെ ഇൻകം 1000 രൂപ, വേറൊരാളുടെ ഇൻകം
10,000 രൂപ വെച്ചു. സോ ദീസ് ആർ ദ ഇൻക്രീസിങ് ട്രെൻഡ് ഓഫ് ഇൻകം. ഒരാളുടെ ഇൻകം 100, 1000, 10,000 എന്നിങ്ങനെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാണ്. ആൻഡ് 100 രൂപ ഇൻകം ഉള്ള വ്യക്തിക്ക് മേലെ ഗവൺമെന്റ് എന്ത് ചെയ്യും? സപ്പോസ് 5% ടാക്സ് ഈടാക്കുന്നു. 1000 രൂപ ഇൻകം ഉള്ള വ്യക്തിക്ക് മേലെ ഗവൺമെന്റ് സപ്പോസ് 10% ടാക്സ് ഈടാക്കും. 10,000 രൂപ ഇൻകം ഉള്ള വ്യക്തിക്ക് മേലെ ഗവൺമെന്റ് 20% ടാക്സ് ഈടാക്കുന്നു. നോക്കേണ്ടത് ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. വെൻ ഇൻകം ഇൻക്രീസസ് ടാക്സ് എമൗണ്ട് എന്നല്ല ഞാൻ പറഞ്ഞേ, നികുതി തുകയല്ല പറഞ്ഞേ, മറിച്ച് എന്താ പറഞ്ഞേ? നികുതി ശതമാനം. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ടാക്സ്? എത്ര ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് കൂടുന്നു? സോ 5%, 10%, 20% എന്ന് പറയുമ്പോൾ എന്താ? അയാളുടെ ഇൻകത്തിന്റെ 5%, ഇയാളുടെ ഇൻകത്തിന്റെ 10%, ഇയാളുടെ ഇൻകത്തിന്റെ 20%. സോ വെൻ ഇൻകം ഇൻക്രീസസ് ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. അതാണെന്ത്? പ്രോഗ്രസീവ് ടാക്സേഷൻ. സോ ഇന്ത്യയിലെ ഇൻകം ടാക്സിനെ, ഇന്ത്യയില് നമ്മുടെ ഗവൺമെന്റ് ഈടാക്കുന്ന ഇൻകം ടാക്സിനെ പൊതുവെ നമുക്ക് പ്രോഗ്രസീവ് ടാക്സേഷൻ വിളിക്കാം. സോ ഇൻ ജനറൽ ഓർ ഇൻ കോമൺ ടേംസ് വി ക്യാൻ സി ഇന്ത്യയിലെ ഇൻകം ടാക്സ് എന്താണ്? പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. കാരണം ഇൻകം കൂടുന്നതനുസരിച്ച് അയാൾ കൊടുക്കേണ്ട നികുതിയിൽ എന്തുണ്ട്? വർധന ഉണ്ടാവുന്നുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് ഇന്ത്യയിൽ ലെവി ചെയ്യുന്നത് സ്ലാബ് റേറ്റ് ബേസിസിലാണ്. സ്ലാബ് റേറ്റ് ബേസിസിലാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ലെവി ചെയ്യുന്നത്. നോക്കുവാണെങ്കിൽ ഒരാളുടെ ഇൻകം, സപ്പോസ് എന്റെ ഇൻകം 10 lakh ആണെന്ന് വിചാരിക്കും, എന്റെ ഇൻകം 10 ലക്ഷം എന്ന് വിചാരിക്കുക. സോ ഞാൻ നികുതി കൊടുക്കേണ്ട വരുമാനം 10 ലക്ഷമാണെങ്കിൽ ഈ 10 ലക്ഷത്തിനെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റില് ഈ 10 lakhനെ സ്പ്ലിറ്റ് ചെയ്യും. ഇറ്റ് വിൽ ബി സ്പ്ലിറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി അസൈൻ ടു ഡിഫറൻറ്റ് സ്ലാബ്. ഡിഫറൻറ്റ് സ്ലാബുകളിലേക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ 10 ലക്ഷത്തിനെ സ്പ്ലിറ്റ് ചെയ്യും. ആ നിലവിലെ സ്ലാബ് പറയുകയാണെങ്കിൽ 0 to 2.5 lakh നമ്മുടെ ഇൻകത്തിന്റെ 0 മുതൽ 2 ലക്ഷം വരെയുള്ള എമൗണ്ടിന് എന്ത് ചെയ്യേണ്ട? നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട. 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ടിന് മേലെ ഐ ഹാവ് ടു പേ 5% ടാക്സ്. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള എമൗണ്ടിന് മേലെ ഐ ഹാവ് ടു പേ 20% ടാക്സ്. 10 ലക്ഷത്തിന് മേലെ ഐ ഹാവ് ടു പേ 30% ടാക്സ്. ഇതാണ് പഴയ സ്ലാബ്. ഇപ്പൊ 2 സ്ലാബ് ഉണ്ട്. സോ ഇൻകം ടാക്സിൽ ഇപ്പോ 2 സ്ലാബ് ഉണ്ട്. പുതിയ ബഡ്ജറ്റിൽ ഗവൺമെന്റ് പുതിയ സ്ലാബ് അനൗൺസ് ചെയ്തിരുന്നു. April 1 മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ സ്ലാബ്, ഞാൻ ഈ പറഞ്ഞ സ്ലാബ്, അല്ലെങ്കിൽ പഴയ സ്ലാബ് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. സോ ഇവിടെ നോക്കാം നിങ്ങൾക്ക് നമ്മുടെ ഈ പറഞ്ഞ വരുമാനത്തിനെ ഈ സ്ലാബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യു ക്യാൻ സി ഇൻകം കൂടുന്നതനുസരിച്ച്, കൂടുതൽ ഇൻകം വരുന്നതനുസരിച്ച് എന്ത് വരുന്നുണ്ട്? നമ്മൾ കൊടുക്കുന്ന ടാക്സില് മാറ്റം വരുന്നുണ്ട്. സോ വ്യക്തികളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അയാൾ കൊടുക്കേണ്ട നികുതിയിൽ നിന്നുണ്ട് മാറ്റം ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് പറയാം ഇന്ത്യയിലെ ഇൻകം ടാക്സ് പൊതുവിൽ പറയുമ്പോൾ എന്താണ്? ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. കാരണം വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് അയാളുടെ മേലെയുള്ള നികുതി എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 10 ലക്ഷം വരുമാനമുള്ള എന്റെ ഇൻകത്തിന് എന്ത് ചെയ്യുന്നു? ഈ സ്ലാബിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ 10 ലക്ഷമാണ് വരുമാനം. സോ അതില് 0 മുതൽ 2 വരെയുള്ള എമൗണ്ടിന് എന്ത് ചെയ്യണ്ട? ഞാൻ ടാക്സ് പേ ചെയ്യണ്ട. എന്റെ 10 ലക്ഷത്തില് 2.5 മുതൽ 5 വരെയുള്ള ഇൻകത്തിന് മേലെ ഐ ഹാവ് ടു പേ 5% ടാക്സ്. എന്റെ വരുമാനത്തില് 5 മുതൽ 10 ലക്ഷം വരെയുള്ള എമൗണ്ടിന് മേലെ ഐ ഹാവ് ടു പേ 20% ടാക്സ്. വിച്ച് മീൻസ് ഇനീഷ്യൽ 2.5 lakhന് മേലെ എന്ത് ചെയ്യേണ്ട? ഞാൻ ടാക്സ് പേ ചെയ്യേണ്ട. കാരണം 0% ആണ് ടാക്സ്. അത് കഴിഞ്ഞ് വരുന്ന 2 ലക്ഷത്തിന് ഐ ഹാവ് ടു പേ 5% ടാക്സ്. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന 5 ലക്ഷത്തിന് ഐ ഹാവ് ടു പേ 20% ടാക്സ്. സോ നോക്കുവാണെങ്കിൽ ഓവറോൾ എടുക്കുമ്പോൾ വെൻ വി ആർ സീയിങ് ദ ഓവറോൾ പെർസെന്റേജ്, നമ്മുടെ ഇൻകവും നമ്മൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ടും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. വ്യക്തികളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അയാൾ കൊടുക്കുന്ന നികുതി എന്ത് ചെയ്യുന്നുണ്ട്? നികുതി ശതമാനം വർദ്ധിക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ഇന്ത്യൻ ടാക്സ് എന്താണ്? പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. നമ്മൾ പിന്നീട് പഠിക്കും. പിന്നീട് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ്, പഴയ സ്ലാബും പുതിയ സ്ലാബും ഡിസ്കസ് ചെയ്യും. സോ വെൻ വി ഡിസ്കസ് ഡയറക്ട് ടാക്സ്,
ആ സമയത്ത് നമ്മൾ ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് പ്രോഗ്രസീവ് ടാക്സേഷൻ. അടുത്തൊരു ടാക്സ് ആണ് റിഗ്രസീവ് ടാക്സേഷൻ. എന്താണ് റിഗ്രസീവ് ടാക്സേഷൻ? റിഗ്രസീവ് ടാക്സേഷൻ. സോ റിഗ്രസീവ് പേര് പോലെ തന്നെ നമുക്കറിയാം പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് വർദ്ധിക്കുന്നതായിട്ടാണ് പറയുന്നത്. റിഗ്രസീവ് നോക്കുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് വെൻ ഇൻകം ഇൻക്രീസസ്, വ്യക്തികളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ അയാൾ കൊടുക്കേണ്ട നികുതി ശതമാനം എന്ത് ചെയ്യുന്നു? കൂടുമായിരിക്കോ കുറയുമായിരിക്കോ? റിഗ്രസീവ് കുറയുമായിരിക്കും. സോ പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുന്നു, ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് വർദ്ധിക്കുന്നു. എന്നാൽ റിഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുന്നു, അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? അയാൾ കൊടുക്കേണ്ട നികുതി ശതമാനം കുറയുന്നു. സപ്പോസ് 10 രൂപ ഒരാളുടെ വരുമാനം, വേറൊരാളുടെ വരുമാനം 100 രൂപ, വേറൊരാളുടേത് 1000 രൂപ, വേറൊരാളുടേത് 10,000 രൂപ. ഹിയർ യു ക്യാൻ സീ എന്റെ വരുമാനം 10 രൂപയാണെങ്കിൽ സപ്പോസ് ഐ ഹാവ് ടു പേ 20% ടാക്സ്, ടാക്സ് കൊടുക്കണം. എന്റെ ഇൻകം 100 രൂപയാണെങ്കിൽ ഐ ഹാവ് ടു പേ 15% ടാക്സ്. എന്റെ ഇൻകം 1000 രൂപയാണെങ്കിൽ ഐ ഹാവ് ടു പേ 10% ടാക്സ്. എന്റെ ഇൻകം 10,000 ആണെങ്കിൽ ഐ ഹാവ് ടു പേ 5% ടാക്സ്. സോ കറവ് എങ്ങനെ വരും? താഴോട്ട് വരും. സോ 20, 15, 10, 5 എന്നിങ്ങനെ നികുതി ശതമാനം എന്ത് ചെയ്യും? താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഇവിടെ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നേ? വ്യക്തികളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ അയാൾ കൊടുക്കേണ്ട നികുതി ശതമാനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇതാണ് റിഗ്രസീവ് ടാക്സ്. സോ ഒരു ചോദ്യം, റിഗ്രസീവ് ടാക്സിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാം? കൂടാം. നോക്കുകയാണെങ്കിൽ 10 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ്? 2 രൂപ മാത്രമാണ്. ടാക്സ് എമൗണ്ട് എത്രയാണ്? 2 രൂപയാണ്. 100 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ ടാക്സ് എമൗണ്ട് എത്രയാണ്? 15 രൂപയാണ്. 1000 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ എത്ര എമൗണ്ട്? 100 രൂപയാണ്. 10,000 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 500 രൂപ വരും. സോ ഇവിടെ നോക്കുമ്പോൾ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാം? വർദ്ധിക്കാം. വി ആർ നോട്ട് കൺസിഡറിങ് ടാക്സ് എമൗണ്ട്, ബട്ട് വി ആർ ലുക്കിംഗ് ഇൻ ടു ഹൗ മച്ച് പോർഷൻ ഓഫ് ഇൻകം ഇയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നു, ഇയാളുടെ വരുമാനത്തിന്റെ എത്ര ശതമാനം ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നു, അതാണ് നമ്മുടെ കൺസേൺ. സോ 10 രൂപയുടെ 20%, 100 രൂപയുടെ 15%, 1000 രൂപയുടെ 10%, 10,000 രൂപയുടെ 5%. സോ ഇത്ര രൂപയുടെ എത്ര ശതമാനം കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഒരു ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ ഡു വി ഹാവ് റിഗ്രസീവ് ടാക്സേഷൻ? നമുക്ക് റിഗ്രസീവ് ടാക്സേഷൻ ഉണ്ടോ? അതോ ഉണ്ടായിരുന്നോ? ഡു വി ഹാവ് ഓർ ഹാഡ്? ഉണ്ടോ, ഉണ്ടായിരുന്നോ റിഗ്രസീവ് ടാക്സേഷൻ? എന്ത് പറയുന്നു? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഉണ്ടോ, ഉണ്ടായിരുന്നോ? നമുക്ക് കമന്റ് ചെയ്യാം. നോ ഐഡിയ. പ്രൊഫഷണൽ ടാക്സ് അല്ലല്ലോ സാർ. കാരണം പ്രൊഫഷണൽ ടാക്സിന്റെ കുഴപ്പം അത് കൂടുന്നുണ്ട്. കാരണം ആദ്യമാണെങ്കിൽ പോലും ഇപ്പം എന്റെ ഇൻകം തീരെ കുറവാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട എമൗണ്ട് കുറവാണ്. മാക്സിമം ആണ് പറയുന്നത് 2,500 രൂപ. മാക്സിമം 2,500 പ്രൊഫഷണൽ ടാക്സിൽ. പക്ഷെ എന്റെ ഇൻകം 15,000 താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 15,000 ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ടാക്സ് എമൗണ്ട് കുറയുന്നുണ്ട്. കാരണം 1,250 ഉള്ളവരുണ്ട്, അതിനേക്കാൾ ആ റേഞ്ച് വരുന്നുണ്ട്. പ്രൊഫഷണൽ ടാക്സ് നോക്കുവാണെങ്കിൽ അത് പ്രോഗ്രസീവ് ആണ്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ അതിന്റെ റേഞ്ച് കുറവാണ്. കാരണം എന്റെ ഒരു ഇൻകം സപ്പോസ് എന്റെ വാർഷിക വരുമാനം 2 ലക്ഷം ആണെന്ന് വെച്ചോ. 2 ലക്ഷം ആണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഇൻകം ടാക്സ് 2,500 ആയിരിക്കും. അല്ലെങ്കിൽ എന്റെ വാർഷിക വരുമാനം 10 ലക്ഷം എന്ന് വെച്ചോ, അപ്പോൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് 2,500 ആയിരിക്കും. പക്ഷെ എന്നെക്കാൾ കുറവുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർഷിക വരുമാനം ഒരു 1 ലക്ഷം താഴെയൊക്കെ ആണെങ്കിൽ അവർ കൊടുക്കേണ്ട റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. പെർ ഇയർ കൊടുക്കുന്ന ടാക്സ്. ഓക്കെ സാർ, മനസ്സിലായോ? പ്രൊഫഷണൽ ടാക്സ് ആയാലും
കാരണം എല്ലാവരും തുല്യമല്ല കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് 50,000 ഒക്കെ എല്ലാവർക്കും ഇൻകം ഉണ്ടെന്ന് വെച്ചോ, അവർ കൊടുക്കുന്ന എല്ലാം ഒരേ ടാക്സ് ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ താഴെ 15,000 ഒക്കെ ആണെങ്കിൽ അത്ര ടാക്സ് വരത്തില്ല അവർക്ക്. എനിക്ക് 1,250 മറ്റമാണ് ലോവസ്റ്റ് എമൗണ്ട് വരുന്നത്. സോ ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്? ഞാൻ അതിലേക്ക് വരിക. പറയുന്ന പീരീഡ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പീരീഡ് ആണോ സാർ, അതോ ഈ പറയുന്ന അല്ല, ടാക്സ് അതിന് മുന്നേ ഉള്ള പീരീഡ് പറയാം സാർ. ഹാഡനല്ലേ ചോദിച്ചേ, ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ ഉണ്ടോ? ഇൻഡിപെൻഡൻസിന് മുന്നേ ഉണ്ടായിരുന്നോ? അപ്പോ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇൻകം തീരെ കുറവായിരുന്നല്ലോ, പക്ഷെ ടാക്സ് റേറ്റ് വളരെ ഹൈ ആയിരുന്നു. ബ്രിട്ടീഷ് പീരീഡിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. നോക്കുവാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ, സാറ് പറഞ്ഞ പോലെ തന്നെ ബിഫോർ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സമയത്ത്, അല്ലെ ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹാസ് ഇമ്പോസ്ഡ് വേരിയസ് ടാക്സസ്. നമ്മൾ കേട്ട് കാണും, സെമീന്ദാരി സിസ്റ്റം കേട്ടില്ലേ? സെമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ്, then റയത്ത്വാരി സിസ്റ്റം, then മഹൽവാരി സിസ്റ്റം കേട്ടുണ്ടായിരിക്കുമല്ലോ. സെമീന്ദാരി, റയത്ത്വാരി, മഹൽവാരി, ഡിഫറെന്റ് ടാക്സ് ലോസ് കേട്ട് കാണും. സെമീന്ദാരി കൊണ്ടുവന്ന ആരാണ്? പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്ന ആരാണ്? Who was the Governor General who introduced Zamindari or permanent settlement? ആരായിരുന്നു? ലോർഡ് കോൺവാലിസ്. വെരി ഗുഡ്. ലോർഡ് കോൺവാലിസ് ആണ്. ലോർഡ് കോൺവാലിസ് ആണ് എന്ത് നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. റയത്ത്വാരിയോ? റയത്ത്വാരി കൊണ്ടുവന്ന ആരാ? റയത്ത്വാരി മദ്രാസ് റീജിയന് വരുന്നതാണ് റയത്ത്വാരി സിസ്റ്റം. ഫാമേഴ്സിനെ നേരിട്ട് കളക്ട് ചെയ്യുക. പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ സമീന്ദാർ കളക്ട് ചെയ്യും, എന്നിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. പെർമനന്റ് സെറ്റിൽമെന്റിനകത്ത്, റയത്ത്വാരിക്കകത്ത് ഫാമർ നേരിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് ചെയ്യണം. റയറ്റ് മീൻസ് ഫാമർ ആണ് റയറ്റ്. സോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് മൺട്രോ. വെരി ഗുഡ്. തോമസ് മൺട്രോ ആണ് അത് കൊണ്ടുവരുന്നത്. ദെൻ മഹൽവാരി കൊണ്ടുവരുന്ന ആരാ? മഹൽവാരി. ആ മഹൽവാരി വരുന്നത് സെമീന്ദാരി നോക്കുമ്പോൾ നമ്മുടെ നോർത്തേൺ പോർഷൻ അല്ലെങ്കിൽ ബംഗാൾ റീജിയൻ വരുന്നതാണ്. വെസ്റ്റേൺ ഈസ്റ്റേൺ പോർഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ബംഗാൾ റീജിയൻ വരുന്നതാണ് ഈ പറഞ്ഞ സെമീന്ദാരിയൊക്കെ. ഈ പറഞ്ഞ മഹൽവാരി പറയുമ്പോൾ ഈസ്റ്റേൺ റീജിയൻ ഉണ്ട്, അതുപോലെ UP റീജിയനിലൊക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞ മഹൽവാരി. മഹൽവാരി കൊണ്ടുവന്ന ആരാണ്? ഇറ്റ് വാസ് ഹോൾട്ട് മക്കൻസി. ഹോൾട്ട് മക്കൻസി ആണ് കൊണ്ടുവരുന്നത്. ഹോൾട്ട് മക്കൻസി. ആൻഡ് യു ക്യാൻ സീ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്ത ഈ എല്ലാ ടാക്സുകളും, റയത്ത്വാരി ആയാലും മഹൽവാരി ആയാലും സെമീന്ദാരി ആയാലും, ഈ എല്ലാ ടാക്സുകളും യു ക്യാൻ സീ ഇറ്റ് ഹാസ് ഇമ്പാക്റ്റഡ് ദ പൂറർ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. പ്രത്യേകിച്ച് ഫാമേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്രിട്ടീഷ് റൂൾ സമയത്ത് അല്ലെങ്കിൽ കൊളോണിയൽ ഗവൺമെന്റ് സമയത്ത് ഇന്ത്യയില് ദർ ആർ ഇംഗ്ലീഷ് ഓഫീസേഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ഓഫീസേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ സെമീന്ദാർസ് ഉണ്ട്. സോ ദർ ആർ സം റിച്ച് ക്ലാസ് ഓഫ് പീപ്പിൾ ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ ഇവരുടെ മേലുള്ള നികുതി എന്താ? ഒന്നുകിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ തുച്ഛമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വൈറ്റ് ക്ലാസ് ഓഫ് പീപ്പിൾ, നമ്മൾ പറയുന്ന ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഓർ ബ്രിട്ടീഷ് ഈ പറഞ്ഞ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആയിട്ടുള്ള ആളുകൾ, കൊളോണിയൽ ആളുകൾ, ഇവരുടെ മേലെ എന്തായിരുന്നു? ലോ ടാക്സ് ചുമത്തിയിരുന്നത്. അവർക്ക് നികുതി ഇല്ല. ഒന്നുകിൽ വളരെ കുറച്ച് നികുതി ആയിരിക്കും, അല്ലെങ്കിൽ നികുതി ഇല്ല. സോ നോക്കുമ്പോ rich people were taxed less while poor people were taxed more. Community were having high tax. അവരുടെ ഒരു വർഷത്തെ ഇൻകത്തിന്റെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉൽപ്പന്നത്തിന്റെ വലിയൊരു ഷെയർ ടാക്സ് ആയിട്ട് ഗവൺമെന്റ് കളക്ട് ചെയ്തിരുന്നു ഡ്യൂറിങ് ദിസ് മഹൽവാരി ആയാലും സെമീന്ദാരി ആയാലും റയത്ത്വാരി ആയാലും. സോ നോക്കുവാണെങ്കിൽ ഇന്ത്യയില് വി ഹാഡ് ദ എക്സ്പീരിയൻസ് ഓഫ് റിഗ്രസീവ് ടാക്സേഷൻ. We had the experience before colonial rule അല്ലെങ്കിൽ ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ റെഗ്രസീവ് ടാക്സേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വി ആർ നോട്ട് ഫോളോയിങ് ദിസ് പ്രാക്ടീസ്. ഇന്ത്യയില് ഇൻകം ടാക്സ് വന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് വരുന്നത് 1860 സമയത്താണ്. 1860 ഇൻകം ടാക്സ് വരുന്നത്. ആൻഡ് ആദ്യമായിട്ട് വരുന്ന ആ സമയത്താണ്. സോ ആ സമയത്തായാൽ പോലും പാവപ്പെട്ടതിന് മേലെയാണ് എന്ത് ഉയർന്ന നികുതികൾ വരുന്നത്. പണക്കാരുടെ മേലുള്ള നികുതി വളരെ കുറവായിരുന്നു. സോ അതൊരു ചലഞ്ചായിരുന്നു. ആൻഡ് ഇപ്പൊ പറയുകയാണെങ്കിൽ കറന്റ്ലി none of the countries are
ഫോളോയിങ് ദിസ് ടൈപ്പ് ഓഫ് ടാക്സേഷൻ. അതുപോലെ നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, നോർവേ, സ്വിറ്റ്സർലാൻഡ് പോലുള്ള സ്കാൻഡിനേവിയൻ നേഷൻ ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന സ്കാൻഡിനേവിയൻ നേഷൻസ്, പ്രത്യേകിച്ച് എല്ലാ സൂചികയിലും ഉയർന്ന റാങ്ക് വരുന്ന ഫസ്റ്റ് റാങ്ക്, ഒരു ഫസ്റ്റ് 10% നോക്കുമ്പോൾ നോർവേ, ഫിൻലൻഡ്, ഈ പറഞ്ഞ ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളായിരിക്കും. സോ യു ക്യാൻ സി സ്കാൻഡിനേവിയൻ നേഷൻസ് ഇവിടെ പണ്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ പോലെ സ്കാൻഡിനേവിയൻ നേഷൻസിലും ഇതുപോലുള്ള റിഗ്രസീവ് ടാക്സേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഈ ടാക്സേഷൻ ഡസ് ഇറ്റ് ഹാവ് എനി ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ്? മനുഷ്യത്വപരമായി എന്തെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് ഇതിന് ഉണ്ടാവുമോ? നോക്കുക, പാവപ്പെട്ടവന് മേലെ എന്ത് ചെയ്യുന്നു? അവന്റെ തുച്ഛമായ വരുമാനത്തിൽ ഉയർന്ന ശതമാനം ഗവൺമെന്റ് ടാക്സ് ഈടാക്കുകയാണ്. എന്നാൽ പണക്കാരന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? തുച്ഛമായ ഗവൺമെന്റ് ടാക്സ് ഈടാക്കുകയാണ്. സോ ഈ പറഞ്ഞ റിഗ്രസീവ് ടാക്സേഷനിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഡസ് ദിസ് ടാക്സേഷൻ ഹാസ് എ ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ്? ഉണ്ടോ? ഇല്ല, തീർച്ചയായും ഇല്ല. അപ്പൊ ചോദിക്കട്ടെ, എങ്ങനെയായിരിക്കാം സ്കാൻഡിനേവിയൻ നേഷൻസിലൊക്കെ ഈ പറഞ്ഞ ടാക്സേഷൻ പണ്ട് നടപ്പിലാക്കിയത്? ഇതിന് കാരണം കാണുമല്ലോ, ചുമ്മാ ചെയ്യത്തില്ല. എന്തിനായിരിക്കാം? ഒരു കാരണം പറയുകയാണെങ്കിൽ കാരണമുണ്ട്. ഒരു കാരണം പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറയാണ്, പാവപ്പെട്ട ആളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? യു ഹാവ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് ഇപ്പൊ ഇൻകം കുറവാണ്, തുച്ഛമായ വരുമാനമാണുള്ളത്. തുച്ഛമായ വരുമാനമുള്ള നിങ്ങൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ അധ്വാനിക്കുക. അധ്വാനിച്ച് നിങ്ങളുടെ വരുമാനം നിങ്ങൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. സോ യു ഹാവ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. വരുമാനം വർദ്ധിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ടാക്സ് ഇൻസെന്റീവ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? നികുതിയുടെ റേറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നികുതിയുടെ ഇൻസെന്റീവ് ലഭിക്കുന്നതായിരിക്കും. സോ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് പീപ്പിൾ in poor section of poor class of people, they have to work hard and increase their income so as to get the tax benefit. ഈ നികുതിയുടെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഒരു ഉദ്ദേശം. വേറൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ പറഞ്ഞു പാവപ്പെട്ടൻ എന്ത് ചെയ്യണം, പണക്കാരൻ എന്ത് ചെയ്യണ്ട? പണക്കാരൻ ഉയർന്ന നികുതി തരണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് എമൗണ്ട്, നിങ്ങളുടെ വരുമാനത്തിന്റെ, നിങ്ങളുടെ ഇൻകത്തിന്റെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഞങ്ങൾ വാങ്ങുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നേ? കുറച്ച് എമൗണ്ട് നിങ്ങളുടെ നികുതി വാങ്ങുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള എമൗണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ റിച്ച് പീപ്പിൾ, അവർക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ്, അവർക്ക് കിട്ടുന്ന നികുതിയുടെ ബെനിഫിറ്റ് എന്ത് ചെയ്യുക? സേവ് ചെയ്യുകയും അതേപോലെ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. സോ എക്കണോമിയുടെ വളർച്ചയിൽ എന്ത് ചെയ്യുക? പങ്കാളിയാകുക. ആര്? റിച്ച് സെക്ഷൻ ഓഫ് പീപ്പിൾ. സോ റിച്ച് സെക്ഷൻ ഓഫ് പീപ്പിൾ ലോ ടാക്സ് ലെവി ചെയ്യുന്നു. ആ ലോ ടാക്സ് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും അത് സേവ് ചെയ്യുകയും ചെയ്യുക. ആൻഡ് സേവിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവാം? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം. അതുപോലെ ഇവർക്ക് സ്വമേധ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റും ചെയ്യാം. സോ ഈ രണ്ട് ഉദ്ദേശമാണ് റിഗ്രസീവ് ടാക്സേഷൻ അതിന് ന്യായീകരണമായിട്ട് പല ഗവൺമെന്റുകളും പറഞ്ഞത്. ആൻഡ് ഇപ്പൊ പറയുകയാണെങ്കിൽ none of the government is following. കാരണം ഐ സെർച്ച്, ഞാൻ നോക്കിയിരുന്നു, കറന്റ്ലി none of the government is following this type of taxation. എന്നാൽ നമ്മുടെ എക്കണോമിയിലെ ചില നികുതികൾ, ഓക്കെ, ഞാൻ പറഞ്ഞു, when we are looking into regressive taxation example, regressive taxation example നോക്കുമ്പോൾ ഇപ്പൊ നിലവിലൊന്നുമില്ല. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ചില നികുതികൾ എന്ത് കാണിക്കുന്നുണ്ട്? റിഗ്രസീവ് നേച്ചർ കാണിക്കുന്നുണ്ട്. അതായത് പുവർ ഈസ് മോർ അഫക്റ്റഡ് കമ്പയർഡ് ടു റിച്ച്. നമ്മുടെ പാവപ്പെട്ടവൻ കൂടുതൽ ബാധിക്കപ്പെടുന്നു. ഒരു പണക്കാരനെ അപേക്ഷിച്ച് പാവപ്പെട്ടവൻ കൂടുതൽ ബാധിക്കപ്പെടുന്നു. അങ്ങനെ ചില ടാക്സുകൾ ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ പാളിഞ്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ച കഥ ഓർമ്മ ഉണ്ടാവല്ലോ. സോ ഞാൻ പാളിഞ്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ചു. കടയിൽ പോയിട്ട് പാളിഞ്ചി ബിസ്ക്കറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ്. ആൻഡ് ഈ ബിസ്ക്കറ്റിന്റെ വില 20 രൂപയാണ്. ആൻഡ് ഈ 20 രൂപയ്ക്ക് മേലെ 1 രൂപയാണ് എന്ത്?
ഞാൻ കൊടുക്കുന്ന ടാക്സ് അല്ലെങ്കിൽ GST, ചരക്ക് സേവന നികുതി ഉണ്ടല്ലോ. ഈ പറഞ്ഞ 20 രൂപ എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവ് ഓഫ് GST ആണ്. ഇൻക്ലൂസീവ് ഓഫ് GST ആണ് 20 രൂപ. ആ പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റിന്റെ വില 20 രൂപ എന്ന് പറയുമ്പോൾ ടാക്സ് ഉൾപ്പെടെയാണ്. ആ ടാക്സ് എത്രയാണ്? എത്രയാണ്? 1 രൂപയാണ് ഞാൻ ഈ ബിസ്ക്കറ്റിന് വില കൊടുത്ത നികുതി. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? പാളി ബിസ്ക്കറ്റ് വാങ്ങിച്ചു ആൻഡ് ആ ബിസ്ക്കറ്റിന് മേലെ 1 രൂപ നികുതി കൊടുത്തു. ഞാൻ ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അംബാനി, നമ്മുടെ മുകേഷ് അംബാനി അതൊരു പോവായിരുന്നു. പുള്ളിക്കാരനൊരു ആഗ്രഹം, എന്ത്? കാരണം ഞാൻ കഴിക്കുവാണല്ലോ. ഞാൻ എന്ത് ചെയ്തു? പുള്ളിക്കാരനും കടയിൽ പോയി. പുള്ളിക്കാരനും കടയിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ചു ഇതേ ബിസ്ക്കറ്റ് പുള്ളി വാങ്ങിച്ചു, 20 രൂപയുടെ ബിസ്ക്കറ്റ്. ആൻഡ് ഹി ഈസ് ആൾസോ പേയിങ് ദ സെയിം എമൗണ്ട് ഓഫ് ടാക്സ്. ഞാൻ കൊടുത്ത പോലെ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? 1 രൂപയാണ് ടാക്സ് കൊടുത്തത്. എന്തിന്? ബിസ്ക്കറ്റിന്. ഇനിയാണ് കളി. സോ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, അംബാനി ബിസ്ക്കറ്റ് വാങ്ങിച്ചു, രണ്ടുപേരും 1 രൂപ ടാക്സ് കൊടുത്തു. ഇനിയും ഞങ്ങൾ കൊടുത്ത ഈ ടാക്സിനെ വെൻ വി ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് അവർ ഇൻകം, ഞങ്ങൾ കൊടുത്ത ഈ ടാക്സ് എമൗണ്ടിനെ ഞങ്ങളുടെ ഇൻകത്തിന്റെ റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദ മാജിക്. നോക്കൂ, വിഷ്ണു ആൻഡ് സപ്പോസ് എന്റെ വരുമാനം 100 രൂപ എന്ന് വിചാരിക്കാം. എന്റെ ഇൻകം 100 രൂപയാണ്, വാർഷിക വരുമാനം 100 രൂപയാണ്. ആൻഡ് ഞാൻ ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ ഐ ഹാവ് പെയ്ഡ് 1 rupees ആസ് ടാക്സ്. നോക്കുമ്പോ ഈ ടാക്സ് എമൗണ്ട് എന്റെ ഇൻകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്റെ ഇൻകത്തിന്റെ 1% ഞാൻ ടാക്സ് ആയിട്ട് പേ ചെയ്തത്. എന്നാൽ ഇനി അംബാനിയുടെ കേസ് എടുക്കും, മുകേഷ് അംബാനി. സോ മുകേഷ് അംബാനിയുടെ കേസ് എടുക്കുമ്പോൾ പുള്ളിയുടെ വരുമാനം 1,000,000,000 കിടക്കുകയാണ്. അന്നല്ല കിടക്കുകയാണ്. യു ക്യാൻ സി, ഈ പറഞ്ഞ മുകേഷ് അംബാനി ഇയാളുടെ കോടിക്കണക്കിന് രൂപയിൽ നിന്ന് ആണെന്ത് 1 രൂപ ടാക്സ് കൊടുത്തേക്കുന്നത്. ആൻഡ് വെൻ വി ആർ കമ്പയറിംഗ് ദ ടാക്സ് എമൗണ്ട് പെയ്ഡ് ബൈ അംബാനി വിത്ത് ഹിസ് ഇൻകം, അയാളുടെ വരുമാനമായിട്ട് ആ ടാക്സ് എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാം? എത്ര കൊടുത്തേക്കുന്നേ? 0.00000000 അങ്ങനെ കുറെ സീറോ ഒരു അവസാനം. അത്ര മാത്രമേ തെറ്റുള്ളൂ, പോയിട്ടുണ്ട്. സോ ഹിയർ യു ക്യാൻ സി, നമ്മൾ ഈ ടാക്സ് ഇമ്പോസ് ചെയ്തത്, ബിസ്ക്കറ്റിന്റെ മേലെ ടാക്സ് ഇമ്പോസ് ചെയ്തത് ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് വി കനോട്ട് സേ ദിസ് ഈസ് എ റിഗ്രസീവ് ടാക്സേഷൻ. അല്ലാതെ ഞാനിപ്പോ കടയിൽ പോയി, അയാൾ നോക്കുകയാണ്, ഇയാള് 100 രൂപ ഇൻകം ഉള്ളൂ, 1% ടാക്സ്. അംബാനി എത്ര കോടി വരുമാനമുണ്ട്, 1% ടാക്സ്. അങ്ങനെ ചുമത്തിയതല്ല. ഈ പറഞ്ഞ ബിസ്ക്കറ്റ് ആര് വാങ്ങിച്ചാലും, ഇപ്പൊ ഞാൻ വാങ്ങിച്ചാലും അംബാനി വാങ്ങിച്ചാലും നമ്മുടെ ക്ലാസ്സിലുള്ള അബ്ദുള്ള സാഹിബ് വാങ്ങിച്ചാലും നന്ദുമാ സാഹിബ് വാങ്ങിച്ചാലും എല്ലാവരും എന്താണ്? ഈ 1 രൂപ ടാക്സാണ് കൊടുക്കുന്നത്. സോ എവരിബഡി ഈസ് പേയിങ് ദ സെയിം എമൗണ്ട് ഓഫ് ടാക്സ്. പക്ഷേ വെൻ വി ആർ കമ്പയറിംഗ് ദ ടാക്സ് എമൗണ്ട് വിത്ത് ദീസ് പേഴ്സൺസ് ഇൻകം, ഈ വ്യക്തികളുടെ വരുമാനവുമായിട്ട് ഈ ടാക്സ് എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോഴാണെന്ത് നമുക്ക് കാണാൻ കഴിയുന്നത്? പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് കൂടുതൽ എമൗണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, പണക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പറയാം, ദീസ് ടൈപ്പ് ഓഫ് ടാക്സസ്, നമ്മുടെ GST, ചരക്ക് സേവന നികുതി എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് റിഗ്രസീവ് നേച്ചർ. റിഗ്രസീവ് നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. ബട്ട് വി കനോട്ട് കോൾ ദിസ് ആസ് എ റിഗ്രസീവ് ടാക്സേഷൻ. അതിന് കാരണം എന്താ? ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ടാക്സ് ചെയ്യുന്നത്. അതാണ് റീസൺ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് റിഗ്രസീവ് ടാക്സേഷൻ. അടുത്തതാണ് പോർഷണൽ ടാക്സ്. എന്താണ് പോർഷണൽ ടാക്സ്? സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രോഗ്രസീവ് വിച്ച് മീൻസ് കൂടുന്നു, റിഗ്രസീവ് വിച്ച് മീൻസ് കുറയുന്നു. അടുത്ത എന്താ? പ്രൊപ്പോർഷണൽ ടാക്സ്. എന്താണ് പ്രൊപ്പോർഷണൽ? അപ്പൊ എന്തായിരിക്കും? ഒന്ന് കൂടുന്നു, ഒന്ന് കുറയുന്നു. പ്രൊപ്പോർഷണൽ ഇപ്പൊ എന്തായിരിക്കും? എന്തായിരിക്കാം? കൂടുന്നില്ല, എന്തോ പറഞ്ഞു, ടാക്സ് ഈക്വൽ ടു ഇങ്ങനെയൊന്നല്ല, ടാക്സസ് റിമൈനിങ് കോൺസ്റ്റന്റ് ആയിരിക്കും. ടാക്സ് റേറ്റ്, നികുതി ശതമാനം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ നിങ്ങളുടെ വരുമാനം എന്തും ആയിക്കോട്ടെ, വ്യക്തികളുടെ വരുമാനം എന്തും ആയിക്കോട്ടെ, എല്ലാവരും സെയിം റേറ്റ് ഓഫ് ടാക്സ് എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. സോ ഗ്രാഫ് അങ്ങനെ വരും. എന്റെ ഇൻകം 10 രൂപ, ഒരാളുടെ 100 രൂപ, അടുത്ത ആളുടെ 1000 രൂപ.
അടുത്ത ആളുടെ 10,000 രൂപ. സോ എവറി പേഴ്സൺ, ഈ പറഞ്ഞ ABCD എല്ലാവരും എന്ത് പേ ചെയ്യും? സെയിം ടാക്സ് എമൗണ്ട് പേ ചെയ്യും, ടാക്സ് റേറ്റ് പേ ചെയ്യും. ടാക്സ് റേറ്റ് പേ ചെയ്യും, എമൗണ്ട് അല്ല, റേറ്റ് പേ ചെയ്യും. സപ്പോസ് 10%. സോ 10 രൂപ ഇൻകം ഉള്ള ആള് 1 രൂപ ടാക്സ് പേ ചെയ്യും. 100 ഇൻകം ഉള്ള ആള് 10% എന്ന് പറയുമ്പോൾ 10 രൂപ. 1000 രൂപ ഇൻകം ഉള്ള ആള് 10% എന്ന് പറയുമ്പോൾ 100 രൂപ. സോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ടാക്സ് എമൗണ്ട്, വി ആർ ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് ആണ്. നികുതി ശതമാനത്തെ പറ്റിയാണ് എന്ത് നമ്മുടെ കൺസേൺ. സോ ഹിയർ വി ക്യാൻ സി 10% ഈസ് കോൺസ്റ്റന്റ് ആണ്, അത് തുല്യമാണ്, അത് എപ്പോഴും എന്താ ഒരേപോലെ ഇരിക്കും. സോ ഈ എക്സാമ്പിൾ ആണ് നമ്മുടെ കമ്പനികളുടെ ആദായ നികുതി ഓർ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറയും. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഓർ കോർപ്പറേറ്റ് ടാക്സ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. കാരണം കോർപ്പറേറ്റ് ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് പറയാണ്. സപ്പോസ് ഇപ്പോ 25% പറയുന്നു. ആൻഡ് ഈ പറഞ്ഞ 25% ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ കമ്പനീസ് റെസ്പെക്റ്റീവ് ഓഫ് ദർ പ്രോഫിറ്റ്. അവരുടെ പ്രോഫിറ്റ് എത്ര ആയിക്കോട്ടെ, 10 കോടി ആയിക്കോട്ടെ, 100 കോടി ആയിക്കോട്ടെ, 1000 കോടി ആയിക്കോട്ടെ, അവർ കൊടുക്കേണ്ട ബേസ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്, അവർ കൊടുക്കേണ്ട ബേസ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എന്താണ്? സെയിം ആണ്. സോ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ക്യാൻ ബി കോൾഡ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ. ക്ലിയർ ആണോ? ഇനി ഇത് കൂടാതെ there is one more taxation. അത് പൊതുവിൽ കാണാൻ കഴിയില്ല. നിങ്ങളിപ്പോ നോട്ട് വായിക്കുമ്പോൾ, ഒരു ബുക്ക് വായിക്കുമ്പോൾ, സ്റ്റാൻഡേർഡ് ബുക്ക് ആയിക്കോട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ രമേശ് സിംഗോ അല്ലെങ്കിൽ വിവേക് സിംഗോ അല്ലെങ്കിൽ ശങ്കർ ഗണേശോ ഒക്കെ വായിക്കുമ്പോൾ പൊതുവിൽ ആ ടാക്സേഷനെ പറ്റി കാണണമെന്നില്ല. ബുക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കാണണമെന്നില്ല. ആ ടാക്സ് ആണ് ഡയഗ്രസീവ് ടാക്സേഷൻ. ഡയഗ്രസീവ് ടാക്സേഷൻ, ഡയഗ്രസീവ് ടാക്സേഷൻ. ഇതിന്റെ പ്രത്യേകത, ദിസ് ടാക്സേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രപ്പോർഷണൽ ആൻഡ് പ്രോഗ്രസീവ് ടാക്സേഷൻ. പ്രോഗ്രസീവിന്റെയും പ്രപ്പോർഷണലിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് ഡയഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇൻ ദിസ് ഡയഗ്രസീവ് ടാക്സേഷൻ ഇനിഷ്യലി വ്യക്തികളുടെ ഇൻകം കൂടുന്നതനുസരിച്ച്, ആളുകളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ്, ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്? ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ് എന്നാണ്. ടാക്സ് എമൗണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ടാക്സ് റേറ്റ് ഇൻ പെർസെന്റേജ്, നികുതി ശതമാനം എന്ത് ചെയ്യുന്നു? ഇനിഷ്യലി വർദ്ധിക്കും. ആൻഡ് ഒരു പരിധി കഴിഞ്ഞ് ആഫ്റ്റർ സം ടൈം ദിസ് ടാക്സ് റേറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഈ നികുതി ശതമാനം എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആവും. വിച്ച് മീൻസ് വി വിൽ ഗെറ്റ് എ കർവ് ലൈക്ക് ദിസ്. ആദ്യം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യുന്നു? അത് കോൺസ്റ്റന്റ് ആവുന്നു. സോ പ്രോഗ്രസീവ് ഉണ്ട്, പ്രൊപ്പോർഷണൽ ഉണ്ട്. ദിസ് ഈസ് പ്രോഗ്രസീവ് കർവ്, ദിസ് ഈസ് പ്രൊപ്പോർഷണൽ കർവ്. സോ പ്രോഗ്രസീവിന്റെയും പ്രൊപ്പോർഷണലിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത്? ഈ പറഞ്ഞ ഡയഗ്രസീവ് ടാക്സേഷൻ. നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഒരു പരിധി കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡയഗ്രസീവ് ടാക്സ്. കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഈ ടാക്സ് റേറ്റുകൾ കോൺസ്റ്റന്റ് ആവുന്നുണ്ട്. ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റന്റ് ആവുന്നുണ്ട്. സോ വി ക്യാൻ കോൾ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ഡയഗ്രസീവ് ടാക്സ്. പക്ഷെ പറയട്ടെ, എക്സാം ചോദിക്കുന്ന വെച്ചോ, നിങ്ങളുടെ എക്സാമിന് ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഏത് ടൈപ്പ് ഓഫ് ടാക്സേഷൻ ആണ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ക്ലിയർലി മാർക്ക് പ്രോഗ്രസീവ് ടാക്സേഷൻ. കാരണം അത് ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇന്ത്യൻ ടാക്സേഷൻ ഈസ് പ്രോഗ്രസീവ് നേച്ചർ. ദാറ്റ് ഈസ് ദ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. നമ്മുടെ എക്കണോമിക് സർവേയില്, നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടില് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇന്ത്യയിലെ ഇൻകം ടാക്സ് പ്രോഗ്രസീവ് നേച്ചർ ആണ്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വി ക്യാൻ ക്ലിയർലി മാർക്ക് പ്രോഗ്രസീവ് ടാക്സേഷൻ. ആൻഡ് ഇൻ കേസ് PSC തെറ്റിക്കുന്ന വെച്ചോ, PSC പറയണല്ല പ്രോഗ്രസീവ് അല്ല ഡെഗ്രസീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ചാലഞ്ച്. നമുക്ക് എന്ത് ചെയ്യാം? സർക്കാർ ഡോക്യുമെന്റ് വെച്ച് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് പേടിക്കണ്ട. ഇൻ കേസ് എക്സാം ചോദിക്കാന്ന് വെച്ചോ, വിച്ച് ടൈപ്പ് ഓഫ് ടാക്സേഷൻ വി ആർ ഫോളോയിങ്, യു ക്യാൻ ക്ലിയർലി മാർക്ക് progressive taxation. Okay. So that is about the type of taxation. Here you can see the curve, progressive taxation. ഞാൻ പറഞ്ഞല്ലോ ഇൻകം ടാക്സിനെ പ്രോഗ്രസീവ് എന്ന് വിളിക്കാം, സോ ഡയഗ്രസീവ് വിളിക്കാം.
Example for digress എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡയഗ്രസിന്റെ എക്സാമ്പിൾ ആണ്. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ടാക്സ് റേറ്റുകൾ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ ഇല്ല ഇന്ത്യയിൽ. ഇൻകം ടാക്സിന്റെ എക്സാമ്പിൾ മാത്രമേ പറയാൻ പറ്റൂ. സോ പ്രോഗ്രസീവ് ടാക്സേഷൻ, then regressive taxation, then proportional taxation. Hello? Am I audible? Hello? Please respond. Okay. Yes. So again that error ഉണ്ടായി. ഓക്കെ ആണല്ലോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു. സോ നമ്മൾ പറഞ്ഞു വന്നത് ടൈപ്സ് ഓഫ് ടാക്സേഷൻ ആയിരുന്നു. സോ സോറി കേട്ടോ, ഞാനത് മനഃപൂർവ്വം അല്ല, ഞാനത് ഓൺ ആക്കാൻ വിട്ടുപോയി. ഞാനത് കാരണം അയൺ ബോക്സ് ഉപയോഗിച്ച് ഞാൻ ഓഫ് ആക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ പവർ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാലേ പെട്ടെന്ന് അത്ര ലോഡ് പറ്റണമെന്നില്ല ഇൻവെർട്ടറിന്. അപ്പൊ അത് ചിലപ്പം അതിന്റെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ കാരണമാവും. അതുകൊണ്ട് ഞാൻ ഓഫ് ആയിട്ട് തിരിച്ച് ഓൺ ആക്കാനായിട്ട് ഞാൻ വിട്ടുപോയി, മറന്നേ പോയി. അപ്പൊ കറണ്ട് പോയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. സോ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ടൈപ്സ് ഓഫ് ടാക്സേഷൻ ആയിരുന്നു. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഏതൊക്കെയാ? പ്രോഗ്രസീവ് ടാക്സേഷൻ, എക്സാമ്പിൾ ഇൻകം ടാക്സ് പറയാം. ദെൻ റിഗ്രസീവ്, ഇപ്പോഴില്ല, മുൻപുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടാക്സസ് റിഗ്രസീവ് ടാക്സേഷൻ ആയിരുന്നു. ആൻഡ് അതിനുശേഷം പ്രൊപ്പോർഷണൽ, എക്സാമ്പിൾ പറയുമ്പോൾ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഉണ്ട്. ദെൻ ഡയഗ്രസീവ്, എക്സാമ്പിൾ പറയുമ്പോൾ ഇനി ഇൻകം ടാക്സ് വി ക്യാൻ കോൾ ദാറ്റ് ആസ് എ ഡയഗ്രസീവ് ടാക്സേഷൻ. പക്ഷെ പറയട്ടെ, ഈ നോർമൽ കേസിൽ ഇൻകം ടാക്സിനെ പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ യു ക്യാൻ സീ എൻ എക്സാമ്പിൾ. ഒരു ടേബിളർ റെപ്രസെന്റേഷൻ കാണാൻ നിങ്ങൾക്ക് നോക്കൂ. ഇൻ ദ കേസ് ഓഫ് പ്രോഗ്രസീവ് ടാക്സ് റേറ്റ് ഉണ്ടോ? 1, 2, 3 എന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ യു ക്യാൻ സീ വെൻ ഇൻകം ഇൻക്രീസസ്, tax rate in percentage increases in the case of progressive taxation. Proportional ആകുമ്പോൾ you can see the rate of tax is constant. Regressive ആകുമ്പോൾ rate is decreasing. 1, 0.2, 0.03 എന്ന് പറഞ്ഞ ടാക്സ് റേറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. Then digressive tax you can see initially 5, then 6, then throughout 6. So 1 5 6 then അവിടുന്ന് കുറച്ചിലായിട്ട്. So rate of tax initially increase ചെയ്യുന്നു. After that the tax rate remain constant. So that is about types of taxation. And now you can see a question. Which of the following is a progressive tax structure? ഏതാണ്? You can comment the answer. Please comment. ഏതാണ് ആൻസർ? Answer is tax income increases as tax rate increases as income increases. So വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് നികുതി ശതമാനം വർദ്ധിക്കുന്നു. സോ ഓപ്ഷൻ ബി ആണ് the right answer. Tax rate increases as income increases. B is the right answer. ഇനി ടാക്സ് റേറ്റ് ഡിക്രീസസ് എന്താണ്? ടാക്സ് റേറ്റ് ഡിക്രീസസ് എന്താണ്? ഏതാണ്? ഏത് ടൈപ്പ് ഓഫ് ടാക്സേഷൻ ആണ്? ടാക്സ് റേറ്റ് ഡിക്രീസസ്. വാട്ട് ഈസ് സി? സി എന്താ?
ടാക്സ് ഡിക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? ഇറ്റ് ഈസ് റിഗ്രസീവ് ആണ് അല്ലേ? റിഗ്രസീവ് ടാക്സ്. വെരി ഗുഡ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Progressive taxation refers to the decreasing rate of taxation with increasing values or volume on which tax is levied. So, progressive taxation എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ടാക്സിൽ കുറയുന്ന അവസ്ഥയാണ്. വലുതിൽ നിന്ന് താഴേക്ക് കുറയുന്നു. എപ്പോ? ഓൺ ഇൻക്രീസിങ് വാല്യൂസ് ഓർ വോളിയം ഓൺ വിച്ച് ടാക്സ് ഇസ് ലെവിഡ്. സോ അതെന്താണ് വാല്യൂസ് ഓർ വോളിയം ഓൺ വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മെയിൻലി റെപ്രസെന്റ്സ് നമ്മുടെ ഇൻകം ഉദ്ദേശിക്കുന്നത്. ഏതിന് മേലെയാണ് ടാക്സ് വരുന്നത് അതാ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോ പ്രോഗ്രസീവ് ടാക്സേഷൻ refers to decreasing rate of taxation with increasing values or volume on which tax levied എന്ന് പറയുമ്പോൾ the statement is wrong. കാരണം എന്താ? പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ increasing ആണ്. It is not decreasing. So we can see first statement എന്താ? തെറ്റാണ്. Then second, progressive taxes can help in reducing inequalities of income and wealth by lowering high income groups disposable income. So second statement എന്ത് പറയുന്നു? ശരിയാണോ? Progressive taxes can help in reducing inequalities of income. വരുമാനത്തിലുള്ള അന്തരം കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്ത്? പ്രോഗ്രസീവ് ടാക്സ്. എങ്ങനെ? ബൈ ലോവറിങ് ഹൈ ഇൻകം ഗ്രൂപ്പ്സ് ഡിസ്പോസിബിൾ ഇൻകം. സോ നോക്കുക, രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. സപ്പോസ് പുവർ പീപ്പിൾ ആൻഡ് റിച്ച് പീപ്പിൾ ഹു ആർ ഹാവിംഗ് ഹൈ ഇൻകം ആൻഡ് ഹൈ വെൽത്ത്. ആൻഡ് വരുമാനം കൂടുമ്പോൾ എന്ത് ചെയ്യുവാണ്? വരുമാനം കൂടുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? റിച്ച് പോപ്പുലേഷന് മേലെ ഹൈ ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്യുന്നു. സോ പാവപ്പെട്ടതിന് മേലെ എന്താണ്? ടാക്സ് കുറവാണ്, അല്ലെങ്കിൽ negligible tax ആണ്. Either no tax or low tax. And here you can see when government is levying high tax on high income people, ഉയർന്ന വരുമാനമുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മേലെ ഉയർന്ന നികുതി ചുമത്തുമ്പോൾ എന്താ ഉണ്ടാവുന്ന ഇവിടെ? We can see their disposable income reduces. അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന വരുമാനം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഓർമ്മയുണ്ടോ? ഇന്ന് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ഇൻകം ടാക്സ് പ്ലസ് നോൺ ടാക്സ് പേയ്മെന്റ്. ഓർമ്മയുണ്ടോ പറഞ്ഞ ഇക്വേഷൻ? സോ എന്താ പറഞ്ഞേ? ഈ ടാക്സ് കൂടുമ്പോ അവർക്ക് ചിലവ് കഴിയുന്ന തുക കുറയും. അത് മാത്രമല്ല, ഇറ്റ് ക്യാൻ റെഡ്യൂസ് ഇനിക്വാലിറ്റീസ് ഇൻ ഇൻകം. കാരണം എന്താ? ഇയാളുടെ ഇത്ര ഇൻകം സർക്കാർ അങ്ങ് കൊണ്ടുപോയി, ബാക്കി എത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. സോ ഈ റിച്ച് പുവർ ഡിവൈഡ്, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം അത് എന്ത് ചെയ്യും? കുറയും. മുൻപ് അധികം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ? അത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ആൻസർ എന്ത് വരും അപ്പോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ആൻസർ വിൽ ബി ബി. 2 ഒള്ളിയാണ് ആൻസർ. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? Is that clear? Okay. Yes. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും? Any doubt? Any doubt till now? ഇല്ല. So we can go to the next topic. That is 4 canons of taxation by Adam Smith. സോ ഒരു നല്ല നികുതി സമ്പ്രദായത്തിന് ഉണ്ടാവേണ്ട 4 പില്ലേഴ്സ്, അതാണ് 4 canons of taxation എന്ന് പറഞ്ഞ. സോ whenever a government is imposing tax, നമ്മുടെ സർക്കാർ നികുതി ചുമത്തുകയാണെങ്കിൽ ആ സമയത്ത് സർക്കാർ ഫോളോ ചെയ്യേണ്ട ചില ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ നിയമങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പില്ലേഴ്സ്, അതാണെന്ത്? കാനൺസ് ഓഫ് ടാക്സേഷൻ എന്ന് പറഞ്ഞ. ഈ ഒരു തിയറി കൊണ്ടുവന്നത് സ്മിത്ത് ആണ്. നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ടുള്ള സ്മിത്ത് ആണ് ഈ ഒരു കാനൺസ് ഓഫ് ടാക്സേഷൻ പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഹി സെഡ് ദാറ്റ്
A good tax should follow these 4 canons of taxation. And the first canon is canon of equity. എന്താണ്? Canon of equity. ഇത് പറയുന്നത് rich should be taxed more. എന്താണ്? Rich should be taxed more and poor should be taxed less. എന്താ മീനിങ്? പണക്കാരുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുക, പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ടാക്സ് കളക്ട് ചെയ്യുക. സോ there should be equality in taxation. നികുതി ചുമത്തുമ്പോൾ ഒരു ഈഗളിറ്റേറിയൻ വാല്യൂ, ഈഗളിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റി പ്രൊവിഷൻ സർക്കാർ എന്ത് ചെയ്യണം? ഒരു തുല്യത ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കണം. പണക്കാരൻ എന്ന് പറയുമ്പോൾ he is having more income, which means he is able to pay more tax. So ഈ വ്യക്തിക്ക് വരുമാനം കൂടുതലാണ്, വരുമാനം കൂടുതലാണെങ്കിൽ അയാൾക്ക് കൂടുതൽ നികുതി കൊടുക്കാൻ പ്രാപ്തരാണ്. എന്നാൽ പാവപ്പെട്ട എന്ന് പറയുമ്പോൾ അയാൾക്ക് വരുമാനം കുറവാണ്, ഹിസ് ഡിസ്പോസിബിൾ ഇൻകം ഈസ് ലെസ്. അതിന് മേലെ സർക്കാർ ഇനിയും ടാക്സ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്താ? ഒരു എക്സ്ട്രാ ബർഡൻ ആയിരിക്കും. സോ റിച്ച് ഷുഡ് ബി ടാക്സ്ഡ് മോർ ആൻഡ് പുവർ ഷുഡ് ബി ടാക്സ് ലെസ്. അതാണ് കാനൺ ഓഫ് ഇക്വിറ്റി എന്ന് മീൻ ചെയ്യുന്നത്. ആൻഡ് അടുത്ത കാനൺ ആണ് കാനൺ ഓഫ് സെർട്ടനിറ്റി. വെനെവർ എ ഗവൺമെന്റ് ഈസ് അനൗൺസിങ് എ ടാക്സ്, ഒരു ടാക്സ് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുമ്പോൾ ആ ടാക്സ് ഡീറ്റെയിൽസ് കൃത്യമായി ഗവൺമെന്റ് പബ്ലിക്കിന് അവൈലബിൾ ആക്കണം. സോ ഗവൺമെന്റ് വെനെവർ എ ഗവൺമെന്റ് ഈസ് അനൗൺസിങ് ടാക്സ്, ഒരു പുതിയ ടാക്സ് അനൗൺസ് ചെയ്യുമ്പോൾ the government should clearly mention or clearly make it available to the people the details of taxation. ഉദാഹരണം പറയുമ്പോൾ ഇൻകം ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്യുകയാണ്. സോ ഇൻകം ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്യുമ്പോൾ എത്ര ഇൻകം ടാക്സ്, എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഉള്ള ആളുകൾ കൊടുക്കണം, എത്ര ഇൻകം ഉള്ള ആളുകൾ കൊടുക്കണം, അതുപോലെ എത്ര എമൗണ്ട് കൊടുക്കണം, എന്ന് കൊടുക്കണം. സോ ഓൾ ഡീറ്റെയിൽസ് ആർ മെയ്ഡ് അവൈലബിൾ ബൈ ദ ഗവൺമെന്റ്. എന്ന് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്ര എമൗണ്ട് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം എന്താണ്? സർക്കാർ പബ്ലിക്കിന് അവൈലബിൾ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണുന്ന രീതിയിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? കാനൺ ഓഫ് സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ there should be certainty. അല്ലാതെ സർക്കാർ പറയാണ് ഇൻകം ടാക്സ് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട്, എത്ര ശതമാനം എന്നെല്ലാം കൃത്യമായി ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. there is certainty of different provisions of tax. അതല്ലാതെ സർക്കാർ ടാക്സ് ഇറക്കുന്നു, ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല, തോന്നിയപടിയിൽ ഓരോരുത്തർക്ക് ഓരോ ടാക്സ്. അതെന്താണ്? കാനൺ ഓഫ് സെർട്ടനിറ്റി ഫോളോ ചെയ്യുന്നില്ല. എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഡേറ്റ അവൈലബിൾ ആയിരിക്കണം. ഒരു ഇൻഫോർമൽ ഡിസിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എല്ലാവർക്കും ഡേറ്റാസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് കാനൺ ഓഫ് സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് കാനൺ ഓഫ് കൺവീനിയൻസ്. സോ കൺവീനിയൻസ് പറഞ്ഞാൽ എന്താ? കൺവീനിയൻസ് നമുക്കുള്ള സൗകര്യമാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇൻകം ടാക്സ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യയിൽ ഇൻകം ടാക്സ് എടുക്കുമ്പോൾ കറന്റ്ലി ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് ലോട്ട് ഓഫ് കൺവീനിയന്റ് മെഷേഴ്സ് so that people can pay income tax to the government. സർക്കാരിലേക്ക് ഇൻകം ടാക്സ് അടയ്ക്കാനായിട്ട് നിരവധി മെഷേഴ്സ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻകം ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം? മന്ത്ലി വേണേൽ അടച്ചു പോവാം. ഓരോ മാസവും കുറേശ്ശെ അടച്ച് നമുക്ക് ഇൻകം ടാക്സ് പേ ചെയ്യാം. അതുപോലെ ക്വാർട്ടർലി വേണേൽ അടയ്ക്കാം, 3 മാസം കൂടുമ്പോൾ അടച്ചു പോവാം. അല്ലെങ്കിൽ ഹാഫ് ഇയർലി അടച്ചു പോവാം, 6 മാസം വെച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ ഇയർലി തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരുമിച്ച് അടയ്ക്കാം. അത് മാത്രമല്ല, വി ക്യാൻ മേക്ക് ദ പേയ്മെന്റ് ഓൺലൈൻ. നമുക്ക് എന്ത് ചെയ്യണ്ട? ഓഫ്ലൈൻ പേയ്മെന്റ് വേണ്ട, ഓൺലൈനായിട്ട് തന്നെ എന്ത് ചെയ്യാം? ഓൺലൈൻ വഴി തന്നെ നമുക്ക് പേയ്മെന്റ് നടത്താം. അതുപോലെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. വിച്ച് മീൻസ് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ഇൻകം ടാക്സ് കുറച്ച് എന്ത് ചെയ്യാം? നമുക്ക് വാങ്ങാം. സോ ദർ ആർ ഡിഫറെന്റ് കൺവീനിയന്റ് മെഷേഴ്സ് സോ ദാറ്റ് ഈ പറഞ്ഞ ടാക്സ് ആൾക്കാർക്ക് അടയ്ക്കാൻ കഴിയണം. സോ നേരെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ കേരളത്തില് ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ സർക്കാർ പറയാണ് ഇനി മുതൽ കേരളത്തിലുള്ള എല്ലാ ആളുകളും ട്രിവാൻഡ്രത്ത് വന്ന് ടാക്സ് അടയ്ക്കുക. ട്രിവാൻഡ്രത്ത് വന്നിട്ട് എന്ത് ചെയ്യുക? ഇൻകം ടാക്സ് ഓഫീസിൽ വന്ന് ടാക്സ് അടയ്ക്കുക. അല്ലാതെ ബാക്കി ഇവിടെ അടയ്ക്കാൻ പറ്റത്തില്ല. ആൻഡ് they have to pay tax by ഓഫ്ലൈൻ ഉള്ളി. ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. അത് മാത്രമല്ല, നമ്മൾ ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഫോം വരും. നിങ്ങൾക്ക്
ഒരു ബുക്ക്ലെറ്റ് എടുത്ത് തരുവാണ്, അതെല്ലാം ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം എന്ന് പറയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഗിവിംഗ് കൺവീനിയൻസ്. നമുക്കൊരു കൺവീനിയൻസ് ഒരുക്കുന്നില്ല, ഒരു സൗകര്യം ഒരുക്കുന്നില്ല. സോ അത് അങ്ങനെ ഒരു ബന്ധം വെച്ചു. whenever a person is facing inconvenience, ആൾക്കാര് ആ ടാക്സ് അടയ്ക്കാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുത്തില്ല. അവരെന്ത് ചെയ്യുന്നില്ല, അവരെ മോട്ടിവേറ്റ് ചെയ്യില്ല, മറിച്ച് ടാക്സ് അടയ്ക്കാനായിട്ട് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യും. കാരണം എന്താ, ഈ ടാക്സ് അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ മെനക്കേടാണ്, ട്രിവാൻഡ്രത്ത് വരണം, ട്രിവാൻഡ്രത്ത് വന്ന് ഓഫ്ലൈൻ ക്യാഷ് അടയ്ക്കണം, അതുപോലെ ഫോം എല്ലാം ഫില്ല് ചെയ്യണം, കുറെ ഫോം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഗവൺമെന്റ് ടാക്സ് ലെവി ചെയ്യുമ്പോൾ, ഒരു ടാക്സ് ചുമത്തുമ്പോൾ കൺവീനിയൻസ് ഒരുക്കുന്നത് എന്ത് ചെയ്യുക, ഗവൺമെന്റ് ഉറപ്പുവരുത്തുക. അതാണ് കാനൺ ഓഫ് കൺവീനിയൻസ്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് കാനൺ ഓഫ് എക്കണോമി. കാനൺ ഓഫ് എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടാക്സ് ഗവൺമെന്റ് ലെവി ചെയ്തു. ലെവി ചെയ്ത ശേഷം ഈ ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ചിലവുണ്ട്. കാരണം ഇപ്പൊ ഇൻകം ടാക്സ് എടുക്കുക, ഇൻകം ടാക്സ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു. സോ ഇൻകം ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ സം ഒഫീഷ്യൽസ് ഉണ്ട് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ, ഐ ഡി ഡിപ്പാർട്ട്മെന്റിൽ. ദർ ആർ ടാക്സ് ഒഫീഷ്യൽസ് ഹു ആർ കണ്ടിന്യൂസ്ലി പ്രോസസിങ് അവർ ഡേറ്റ. നമ്മൾ ഡേറ്റ പ്രോസസ് ചെയ്യുന്നു, നമ്മുടെ എല്ലാ അക്കൗണ്ടുകൾ പ്രോസസ് ചെയ്യുന്നു, പാൻ അക്കൗണ്ട് പ്രോസസ് ചെയ്യുന്നു. സോ ദർ ആർ സം ഒഫീഷ്യൽസ് ഹു ആർ വർക്കിംഗ് ത്രൂ ഔട്ട് ദ ടൈം. എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് ഉണ്ട്. ഇവരാണ് എന്ത്, ഈ പറഞ്ഞ ടാക്സുകൾ കൃത്യമായി അസസ് ചെയ്യുകയും അതുപോലെ ഇൻ കേസ് ഒരാൾ നികുതി വെട്ടിക്കുകയാണെങ്കിൽ അത് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടു കാണും, യൂട്യൂബേഴ്സിന്റെ, നമ്മുടെ കേരളത്തിലുള്ള യൂട്യൂബേഴ്സിന്റെ മേലെ ഒരു IT ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ഉണ്ടായിരുന്നു, ഓർമ്മ കാണും, കുറച്ച് നാൾക്ക് മുന്നേ. സോ ദേ ആർ പ്രോസസിങ്. ഇവർ നോക്കുകയാണ്, ഈ യൂട്യൂബേഴ്സിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കിട്ടുന്ന വരുമാനം, അവരെങ്ങനെ പൈസ ചിലവാക്കുന്നു, അതുപോലെ ഇവർ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് പ്രോസസ് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് സം കോസ്റ്റ് ഇൻവോൾവ് ഫോർ കളക്ടിങ് ടാക്സ് ആണല്ലോ. ഏതൊരു നികുതി ആണെങ്കിലും അത് കളക്ട് ചെയ്യണമെങ്കിൽ ഒരു ചെലവുണ്ട്, ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. സപ്പോസ് നമ്മുടെ സർക്കാരിന് ഒരു നികുതി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 കോടി രൂപ ചെലവാക്കാൻ വിചാരിച്ചു. 100 കോടി രൂപ ഗവൺമെന്റ് ചെലവാക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്, ഫോർ കളക്ടിങ് ദ ടാക്സ്. പക്ഷെ കിട്ടുന്ന വരുമാനം നോക്കുക, സപ്പോസ് 90 കോടിയാന്ന് വെച്ചു. 90 കോടിയാണ് കിട്ടുന്ന വരുമാനം, 100 കോടിയാണ് ചെലവാക്കിയത്. ദിസ് ഈസ് ദ കോസ്റ്റ് ഫോർ കളക്ടിങ് 90 crore. ഒന്ന് ആലോചിച്ച് നോക്കൂ, 90 കോടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 കോടി മുടക്കുന്നു. നമ്മുടെ പുലിവാൽ കല്യാണത്തിനകത്ത് കൊച്ചി ദീപ പറയുന്ന പോലെ, ഞാൻ ധാരാവി തരുന്ന കേട്ടുണ്ടോ, ഞാൻ ധാരാവി പോയിട്ട് അവിടുത്തെ ഡോണുമാർക്ക് 50,000 രൂപ കൊടുക്കും, അവരെന്റെ 30,000 രൂപ പുഷ്പ പോലെ മേടിച്ചു തരും എന്ന് പറയുന്ന പോലെ 90 കോടി കിട്ടാൻ വേണ്ടിയിട്ട് 100 കോടി മുടക്കുന്ന അവസ്ഥ. സോ ദിസ് ഈസ് നോട്ട് എക്കണോമിക്കൽ. ദിസ് വേ ഓഫ് ടാക്സേഷൻ ഈസ് നോട്ട് എക്കണോമിക്കൽ. സോ whenever government is collecting tax, ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് ലെവി ചെയ്യുമ്പോൾ എന്ത് എൻഷുർ ചെയ്യണം, there should be എക്കണോമിക്കൽ. ഈ പറഞ്ഞ 100 കോടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 കോടി മുടക്കാം, അല്ലെങ്കിൽ 5 കോടി മുടക്കാം, ഓക്കെയാണ്, എക്കണോമിക്കലാണ്. അതല്ലാതെ 100 കോടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 90 കോടി മുടക്കുക, അത് എക്കണോമിക്കൽ അല്ല. 100 കോടിക്ക് വേണ്ടിയിട്ട് 90 കോടി മുടക്കുന്നതും അല്ല 100 കോടിക്ക് വേണ്ടിയിട്ട് 110 കോടി മുടക്കുന്നതും എക്കണോമിക്കൽ അല്ല. സോ there should be a huge disparity between the cost of collection and the amount of tax collected. നമ്മൾ കളക്ട് ചെയ്യുന്ന നികുതിയും അതുപോലെ നമ്മൾ ചെലവാക്കിയ പൈസയും നമ്മൾ എന്തോ ഉണ്ടായിരിക്കണം, ഒരു വലിയ അന്തരം ഉണ്ടായിരിക്കണം. എന്താ പറഞ്ഞേ, there should be a difference between cost of collection and amount of tax collected. ആൻഡ് ഇങ്ങനെ ഈ ഒരു കാനൺ ഓഫ് എക്കണോമി എന്ന പ്രിൻസിപ്പൾ ഫോളോ ചെയ്യാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ അബോളിഷ് എ ടാക്സ്. ആ ടാക്സ് നമുക്ക് അബോളിഷ് ചെയ്യാം. ഇന്ത്യ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ അബോളിഷ് ടാക്സ് ആണ് 2015 വെൽത്ത് ടാക്സ്. സോ വെൽത്ത് ടാക്സ് വാസ് അബോളിഷ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അരുൺ ജെയ്റ്റ്ലി. അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ആ സമയത്ത് ധനകാര്യമന്ത്രി. പുള്ളിക്കാനാണ് ഈ ടാക്സ് അബോളിഷ് ചെയ്യുന്നത്. ആൻഡ് വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്യാൻ കാരണം, വെൽത്ത് ടാക്സ് കിട്ടുന്ന എമൗണ്ട് വാസ് മാർജിൻ എമൗണ്ട്, ചെറിയ എമൗണ്ടാണ് കിട്ടുന്നത്. എന്നാൽ ആ ചെറിയ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് മെഷീനറി ഫോർ ദാറ്റ്. വലിയൊരു മെഷീനറി തന്നെ അതിന് വേണ്ടി മാറ്റി വെക്കണം. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, അതിനെ അബോളിഷ് ചെയ്തു. കാരണം കോസ്റ്റ് എക്കണോമിക്കൽ അല്ല, അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ എക്കണോമിക്കൽ അല്ല. ഓക്കെ, ദിസ് ഈസ് കാനൺ ഓഫ് എക്കണോമി. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഏതൊക്കെയാണ്? There are mainly two types. ഒന്ന് direct tax.
മറ്റൊന്ന് ഇൻഡയറക്ട് ടാക്സ്. മലയാളത്തിൽ പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി, ദെൻ പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി വെച്ചാൽ ഡയറക്ട് ടാക്സ്, പരോക്ഷ നികുതി പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സ്. സോ ഫസ്റ്റ് വൺ, ഡയറക്ട് ടാക്സ് ഓർ പ്രത്യക്ഷ നികുതി. പേര് പോലെ തന്നെ in this type of tax, the taxpayer is directly paying the tax to the government. ഒരു നികുതിദായകൻ നേരിട്ട് തന്നെ സർക്കാരിലേക്ക് എന്ത് ചെയ്യുന്നു? ടാക്സ് പേ ചെയ്യുന്നു. ഇത് ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻകം ടാക്സ്. അപ്പൊ ഞാൻ ഒരു വർഷം 10 ലക്ഷം രൂപ വരുമാനം ഏൺ ചെയ്യുക. 10 ലക്ഷം രൂപ വരുമാനം ഞാൻ ഏൺ ചെയ്യുമ്പോൾ ഐ ഹാവ് ടു പേ ഇൻകം ടാക്സ് ടു ദ ഗവൺമെന്റ്. ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. ആൻഡ് ഐ ഹാവ് ടു പേ ദിസ് ടാക്സ് ഡയറക്ട്ലി. ഞാൻ നേരിട്ടാണ് എന്ത്? ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ ചിലപ്പോൾ നേരിട്ട് ഫയൽ ചെയ്യത്തില്ല, വി മേ അപ്പോയിന്റ് സം പ്രൊഫഷണൽ. നമ്മുടെ ഒരു സി എനെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ പ്രൊഫഷണൽ ആണെങ്കിലും ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുക? നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണ്. നമ്മൾ ചെയ്യുന്നതിന് പകരം നമുക്കറിയാം, നമ്മളത് അറിയാത്തതുകൊണ്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പേരിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് പുള്ളി ഇത് പേ ചെയ്യുന്നു. See, in the case of income tax, we are paying directly to the government. നമ്മൾ നേരിട്ടാണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. നേരെ മറിച്ച് there is indirect tax, അല്ലെങ്കിൽ പരോക്ഷ നികുതി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, സോ ഞാൻ എന്ത് ചെയ്തു? കടയിൽ പോയിട്ട് പാളി ബിസ്ക്കറ്റ് വാങ്ങിച്ചു. വാങ്ങുന്ന വേളയിൽ ഐ ആം പേയിങ് ടാക്സ് എമൗണ്ട് ആൾസോ. ഞാൻ 20 രൂപ കൊടുക്കുമ്പോൾ അതിനുള്ളില് ടാക്സ് എമൗണ്ടും ഉൾപ്പെടുന്നുണ്ട്. ഈ ടാക്സ് എമൗണ്ട് പക്ഷേ ഞാൻ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നില്ല. ഞാൻ നേരിട്ടില്ല, ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നില്ല. ആരാ അടയ്ക്കുന്നേ? ഞാൻ 20 രൂപ കൊടുക്കുമ്പോ അതിലെ ടാക്സ് എന്നിൽ നിന്ന് വാങ്ങിച്ചിട്ട് കടക്കാരൻ, ആ ഷോപ്പ് കീപ്പർ ആണെന്ത്? ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. സോ വി ക്യാൻ സി, ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, കൺസ്യൂമറിനും ഗവൺമെന്റിനും ഇടയിൽ ഒരു ഇടനിലക്കാരൻ കാണും, ഒരു ഇന്റർമീഡിയേറ്റർ കാണും. ആ ഇന്റർമീഡിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ആയിരിക്കാം, ഒരു പ്രൊഡ്യൂസർ ആയിരിക്കാം, ഒരു മാനുഫാക്ചർ ആയിരിക്കും. സോ ഇതാണെന്ത്? ഇൻഡയറക്ട് ടാക്സ്. എക്സാമ്പിൾ നമ്മുടെ GST, ചരക്ക് സേവന നികുതി. സോ അതുപോലെ നമ്മൾ പറയുന്ന എക്സൈസ് ഡ്യൂട്ടി ഓൺ ആൽക്കഹോൾ, എക്സൈസ് ഡ്യൂട്ടി ഓൺ പെട്രോൾ, ഇതൊക്കെ എങ്ങനെയാണ്? നമ്മൾ എമൗണ്ട് ഫുൾ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കടക്കാരൻ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിലേക്ക് ടാക്സ്. അതാണെന്ത്? ഇൻഡയറക്ട് ടാക്സ്. ആൻഡ് നൗ യു ക്യാൻ സീ ടു ടേംസ്. ഒരു ടേം ആണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് പോയിന്റ് ഓഫ് ഇമ്പാക്ട്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഹു ഈസ് ഗെറ്റിംഗ് വേഴ്സ് ഓഫ് or of whom the burden of tax is ultimately felt. എവിടെയാണ് നികുതിയുടെ ഭാരം അവസാനമായി വരുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ നികുതിയുടെ ഭാരം അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഫ്രം ഹൂസ് പോക്കറ്റ് ദിസ് ടാക്സ് എമൗണ്ട് ഈസ് ആക്ച്വലി പെയ്ഡ്. ആരുടെ പോക്കറ്റിൽ നിന്നാണ് ഈ ടാക്സ് എമൗണ്ട് യഥാർത്ഥത്തിൽ പോയത്, അല്ലെങ്കിൽ ഫ്രം ഹൂസ് ഹെഡ് the tax liability cannot be transferred. നമുക്ക് ആരുടെ തലയിൽ നിന്നാണ് നികുതിയുടെ ലയബിലിറ്റി മാറ്റാൻ കഴിയാത്തത്. അതാണെന്ത്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇൻകം ടാക്സ്. ഞാനിപ്പോ 10 lakh rupees ഇൻകം ഏൺ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഗവൺമെന്റിലേക്ക് ടാക്സ് അടച്ചു. സോ ഞാൻ ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് ടു പേ ടാക്സ്. ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. അല്ലാതെ എന്റെ ടാക്സ് ബർഡൻ, എന്റെ നികുതിയുടെ ലയബിലിറ്റി എന്റെ അമ്മയിലേക്കോ അച്ഛനിലേക്കോ എന്റെ ഭാര്യയിലേക്കോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ കഴിയില്ല. അതുപോലെ അവരുടെ ടാക്സും അവരെന്ത് ചെയ്യണം? പേ ചെയ്യണം. എന്റെ ടാക്സ് ബർഡൻ, എന്റെ ലയബിലിറ്റി ഓഫ് പേയിങ് ടാക്സ് ഐ കനോട്ട് ട്രാൻസ്ഫർ ടു എനി അതർ പേഴ്സൺ. സോ ബർഡൻ ഓഫ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ് ഇൻ ദ കേസ് ഓഫ് ഡയറക്ട്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് പോയിന്റ് ഓഫ് ഇമ്പാക്ട്. പോയിന്റ് ഓഫ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ എവിടെ വെച്ചാണ് നമ്മളെ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതാണെന്ത്? പോയിന്റ് ഓഫ് ഇമ്പാക്ട്. സോ ഇൻ ദ കേസ് ഓഫ് ഇൻകം ടാക്സ് നോക്കുകയാണെങ്കിൽ,
പോയിന്റ് ഓഫ് ഇമ്പാക്ട് ആരാ? ഞാനാണ്. കാരണം എന്റെ അടുത്ത് നിന്നാണ് ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആരാ? ഞാനാണ്. കാരണം എന്താ? എന്റെ പക്കൽ നിന്നാണ് ടാക്സിന്റെ എമൗണ്ട് ആക്ച്വലി പോയത്. അല്ലെങ്കിൽ ഫ്രം മൈ പോക്കറ്റ് ദ ടാക്സ് ഈസ് പെയ്ഡ്. അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ദ അൾട്ടിമേറ്റ് ടാക്സ് ബർഡൻ. അൾട്ടിമേറ്റ് ടാക്സ് ബർഡൻ ഞാനാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐ ആം ഗെറ്റിംഗ് വേഴ്സ് ഓഫ്. I am getting worse off after paying tax. So in the case of direct tax, point of incidence, point of impact falls on the same person. ഒരേ വ്യക്തിയിലായിരിക്കും point of incidence-ഉം point of impact-ഉം fall ചെയ്യുന്നത്. And you can see the example of direct tax. നമ്മൾ ബ്രീഫ് ആയിട്ടൊന്ന് പറയും പിന്നീട്. നോട്ട് ചെയ്തോളാം. You can note it down. Income tax, corporate tax, minimum alternate tax, dividend distribution tax, capital gain tax, securities transaction tax, banking cash transaction tax, wealth tax, estate duty, fringe benefit, gift. These are few examples of direct tax. And these are the taxes which are where collected by the central government. ആരും വേറെ പറയാൻ കാരണം ഇത് ചില ടാക്സുകൾ ഇപ്പോഴും ഉണ്ട്, ചില ടാക്സുകൾ ഇപ്പോഴില്ല. ഫോർ എക്സാമ്പിൾ, ദോസ് ടാക്സസ് വിച്ച് ആർ മാർക്ഡ് ഇൻ റെഡ് കളർ, DDT, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് 2020 അബോളിഷ് ചെയ്തു. അതുപോലെ ബാങ്കിങ് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ് 2009 അബോളിഷ് ചെയ്തു. വെൽത്ത് ടാക്സ് 50 അബോളിഷ് ചെയ്തു. എസ്റ്റേറ്റ് ഡ്യൂട്ടി 1985 അബോളിഷ് ചെയ്തു. ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് 2009 അബോളിഷ് ചെയ്തു. ഗിഫ്റ്റ് ടാക്സ് 1998 അബോളിഷ് ചെയ്തു. സോ കറന്റ്ലി റെഡ് കളർ ടാക്സുകൾ ഇപ്പോൾ ഇല്ല. ഇതെല്ലാം എന്താണ്? ഡയറക്ട് ടാക്സ് തന്നെയാണ്. ആൻഡ് ദീസ് ആർ ഓർ വേർ ദ ടാക്സസ് വിച്ച് ആർ കളക്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാക്സ് ആണ് ഈ പറഞ്ഞ ടാക്സുകൾ. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, മാറ്റ് ഓർ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്, DDT or dividend distribution tax, capital gain tax, securities transaction tax, banking cash transaction tax, etc. And ഇത് കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് എന്തുണ്ട്? ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാൻഡ് ടാക്സ്, ലാൻഡ് റവന്യൂ അറിയായിരിക്കുമല്ലോ. നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയി അടയ്ക്കുന്ന ഭൂനികുതി. സോ നോക്കുക, ഭൂനികുതി അടയ്ക്കുന്ന എവിടെയാണ്? വില്ലേജ് ഓഫീസിലാണ്. എന്നാൽ കെട്ടിടനികുതി ആണെങ്കിലോ വീട്ടുകൾ അടയ്ക്കുന്ന എവിടെയാണ്? വീട്ടുകൾ അടയ്ക്കുന്നത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ്, അല്ലെ? സോ ഡിഫറൻസ്. ഈ പറഞ്ഞ വില്ലേജ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓർ ഇറ്റ് ഈസ് എ ബോഡി അണ്ടർ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ കേരള സർക്കാരിന്റെ റവന്യൂ വകുപ്പിന് കീഴിൽ വരുന്നതാണെന്ത്? ഈ പറഞ്ഞ വില്ലേജ് ഓഫീസ്. സോ വില്ലേജ് ഓഫീസിലാണ് എന്ത് അടയ്ക്കുന്നത്? നമ്മള് ഭൂനികുതി അടയ്ക്കുന്നത്. സോ സംസ്ഥാന ഗവൺമെന്റ് ആണ് ലാൻഡ് റവന്യൂ ഓർ ഭൂനികുതി കളക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ കെട്ടിടനികുതി ആണെങ്കിൽ കളക്ട് ചെയ്യുന്ന ആരാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ യു ക്യാൻ സി റോഡ് ടാക്സ് ഓർ മോട്ടോർ വെഹിക്കിൾ ടാക്സ്. അതായിരിക്കുമല്ലോ നിങ്ങൾ പറയുന്ന റോഡ് ടാക്സ്. ഒരു പുതിയ കാർ എടുക്കുന്നു, ഒരു പുതിയ വെഹിക്കിൾ എടുക്കുന്നു, വി ആർ സപ്പോസ് ടു പേ ടാക്സ്. 15 ഇയേഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? യു ഹാവ് ടു പേ ടാക്സ് ഓൺ ഇയർലി ബേസിസ്. സോ മോട്ടോർ വെഹിക്കിൾ ടാക്സ്, it is a tax, direct tax collected by the state government ആണ്. And also agricultural income tax. And നമ്മുടെ ഇന്ത്യയില് ഷെഡ്യൂൾ 7 ആസ് പെർ ഷെഡ്യൂൾ 7 കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകളെ ഡിഫറെന്റ് ലിസ്റ്റാണ് തന്നിരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ദെൻ കൺകറന്റ് ലിസ്റ്റ്. അറിയായിരിക്കുമല്ലോ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് ഏരിയാസ് ഇൻ വിച്ച് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ മേക്ക് ടാക്സ് ലോസ്. സോ കേന്ദ്ര ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകൾ, കേന്ദ്ര ഗവൺമെന്റിന് ടാക്സ് കഴിയുന്ന മേഖലകൾ, അതാണ് യൂണിയൻ ലിസ്റ്റ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ it includes those areas in which state government can make laws
or levy tax. സംസ്ഥാന ഗവൺമെന്റിന് ടാക്സ് ചുമത്താൻ കഴിയുന്ന ഏരിയ, സംസ്ഥാന ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന ഏരിയ, അതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് കൺകറന്റ് എന്ന് പറയുമ്പോൾ എന്താ, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ മേക്ക് ലോസ്. സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും എന്ത് ചെയ്യാം, നിയമം ഉണ്ടാക്കാം. എന്നാൽ മോസ്റ്റ് ഓഫ് ദ കേസിലും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമം എന്ത് ചെയ്യും, സംസ്ഥാന നിയമത്തിനെ മറികടക്കും. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമം സംസ്ഥാന ഗവൺമെന്റുകളെക്കാളും മുന്നിട്ട് നിൽക്കും. എന്നാൽ ഒരു കേസിൽ, ഒരൊറ്റ കേസിൽ മാത്രം സംസ്ഥാന ഗവൺമെന്റ് കൺകറന്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന നിയമം കേന്ദ്ര നിയമത്തിനേക്കാൾ മുന്നിട്ട് നിൽക്കും. ക്യാൻ യു സേ എപ്പോഴാണെന്ന് പറയാമോ? എപ്പോഴാണ് കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു നിയമം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കേന്ദ്രയെ ഓവർറൈഡ് ചെയ്യുന്നത്? എപ്പോഴാണെന്ന് പറയാമോ? ഒറ്റ കേസേ ഉള്ളൂ. ആ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റത്തിന് മേലെ നിയമം ഉണ്ടാക്കുന്നു. ആ നിയമം ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്നു. ആ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു, ഈ നിയമത്തിന് അസന്റ് കൊടുക്കുന്നു, സമ്മതം കൊടുക്കുന്നു. എങ്കിൽ ആ സംസ്ഥാനത്തിന് മാത്രം ആ സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമായിരിക്കും കേന്ദ്ര നിയമത്തെ ഓവർറൈഡ് ചെയ്യുന്നത്. So you can see only in this situation the state government law passed by the state can override the law passed by the center in the concurrent list. അല്ലാത്ത പക്ഷം സംസ്ഥാന ഗവൺമെന്റ് നിയമത്തിനെ ഒരു കേന്ദ്ര നിയമം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓവർറൈഡ് ചെയ്യാൻ എഴുതുന്നതാണ്. ഇൻ ദ കേസ് ഓഫ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ. ആൻഡ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്ന ഒരു ഐറ്റമാണ് അഗ്രികൾച്ചർ. കാർഷിക മേഖല എവിടെ വരുന്നതാണ്? നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ടാക്സ് ചെയ്യാൻ അധികാരം ആർക്കാ ഉള്ളത്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. സോ സംസ്ഥാന ഗവൺമെന്റ് only can levy അഗ്രികൾച്ചർ ഇൻകം ടാക്സ്. നിലവിൽ ടാക്സ് ഇല്ല. നമ്മുടെ കേരളം പറയുമ്പോൾ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, നിലവില് ഈ ടാക്സ് കളക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്താ, there is a provision for collecting agricultural income tax എന്ന് അറിഞ്ഞിരിക്കാം. ആൻഡ് റിഗാർഡിംഗ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഒരു ടാക്സ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോപ്പർട്ടി ടാക്സ്, നമ്മുടെ കെട്ടിട നികുതി, വീട്ടുകരം. മറ്റൊന്നാണ് പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ വർക്ക് ചെയ്യുന്ന വ്യക്തി ഇൻകം ടാക്സ് കൂടാതെ അയാൾ എല്ലാ വർഷവും അടയ്ക്കേണ്ട നികുതിയാണ് പ്രൊഫഷണൽ ടാക്സ് ടു മുനിസിപ്പാലിറ്റി. ഈ പറഞ്ഞ കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തിലേക്കും അയാൾ അടയ്ക്കേണ്ട നികുതിയാണ് പ്രൊഫഷണൽ ടാക്സ്. സോ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ, ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ഇൻകം ടാക്സ് കൂടാതെ ആ ലൊക്കാലിറ്റിയിലുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ അടയ്ക്കേണ്ട ടാക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സെക്രട്ടറി എടുക്കുക, ട്രിവാൻഡ്രം ആണ് സെക്രട്ടറി ഇരിക്കുന്നത്. സോ ട്രിവാൻഡ്രം സെക്രട്ടറിയേറ്റ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ എടുത്തായിരിക്കുന്നത്. സോ ട്രിവാൻഡ്രം സെക്രട്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, കോർപ്പറേഷനിൽ എല്ലാ വർഷവും പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യണം. സോ യു ക്യാൻ സി, ഈ പറഞ്ഞ പ്രൊഫഷണൽ ടാക്സിന്റെ കേസിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു അവിടെയാണ് എന്ത് ടാക്സ് അടയ്ക്കേണ്ടത്. ഇപ്പൊ ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലാണ് അടയ്ക്കേണ്ടത്, അല്ല എന്റെ വീടിന് സ്ഥലമല്ല. പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കേണ്ടത് വേർ ദ പേഴ്സൺ ഇസ് വർക്കിംഗ്, ആ ഏരിയയിലാണ് എന്ത് അയാളെ ടാക്സ് അടയ്ക്കുന്നത്. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം എവിടെ നിൽക്കുന്നോ ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് പ്രൊഫഷണൽ ടാക്സ്. ആൻഡ് യു ക്യാൻ സി, പരമാവധി വരുന്നത് പ്രൊഫഷണൽ ടാക്സിൽ പരമാവധി വരുന്നത് 2500 രൂപയാണ് പരമാവധി. ആൻഡ് റീസെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഈ പ്രൊഫഷണൽ ടാക്സ് ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് പണ്ടുള്ള എമൗണ്ട് ആണ്, ദിസ് എമൗണ്ട് പണ്ട് നിർണ്ണയിച്ചതാണ്. ആൻഡ് റീസെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് ഹാസ് സജസ്റ്റഡ് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദിസ് ടാക്സ് എമൗണ്ട്. കാരണം നമ്മുടെ ഒരു ഇൻകം ഇപ്പൊ ലിമിറ്റ് കഴിഞ്ഞാൽ, എനിക്കത് 15,000 തോന്നുന്നു, 15,000 ലിമിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ എമൗണ്ട് കൊടുക്കുന്നത്. 15,000 ആണോ 20,000 ആണോ, സോ ലിമിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് സെയിമാ, 2,500. അതെന്ന് പറയുമ്പോൾ 1 ലക്ഷം ഉള്ള ആളും 30,000 ഇൻകം ഉള്ള ആളും 2,500 അടയ്ക്കണം. അത് ഡിസ്പാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പ്രൊഫഷണൽ ടാക്സ് ഉയർന്ന ഇൻകം ഉള്ള ആളുകളിൽ നിന്ന് അത് ഹൈക്ക് ചെയ്യണം എന്നൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ആയിട്ടില്ല, പ്രപ്പോസൽ മാത്രമേ ഉള്ളൂ, അത് നിയമമൊന്നും ആയിട്ടില്ല, പ്രപ്പോസൽ ഉണ്ട്. ഓക്കെ. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോപ്പർട്ടി ടാക്സ്. നമ്മുടെ വീടിന്റെ ആണ് കേട്ടോ, നമ്മുടെ വീട്ടുകാരമാണ്. യു ക്യാൻ സി പ്രോപ്പർട്ടി ടാക്സ് പന്തളം മുനിസിപ്പാലിറ്റി, കണ്ടോ, പന്തളം മുനിസിപ്പാലിറ്റിയിലാണ് എന്ത് ഇത് പേ ചെയ്യുന്നത്, പ്രോപ്പർട്ടി ടാക്സ്. യു ക്യാൻ സി. ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ സി
ലാൻഡ് ടാക്സ് ഓർ ഭൂനികുതി അടക്കുന്നത് എവിടെ നോക്കിയേ? വില്ലേജിലാണ്. വില്ലേജ് കണ്ടോ, വില്ലേജ് പന്തളം, കേരള സർക്കാർ. സോ സംസ്ഥാന ഗവൺമെന്റ് ആണെന്ത് ലാൻഡ് റവന്യൂ ലഭ്യ ചെയ്യുന്നത്. അനുകരിച്ച് ഇവിടെ അടിസ്ഥാന ഭൂനികുതി കണ്ടോ, അടിസ്ഥാന ഭൂനികുതി പറഞ്ഞിട്ട് നമുക്ക് കാണാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡയറക്ട് ടാക്സ്. നെക്സ്റ്റ് ഈസ് ഇൻഡയറക്ട് ടാക്സ്, പരോക്ഷ നികുതി. സോ പരോക്ഷ നികുതി പറയുമ്പോൾ എന്തായിരുന്നു? കൺസ്യൂമറിനും അല്ലെങ്കിൽ ടാക്സ് പേയറിനും ടാക്സ് റിസീവറിനും ഇടയിൽ ഒരു ഇടനിലക്കാരനുണ്ട്. അതാണ് indirect tax. And in the case of indirect tax, we can see the point of impact. അതായത് എവിടെ നിന്നാണ് സർക്കാർ ടാക്സ് കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോപ്പ് കീപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ മാനുഫാക്ചർ ആയിരിക്കും. ആൻഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ആർക്കാണ് നികുതിയുടെ ഭാരം ശരിയായി ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ആരുടെ പോക്കറ്റിൽ നിന്നാണ് ടാക്സ് എമൗണ്ട് പോയത്, അല്ലെങ്കിൽ ഓൺ ഹൂസ് ഹെഡ് ദ ടാക്സ് ബർഡൻ ഈസ് ആക്ച്വലി സിറ്റുവേറ്റഡ് എന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ കൺസ്യൂമർ ആണ്, ഇറ്റ് ഈസ് ദ ടാക്സ് പെയർ ആണ്. സോ ആരാണോ ഈ പറഞ്ഞ വസ്തു വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉൽപ്പന്നം വാങ്ങിച്ചത്, ആ ഉപഭോക്താവായിരിക്കും എന്ത് ചെയ്തത്, ഈ ടാക്സ് കൊടുക്കുന്നത്. നമ്മളൊന്ന് കണ്ടില്ലേ, പാളിജ് ബിസ്ക്കറ്റ് ഞാൻ വാങ്ങിച്ചപ്പോ 20 rupees ഞാൻ പേ ചെയ്യുകയാണ്, ഇൻക്ലൂഡിങ് ടാക്സ്. അതിൽ 1 രൂപ എന്താ ടാക്സ് ആണല്ലോ. സോ ഞാൻ 20 രൂപയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ കടക്കാരൻ എന്ത് ചെയ്യും, എന്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ടാണ് കടക്കാരൻ ടാക്സ് പേ ചെയ്യുന്നത്, ഗവൺമെന്റ്. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, കടക്കാരൻ അയാളുടെ പോലെ നിൽക്കുന്നില്ല, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് എന്ത് അയാൾ പേ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, ദ പോയിന്റ് ഓഫ് ഇമ്പാക്ട്, പോയിന്റ് ഓഫ് ഇൻസിഡൻസ് രണ്ടും വ്യക്തിക്കായിരിക്കും. ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കച്ചവടക്കാരൻ, കാരണം എന്താ, അവിടെ നിന്നാണ് ഗവൺമെന്റിലേക്ക് ടാക്സ് പോകുന്നത്. ഇൻസിഡൻസ് പറയുമ്പോൾ നമ്മുടെ കൺസ്യൂമർ, അല്ലെങ്കിൽ ആരാണോ സാധനം വാങ്ങിച്ചത്. കാരണം എന്താ, അയാളുടെ കയ്യിൽ നിന്നാണ്, അയാളുടെ പോക്കറ്റിൽ നിന്നാണ് എന്ത് ടാക്സ് എമൗണ്ട് പോയത്. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, ടാക്സ് ബർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ്. എന്ത് ചെയ്യാം, ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം പാളി ബിസ്ക്കറ്റ് വാങ്ങിച്ചു, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ സെയിം ബിസ്ക്കറ്റ് വിത്തൗട്ട് പൊട്ടിക്കാതെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ അബ്ദുൽ സാറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നന്ദുമോൻ സാറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അരുൺ സാറിന് കൊടുക്കുന്നു. സോ എന്താ, അവരെനിക്ക് പൈസ തരുന്നു. നോക്കുമ്പോ എന്താ, ഞാൻ ഷോപ്പ് കീപ്പറിന്റെ കയ്യിൽ നിന്ന് വിഷ്ണു വാങ്ങിച്ചു, അവിടെ നിന്ന് ഈ ബിസ്ക്കറ്റ് ഞാൻ സപ്പോസ് നന്ദകുമാർ സാറിന് കൊടുക്കുകയാണ്. സോ സാർ എന്ത് ചെയ്തു, എനിക്ക് 20 രൂപ കൊടുത്തു, 20 രൂപ തന്നു. ആൻഡ് നോക്കുമ്പോ ഈ 20 രൂപയ്ക്ക് എന്തുണ്ട്, 1 രൂപ ടാക്സ് ഉണ്ട്. സോ ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ ഫസ്റ്റ് കൺസ്യൂമർ ആരായിരുന്നു, ഞാനായിരുന്നു. ആദ്യം എന്റെ നിലയിലായിരുന്നു ഈ ടാക്സ് ബർഡൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സാധനം ഞാൻ നന്ദകുമാർ സാറിന് കൊടുത്തപ്പോ എന്ത് പറ്റി, എന്റെ തലയിലുണ്ടായിരുന്ന ടാക്സ് ബർഡൻ സാറിന്റെ തലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദ ടാക്സ് ബർഡൻ ഈസ് ഷിഫ്റ്റഡ് ഫ്രം മൈ ഹെഡ് ടു സാർസ് ഹെഡ്, സാറിന്റെ തലയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ സാറിന്റെ പക്കലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം സാറിന്റെ പോക്കറ്റിൽ നിന്നാണ് എന്ത്, സാറിന്റെ പേഴ്സണൽ ആണ്, അല്ലെങ്കിൽ സാറിന്റെ പോക്കറ്റിൽ നിന്നാണ് 1 രൂപ ടാക്സ് പോയത്. സോ ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് വി ക്യാൻ സി ടാക്സ് ബർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് എന്ന് അറിഞ്ഞിരിക്കാം. ടാക്സ് ബർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ഇമ്പാക്റ്റും പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഒരു വ്യക്തി ആയിരിക്കില്ല, മറിച്ച് ഡിഫറെന്റ് വ്യക്തി ആയിരിക്കും വരുന്നത്. കടക്കാരൻ പോയിന്റ് ഓഫ് ഇമ്പാക്ട്, ഇമ്പാക്ട് വെച്ചാൽ എന്താ, എവിടെ നിന്നാണോ സർക്കാർ നികുതി കളക്ട് ചെയ്യുന്നത്. ഇൻസിഡൻസ് പറഞ്ഞാൽ who is getting worse off after paying. So that is indirect tax. So example പറയുമ്പോൾ we can see നമ്മുടെ GST, നമ്മുടെ സെയിൽസ് ടാക്സ്, കൊണ്ടുണ്ടായിരുന്ന സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ വാറ്റ്, വാല്യുവൽ ടാക്സ്, ഇതെല്ലാം എന്താ ഇൻഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾ ആണ്. So we can move forward. So next we are going to discuss the ways in which we can levy indirect tax. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇന്ത്യയിൽ ഇൻഡയറക്ട് ടാക്സ് ചുമത്താം അതാണ്. And there are 2 methods or 2 ways in which indirect tax can be levied. The methods are ad valorem tax and specific duty. So നമുക്ക്
പരോക്ഷ നികുതി ഏതൊക്കെ വിധേന കളക്ട് ചെയ്യാം അതാണ് പഠിക്കുന്നത്. ഏതൊക്കെ വിധേനയാണ്? there are two methods. ഒന്ന് ad valorem, then specific duty. ഈ രണ്ട് വിധേന നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ ഇൻഡയറക്ട് ടാക്സ് ലെവി ചെയ്യാം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഓരോ മെത്തേഡും. ദി ഫസ്റ്റ് വൺ ഈസ് ad valorem. ad valorem എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രഞ്ച് വേർഡ് ആണ്, ad valorem, ആൻഡ് ഇതിന് മീനിങ് അക്കോർഡിംഗ് ടു ദ വാല്യൂ എന്നാണ്. അക്കോർഡിംഗ് ടു ദ വാല്യൂ. ഒരു ഉൽപ്പന്നത്തിന്റെ വാല്യൂനാസ്പദമായിട്ട്, ഒരു ഉൽപ്പന്നത്തിന്റെ കോസ്റ്റിനാസ്പദമായിട്ട് ടാക്സ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്? ad valorem ടാക്സേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുന്ന GST, ചരക്ക് സേവന നികുതി നോക്കും. ഇപ്പോ 100 രൂപയാണ് ഒരു ഉൽപ്പന്നത്തിന്റെ ബേസ് പ്രൈസ് എന്ന് വിചാരിക്കുക. സോ ഒരു ഉൽപ്പന്നത്തിന്റെ ബേസ് പ്രൈസ് 100 രൂപയാണ്. ആൻഡ് നമുക്ക് GST അറിയാലോ എല്ലാവർക്കും. GST ഇന്ത്യയിൽ നിലവിൽ 4 സ്ലാബ് ഉണ്ട്. 5%, 12%, 18%, 21%. പിന്നെ 0 ഉണ്ട്, പക്ഷെ അതിന് പൊതുവെ പറയുന്നത് 4 എന്ന് പറയാം, അല്ലെങ്കിൽ 5 എന്ന് വേണേൽ പറയാം. നോക്കുവാണെങ്കിൽ 5, 12, 18, 28. These are the major slabs in GST. And you can see 100 രൂപയാണ് ഒരു ഉൽപ്പന്നത്തിന്റെ ബേസ് പ്രൈസ്. 5% GST എന്ന് പറയുമ്പോൾ 5% GST എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? 5% ഓഫ് ദ ബേസ് പ്രൈസ് ഓഫ് ദ ഐറ്റം. ഒരു ഉൽപ്പന്നത്തിന്റെ ബേസ് പ്രൈസിന്റെ 5% എന്നാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ GST 18% എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് എന്താ? ബേസ് പ്രൈസിന്റെ 18%. സോ വി ക്യാൻ സി GST ഈസ് ലെവീഡ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഐറ്റം ആണ്. ഒരു ഉൽപ്പന്നത്തിന്റെ വാല്യൂ അടിസ്ഥാനത്തിലാണെന്ത് GST കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ 100 രൂപ ഉൽപ്പന്നത്തിന്റെ ബേസ് പ്രൈസ് എങ്കിൽ 18% GST എന്ന് പറയുമ്പോൾ 100 രൂപ ബേസ് പ്രൈസ് പ്ലസ് 18 രൂപ GST. 18% ഓഫ് 100 അതാണ് 18 രൂപ. വിച്ച് മീൻസ് 118 ആയിരിക്കും എന്ത്? ആ ഉൽപ്പന്നത്തിന്റെ ഫൈനൽ വില. അതുപോലെ പറയാണ് 5% GST എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ആ ഉൽപ്പന്നത്തിന്റെ ബേസ് പ്രൈസിനൊപ്പം 5% GST ആഡ് ചെയ്യണം. 105 ആയിരിക്കും എന്ത്? ആ ഉൽപ്പന്നത്തിന്റെ ഫൈനൽ വില. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സി ad valorem എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉൽപ്പന്നത്തിന്റെ വാല്യൂ ആസ്പദമാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് റേറ്റ് ഇമ്പോസ് ചെയ്യുന്നു. ഒരു ഉൽപ്പന്നത്തിന്റെ വാല്യൂവിനെ റെഫറൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടാക്സ് റേറ്റ് ഇമ്പോസ് ചെയ്യുന്നു. മറ്റൊന്നാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇതാണ് സ്പെസിഫിക് ഡ്യൂട്ടി ഓർ സ്പെസിഫിക് ടാക്സ്. നിങ്ങൾക്ക് കാണാം സ്പെസിഫിക് ഡ്യൂട്ടി ഓർ സ്പെസിഫിക് ടാക്സ്. ബോത്ത് ടേംസ് ക്യാൻ ബി യൂസ്ഡ്. സ്പെസിഫിക് ടാക്സ് ഓർ സ്പെസിഫിക് ഡ്യൂട്ടി. ഇതിന് എക്സാമ്പിൾ ആണ് എക്സൈസ് ഡ്യൂട്ടി ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ. എന്താണ്? എക്സൈസ് ഡ്യൂട്ടി ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ. ആൻഡ് ഹിയർ വി ക്യാൻ സി നമ്മുടെ പെട്രോളിന് മേലെയും അതുപോലെ ഡീസലിന് മേലെയും സർക്കാർ ടാക്സ് അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ഈ പറഞ്ഞ പെട്രോളിന് മേലെയും അതുപോലെ ഈ പറഞ്ഞ ഡീസലിന് മേലെയൊക്കെ പണ്ട് കാലത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുമായിരുന്നു? ടാക്സ് അനൗൺസ് ചെയ്യുമായിരുന്നു. പെട്രോളിന് മേലെ 2 രൂപ എക്സൈസ് തീരുവ കൂട്ടി, ഡീസലിന് മേലെ 2 രൂപ എക്സൈസ് തീരുവ കൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെർ ലിറ്റർ പെട്രോളിന് മേലെ 2 രൂപ, പെർ ലിറ്റർ ഡീസലിന് മേലെ 2 രൂപ. സോ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ an item is taxed based on the quantity. A tax is levied depending on the quantity of item. പ്രൈസ് അല്ല, മറിച്ച് ഉൽപ്പന്നത്തിന്റെ വോളിയം. സോ ക്വാണ്ടിറ്റി ഓർ വോളിയം, ഒരു ഉൽപ്പന്നത്തിന്റെ ക്വാണ്ടിറ്റി ഓർ വോളിയം അടിസ്ഥാനത്തിൽ ടാക്സ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്? സ്പെസിഫിക് ഡ്യൂട്ടി. എക്സാമ്പിൾ ആണ് പെട്രോളിനും ഡീസലിനും മേലെയുള്ള എക്സൈസ് തീരുവ എന്ന് പറഞ്ഞാൽ. സോ എങ്ങനെ ഗവൺമെന്റ് പറയുന്നേ? പെർ ലിറ്റർ പെട്രോളിന് മേലെ 1 രൂപ. അപ്പൊ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, നമ്മുടെ കേരളത്തില് ഈ പറഞ്ഞ പെട്രോളിനും ഡീസലിനും മേലെ സെസ് ഉൾപ്പെടുത്തിയിരുന്നു. ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ സാമൂഹ്യക്ഷേമ സെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെസ് ചുമത്തി.
ആൻഡ് ഈ സെസ് ചുമത്തുന്നത് എങ്ങനെയാ? അതായത് ഒരു വാല്യൂ വെച്ചിട്ടല്ല പറയുന്നത്, മറിച്ച് പെർ യൂണിറ്റിന് മേലെയാണ് എന്ത് സെസ് ലഭ്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർ യൂണിറ്റിന് മേലെയാണ് എന്ത് എക്സസ് ഡ്യൂട്ടി ലഭ്യ ചെയ്യുന്നത്. സോ വെൻ ആൻ ഐറ്റം ഈസ് ടാക്സ്ഡ് ബേസ്ഡ് ഓൺ ദ വോളിയം ഓർ ക്വാണ്ടിറ്റി ഓഫ് ഐറ്റം, then it is called as specific tax or specific duty എന്ന് പറഞ്ഞു. ആൻഡ് നമ്മുടെ ക്ലോത്ത് ഉണ്ടല്ലോ, തുണി, നമ്മള് ഈ ഷർട്ടിനും പാന്റിനും അല്ലെങ്കിൽ ബ്ലൗസിനൊക്കെ നമ്മൾ തുണി എടുക്കാറല്ലേ? ഈ തുണി എടുക്കുന്ന സമയത്ത് അവിടെയും ടാക്സ് വരുന്നത് എങ്ങനെയാ? പെർ മീറ്റർ തുണിക്കാണ് ടാക്സ് വരുന്നത്. സോ പെർ മീറ്റർ ക്ലോത്തിന് ടാക്സ് ചെയ്യുന്നു, പെർ ലിറ്റർ പെട്രോളിന് ടാക്സ് ചെയ്യുന്നു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ അതിന്റെ വാല്യൂ വെച്ചിട്ടല്ല പറയുന്നത്. ഇപ്പം ഒരു മീറ്റർ തുണിക്ക് 100 രൂപ, അതിന് മേലെ 5%, അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്? പെർ മീറ്റർ അതിന് ടാക്സ് ചെയ്യുകയാണ്, പെർ ലിറ്റർ ടാക്സ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് സ്പെസിഫിക് ഡ്യൂട്ടി. സോ ക്ലിയർ ആണോ? സ്പെസിഫിക് ഡ്യൂട്ടി ആൻഡ് ad valorem. Is that clear? So you can see in the case of ad valorem, tax is levied based on the value of a good, while specific duty എന്ന് പറയുമ്പോൾ എന്താ? tax is levied based on the quantity of items. അതേപോലെ in the case of indirect tax, ഈ ടാക്സ് എമൗണ്ട് ആരാണ് കൊടുത്തതെന്ന് ഇറ്റ് ഈസ് നോട്ട് ഈസിലി ഐഡന്റിഫയബിൾ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഡയറക്ട് ടാക്സ് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? സർക്കാരുണ്ട്, ടാക്സ് പെയർ ഉണ്ട്. ഇതിനിടയിൽ എന്തില്ല? ഒരു ഹിൻഡ്രൻസ് ഇല്ല, ഒരു രീതിയിലുള്ള ഇടനിലക്കാരനില്ല, നേരിട്ടാണ് ഡീലിങ്സ്. അതുകൊണ്ട് തന്നെ സർക്കാരിലേക്ക് വരുന്ന നികുതി സർക്കാരിന് അറിയാം ആരടച്ചു, ആരുടെ പോക്കറ്റിൽ നിന്നാണ് പൈസ പോയത് എന്ന് കൃത്യമായ ധാരണ സർക്കാരിനുണ്ട്. എന്തിന്റെ കേസില്? ഡയറക്ട് ടാക്സിന്റെ കേസില്. എന്നാൽ ഇൻഡയറക്ട് ടാക്സിന്റെ കേസ് അങ്ങനല്ല. ഇൻഡയറക്ട് ടാക്സിന്റെ കേസില് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദ സബ്ജക്ട് ഓർ ദ പേഴ്സൺ ഓൺ ഹും ദ ടാക്സ് ഇസ് ലെവീഡ്. ആരാണ് ആക്ച്വലി ടാക്സ് പേ ചെയ്തത്, അല്ലെങ്കിൽ ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് എന്താ പാടാണ്. ഉദാഹരണം പറയുമ്പോൾ, ഞാനൊരു വണ്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു മുട്ടായി വാങ്ങിച്ചു. ഈ മുട്ടായി ഞാൻ അടുത്ത ആൾക്ക് കൊടുത്തു, അടുത്ത ആൾ വേറെ ആൾക്ക് കൊടുത്തു, അടുത്ത ആൾ വേറെ ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്കെന്താ ഒരു പരിധി ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അത് കഴിഞ്ഞു പിന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ട്രാക്ക്. സോ അറിഞ്ഞിരിക്കുക, ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, ദ പേഴ്സൺ ഓൺ ഹൂം ദ ടാക്സ് ഇസ് ലെവീഡ് ഈസ് ഡിഫിക്കൽട്ട് ടു ബി ഐഡന്റിഫയബിൾ. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് സർചാർജ്. ഇതാണ് സർചാർജ്. So, Article 271 of Indian Constitution. ഇത് പ്രകാരം the Constitution has enabled the central government to collect additional tax for increasing their revenue. So, Article 270 പറഞ്ഞ എന്താണ്? 271 പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട്, in order to increase the revenue, നിലവിലെ വരുമാനം വർദ്ധിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യാം? They can impose an additional tax. അതാണ് എന്ത്? സർചാർജ് എന്ന് പറഞ്ഞത്. So, as per Article 271, the central government is able to levy an additional tax rather than the existing tax. നിലവിലുള്ള ടാക്സ് കൂടാതെ നിലവിലുള്ള ടാക്സിന് മേലെ എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റിന് അവിടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഭാഗമായിട്ട് ഒരു എക്സ്ട്രാ നികുതി ചുമത്താം. അതാണെന്ത്? സർചാർജ് എന്ന് പറഞ്ഞാൽ. ആൻഡ് യു ക്യാൻ സി ദിസ് സർചാർജ് ഈസ് ലെവീഡ് ഓൺലി ബൈ ദ സെന്റർ മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് എന്ത്? സർചാർജ് ലഭ്യ ചെയ്യുന്നത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ഈ സർചാർജ് എന്ത് ചെയ്യേണ്ട? സംസ്ഥാനവുമായിട്ട് വീതിക്കേണ്ട എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. സോ ദ സർചാർജ് ലെവീഡ് ബൈ ദ സെന്റർ, അതുവഴി കിട്ടുന്ന റവന്യൂ എന്ത് ചെയ്യേണ്ട? സംസ്ഥാനങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഷെയർ ചെയ്യേണ്ട. അതുപോലെ തന്നെ we can see in the case of surcharge, it is levied on both in direct tax and indirect tax.
നമ്മുടെ ഡയറക്ട് ടാക്സിന് മേലെയും അതേപോലെ ഇൻഡയറക്ട് ടാക്സിന് മേലെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെന്റ് സർചാർജ് ലഭ്യ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് പെട്രോൾ, നമ്മുടെ പെട്രോൾ, ഡീസൽ, അതിന് മേലെ കേന്ദ്ര ഗവൺമെന്റ് ഈസ് ലെവിങ് എ സർചാർജ്. എന്ത് ചെയ്യുന്നുണ്ട്, സർചാർജ് ലഭ്യ ചെയ്യുന്നുണ്ട് പെട്രോളിന് മേലെയും ഡീസലിന് മേലെയും. അതേപോലെ ഇൻ ദ കേസ് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ്, ദ ഗവൺമെന്റ് ഈസ് ലെവിങ് സർചാർജ്. ഇൻകം ടാക്സിന് മേലെയും അതുപോലെ കോർപ്പറേഷൻ ടാക്സിന് മേലെയും സർചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ലഭ്യ ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് ഇൻകം ടാക്സ് 10% സർചാർജ് will be levied on the income tax if the person's income is more than 50 lakh. So ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു വ്യക്തിയുടെ ടാക്സബിൾ ഇൻകം 50 ലാക്ക് മേലെയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ടാക്സബിൾ ഇൻകം 50 ലാക്ക് മേലെയാണെങ്കിൽ അയാൾ കൊടുക്കേണ്ട ഇൻകം ടാക്സിനൊപ്പം 10% എക്സ്ട്രാ എന്ത് ചെയ്യുന്നു, ടാക്സ് ഗവൺമെന്റ് ഈടാക്കുന്നു. അതാണ് എന്ത്, സർചാർജ് എന്ന് പറഞ്ഞത്. ആൻഡ് ഈ പറഞ്ഞ സർചാർജ്, കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ഈ സർചാർജ് വിൽ ബി അക്യുമുലേറ്റഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. സോ ഐ തിങ്ക് എവ്രിവൺ ഈസ് അവെയർ അബൌട്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അറിയാമോ എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ? CFI കേട്ടുണ്ടോ? ഇതാണ് നമ്മൾ പറയുന്ന ഖജനാവ് എന്ന് പറയുന്നതല്ലേ. നമ്മള് ഖജനാവ് എന്ന് പറയത്തില്ലേ, കോമൺലി നമുക്ക് പറയാം ഖജനാവ്, യൂസ് ടേം ഖജനാവ്. ആൻഡ് CFI ഈസ് ആക്ച്വലി ദ ഖജനാവ്. സോ സർക്കാരിന്റെ എല്ലാ നികുതി വരുമാനവും, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ടാക്സ് റവന്യൂസും, അതുപോലെ നോൺ ടാക്സ് റവന്യൂസ് ലൈക്ക് ഫൈൻസ്, പെനാൽറ്റീസ്, നോൺ ടാക്സ് റവന്യൂസ്, അതേപോലെ സർക്കാർ കടം വാങ്ങുന്ന പൈസ, വിപണിയിൽ നിന്നും, വിപണിക്ക് പുറത്തു നിന്നും, ഇന്ത്യക്ക് പുറത്തു നിന്നും കടം വാങ്ങുന്ന പൈസ. സോ CFI ഈസ് ജനറലി കോൾഡ് ആസ് ദ പബ്ലിക് ട്രഷറി എന്ന് പറയുകയാണെങ്കിൽ. സർക്കാരിന്റെ പൊതു ഖജനാവെന്ന് പറയാൻ കഴിയുന്ന ടേമാണ് ഈ CFI ഓർ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ആൻഡ് ഇൻ ടു ദിസ് ഫണ്ട് സർക്കാരിന്റെ ടാക്സ് റവന്യൂസ്, നോൺ ടാക്സ് റവന്യൂസ്, അതുപോലെ സർക്കാരിന്റെ ബോറോയിങ്സ്, സർക്കാർ കടം വാങ്ങുന്ന എമൗണ്ട്, ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ആൾസോ ഇഫ് ദ ഗവൺമെന്റ് വാണ്ട് ടു സ്പെൻഡ് even a single penny from the consolidated fund of India, it needs approval from the parliament. So നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 1 രൂപയെങ്കിലും ചെലവാക്കണമെങ്കിൽ എന്ത് വേണം, പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമുണ്ട്. ആൻഡ് in order to withdraw money from consolidated fund of India, the government need to pass അപ്രോപ്രിയേഷൻ ബിൽ. നിങ്ങൾ കേട്ട് കാണും, ധനവിനിയോഗ ബില്ല് കേട്ടുണ്ടോ നിങ്ങള്? ധനവിനിയോഗ ബില്ല് നമ്മള് സംസ്ഥാന അസംബ്ലിയൊക്കെ കൂടുമ്പോ, നമ്മള് നിയമസഭാ അസംബ്ലി കൂടുന്ന സമയത്ത് ഇഫ് യു സീ ദ ന്യൂസ്, നിങ്ങൾക്ക് കാണാൻ കഴിയും ധനാഭ്യർത്ഥന ബില്ലുകൾ പാസ്സാക്കി, ധനവിനിയോഗ ബില്ലുകൾ പാസ്സാക്കി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഹാവ് യു ഹേർഡ് ദാറ്റ് ടേംസ്? ആരും ഇല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇന്ന്. സാധാരണ എല്ലാരും മിണ്ടുന്നതാണ്. പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ട് സർ, കേട്ടിട്ടുണ്ട്. ബാക്കി ആരും കേട്ടില്ലേ? അത് പറയത്തില്ലേ? യെസ്. സോ ധനവിനിയോഗ ബില്ല്, ധനാഭ്യർത്ഥന ബില്ല് എന്ന് കേട്ടില്ലേ? സോ എന്താ പറഞ്ഞേ? ഇഫ് ദ ഗവൺമെന്റ് വാണ്ട് ടു സ്പെൻഡ് ഈവൻ എ സിംഗിൾ പെനി, ഈ പറഞ്ഞ CFI നിന്ന് ഒരു നയാ പൈസ എടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമുണ്ട്. സോ പാർലമെന്റ് അംഗീകാരം ഇല്ലാതെ എന്ത് പറ്റില്ല, ഗവൺമെന്റിന് ഒരു പൈസ പോലും CFI നിന്ന് വിട്ടുവ ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഈ CFIയിലേക്കാണ് എന്ത്, സർക്കാരിന്റെ എല്ലാ വരുമാനവും, എല്ലാ റവന്യൂവും ഇൻക്ലൂഡിങ് ബോറോയിങ്സ് വന്ന് അടിഞ്ഞുകൂടുന്നത്. നമ്മൾ കണ്ട സർചാർജും, നമ്മൾ പറഞ്ഞ സർചാർജും എങ്ങോട്ടാ വരുന്നേ? ഈ പറഞ്ഞ CFIയിലേക്കാണ്
വരുന്നത്. ആൻഡ് ആൾസോ മറ്റൊരു ഫണ്ട് ഉണ്ട്, അതാണ് കണ്ടിൻജൻസി ഫണ്ട്. കണ്ടിൻജൻസി ഫണ്ട് കേട്ടുണ്ടോ? കണ്ടിൻജൻസി ഫണ്ട് ഇത് പൊതുവെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കാണും. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ, സ്കൂളുകളിൽ, കോളേജുകളിൽ, അതുപോലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ, അവിടെ എല്ലാം ഒരു ഫണ്ട് ഗവൺമെന്റ് കൊടുക്കാറുണ്ട്, കണ്ടിൻജൻസി ഫണ്ട്. അതേപോലെ തന്നെ ഒരു ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആൻഡ് നോക്കുവാണെങ്കിൽ ദിസ് ഈസ് എ ഫണ്ട് which is kept by the government or which is kept under the President of India. This fund is kept under the President of India mainly to meet cash requirements for unforeseen emergencies in the economy. So നമ്മൾ നേരത്തെ കണ്ട കൺസോൾട്ടന്റ് ഫണ്ട്, അതിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒരു പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. എന്നാൽ കണ്ടിൻജൻസി ഫണ്ട് അങ്ങനല്ല. കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതിയുടെ കീഴിൽ വെക്കുന്ന ഫണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കോർപ്പസ് ഫണ്ട് ഓഫ് 30,000 കോടി. 30,000 കോടിയുടെ ഒരു കോർപ്പസ് ഫണ്ട് ആണെന്ത് ഈ പറഞ്ഞ കണ്ടിൻജൻസി ഫണ്ട്. സോ മൊത്തം എത്ര ക്യുമുലേറ്റീവ് ആയിട്ട് എപ്പോഴും 30,000 കോടി ഉണ്ടാവും ഈ പറഞ്ഞ കണ്ടിൻജൻസി ഫണ്ട്. മുൻപ് ഈ ഫണ്ട് 500 കോടിയായിരുന്നു. ഫണ്ട് 500 കോടിയായിരുന്നു ഈ ഫണ്ട്. എന്നാൽ കഴിഞ്ഞിടയിൽ 2 വർഷം മുന്നേ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പറഞ്ഞ എമൗണ്ട് റിവൈസ് ചെയ്തു, 30,000 കോടിയായിട്ട് കണ്ടിൻജൻസി ഫണ്ട് ഹൈക്ക് ചെയ്തു. ആൻഡ് പ്രത്യേകത പറയുകയാണെങ്കിൽ ദിസ് ഫണ്ട് ഈസ് കെപ്റ്റ് ഫോർ മീറ്റിംഗ് ദ ക്യാഷ് റിക്വയർമെന്റ്സ് ഫോർ അൺഫോർസിൻ എമർജൻസി. അൺഫോർസിൻ എമർജൻസി എന്ന് പറയുമ്പോൾ എന്താ? ലൈക്ക് ഒരു കലാമിറ്റി ഉണ്ടാവുന്നു. നമുക്കറിയാം, നമ്മൾ ഈ ഇടയ്ക്ക് കാണുന്നതാണ്, ഉത്തരാഖണ്ഡിൽ കലാമിറ്റി ഉണ്ടായി, ഹിമാലയ കലാമിറ്റി ഉണ്ടായി, അതുപോലെ കേരളത്തിൽ ഉണ്ടായിരുന്നു 2018-19. സോ whenever a place is observing, place is witnessing some calamities, ഇപ്പൊ ലാൻഡ് സ്ലൈഡോ ഫ്ലഡോ അല്ലെങ്കിൽ എർത്ത്ക്വേക്കോ സുനാമിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടി വരും. അവിടെ മിലിറ്ററി, ആർമി, അതുപോലെ ഈ പറഞ്ഞ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അവരൊക്കെ എന്ത് ചെയ്യും? മൊബിലൈസ് ചെയ്യേണ്ടി വരും. ആൻഡ് ആ സമയത്ത് there is an expense for the government, സർക്കാർ ചെലവുണ്ട്. അപ്പൊ എന്ത് വേണം? അടിയന്തരമായിട്ട് കുറച്ച് പൈസ ഗവൺമെന്റ് ഈ പറഞ്ഞ പ്രവർത്തനത്തിന് വേണ്ടി, റിലീഫ് മെഷേഴ്സിന് വേണ്ടി വകയിരുത്തണം. സോ നമ്മൾ പറഞ്ഞ എന്താ? ഖജനാവിന് പൈസ എടുക്കണമെങ്കിൽ എന്ത് വേണം? പാർലമെന്റ് അംഗീകാരം വേണം. പക്ഷെ പാർലമെന്റ് എപ്പോഴും കൂടത്തുണ്ടോ? എപ്പോഴും കൂടുന്നുണ്ടോ? പാർലമെന്റ് ഈസ് നോട്ട് ഓപ്പൺ എവറി ടൈം. സോ ഈ പറഞ്ഞ കണ്ടിൻജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്യാഷ് റിക്കവറിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് പൈസ എടുക്കാം, ആൻഡ് അത് വിനിയോഗിക്കാം. സോ ദിസ് ഫണ്ട് ഈസ് എ കോർപ്പസ് ഓഫ് 30,000 crore. 30,000 കോടിയുടെ ഒരു കോർപ്പസ് ഫണ്ട് ആണെന്ത്? കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞത്. ആൻഡ് പ്രസിഡന്റിന്റെ കീഴിലാണ് ഈ ഫണ്ട് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഫണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ എന്ത് വേണ്ട? സർക്കാരിന് പാർലമെന്റിന്റെ മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമില്ല. സോ in order to withdraw money from contingency fund, the government does not require pre-approval from parliament. പാർലമെന്റിന്റെ അപ്രൂവൽ എന്താ? മുൻകൂട്ടി ആവശ്യമില്ല. ആൻഡ് ആൾസോ ഈ ഫണ്ട് കീപ്പ് ചെയ്യുന്ന പ്രസിഡന്റ് കീഴിലാണ്. പക്ഷെ സൈൻ ചെയ്യുന്ന ആരെന്നറിയാമോ? ഇപ്പം സപ്പോസ് നമ്മൾ പറയാണ്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു 5,000 കോടി അടിയന്തരമായി ഉത്തരാഖണ്ഡിലേക്ക് കൊടുക്കുന്നു. ഉത്തരാഖണ്ഡിൽ കലാമിറ്റി ഉണ്ടായി, ആ കലാമിറ്റിക്ക് വേണ്ടി 5,000 കോടി കൊടുക്കുന്നു, അടിയന്തരമായിട്ട് കൊടുക്കുന്നു, അനുവദിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? 30,000 5,000 കോടി വിഡ്രോ ചെയ്ത് കൊടുത്തു. അപ്പം ഇങ്ങനെ വിഡ്രോ ചെയ്യണമല്ലോ, പൈസ വിഡ്രോ ചെയ്യണമല്ലോ. ഈ വിഡ്രോ ചെയ്യാനായിട്ട് ചെക്കിൽ ഒപ്പിടുന്ന ആരെന്നറിയാമോ? ഹു വിൽ ബി സൈനിങ് ദ വിഡ്രോവൽ ഫോം, അല്ലെങ്കിൽ വിഡ്രോവൽ ചെക്ക് സൈൻ ചെയ്താണെന്നറിയാമോ? രാഷ്ട്രപതിയാണോ, പ്രൈം മിനിസ്റ്റർ ആണോ, അതോ വേറൊരു വ്യക്തിയാണോ? അല്ല, രാഷ്ട്രപതി അല്ല. ഞാൻ പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ ദ ഡിസ്പോസൽ ഓഫ് പ്രസിഡന്റ്. ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ ദ ഡിസ്പേഴ്സൽ ഓഫ് പ്രസിഡന്റ്. ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ ദ ഡിസ്പേഴ്സൽ ഓഫ് പ്രസിഡന്റ്. ബട്ട് ദ ചെക്ക് ഫോർ വിഡ്രോയിങ് മണി ഈസ് നോട്ട് സൈൻഡ് ബൈ പ്രസിഡന്റ്. അറിഞ്ഞിരിക്കുക, കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാനായിട്ടുള്ള ചെക്കിൽ ഒപ്പിടുന്നത് രാഷ്ട്രപതി അല്ല,
even though this fund is kept under the disbursal of President of India, the check used to withdraw the money from contingency fund is not signed by President, not by CAG, but by Finance Secretary ആണ്. ആരാ ഒപ്പിടുന്നത്? ധനകാര്യ സെക്രട്ടറി ആണ് ഒപ്പിടുന്നത്, അറിഞ്ഞിരിക്കുക. സോ ധനകാര്യ സെക്രട്ടറി ആണ് കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് പൈസ വിട്ടുവെച്ചുള്ള ഫോമുല. ഇറ്റ് ഇസ് നോട്ട് ദ പ്രസിഡന്റ് ഓഫ് CAG. CAG റോൾ എന്താണ്? CAG എന്ന് വെച്ചാൽ ഫണ്ട് വിഡ്രോളിന്റെ പവർ ഒന്നും CAG അല്ല. CAG only has the role of auditing. നമ്മുടെ ഇന്ത്യയിൽ പറയുമ്പോൾ ഇന്ത്യയില് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ എന്നാ പറയുന്നത്. അറിയാലോ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാ പറയുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അതെന്താ? പൈസ എന്താ വിഡ്രോ ചെയ്യാൻ അംഗീകാരം കൊടുക്കണം, അതുപോലെ ചെലവ് കഴിഞ്ഞാൽ അത് ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. വി ആർ സെയിങ് ദാറ്റ് പേരെന്താണ്? CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. എന്നാൽ ഇന്ത്യയിലെ CAGയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഓഡിറ്റിംഗ് ഓൺലി. ഈവൻ ദോ ദ നെയിം ഈസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ, ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതില്, ഫണ്ട് വിഡ്രോ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ എന്തില്ല, CAGക്ക് യാതൊരുവിധ പവറില്ല. ദർ ഇസ് നോ പവർ ഫോർ CAG ടു ടു ഇഷ്യൂ ഫണ്ട്. ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്തില്ല, CAGക്ക് യാതൊരുവിധ അധികാരവും ഇല്ല ഇന്ത്യയില്. എന്നാൽ UK ആണെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ബ്രിട്ടനിൽ പോവാണെങ്കിൽ അവിടുത്തെ CAG എന്താ, പേര് പോലെ തന്നെ, പേര് അനുവർത്തിക്കുന്ന രീതിയിൽ ഹീസ് ഓൾസോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ. പൈസ പിൻവലിക്കാൻ അംഗീകാരം വേണം, അതുപോലെ അതിനുശേഷം അത് ഓഡിറ്റിംഗ് ആരാണ്, അയാളുടെ ജോലിയാണ് ഇൻ UK. ബട്ട് ഇൻ ഇന്ത്യ ഹിസ് പവർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഓഡിറ്റിംഗ് ഓൺലി എന്ന് പറഞ്ഞിരിക്കുക. ആൻഡ് അതുപോലെ ഇൻ ദ കേസ് ഓഫ് കണ്ടിജൻസി ഫണ്ട് സൈൻ ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് ഫിനാൻസ് സെക്രട്ടറി. ആൻഡ് ദ തേർഡ് ഫണ്ട് which is kept under the government of India is, or under the constitution, is public account. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞേക്കുന്ന മറ്റൊരു അക്കൗണ്ട് ആണ് എന്ത്? പബ്ലിക് അക്കൗണ്ട്. സോ ഒന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട്, then contingency, then public account. ആർട്ടിക്കിൾ 266 സബ് ക്ലോസ് 1 പ്രകാരം പറഞ്ഞതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ആർട്ടിക്കിൾ 266 സബ് ക്ലോസ് 2 പ്രകാരം പറയുന്നതാണ് പബ്ലിക് അക്കൗണ്ട്. ആർട്ടിക്കിൾ 267 സബ് ക്ലോസ് 1 പ്രകാരം പറയുന്നതാണ് കണ്ടിജൻസി ഫണ്ട്. സോ ആർട്ടിക്കിളോട് അറിഞ്ഞിരിക്കുക, ആ ഡിഫറെന്റ് ആർട്ടിക്കിളൂടെ നോക്കി വെച്ചേക്കുക. സോ ഇനി പറയുന്നത് പബ്ലിക് അക്കൗണ്ട്. എന്താണ് ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ? പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻ ദ മെജോറിറ്റി ഓഫ് ദ മണി വിച്ച് ഇസ് കെപ്റ്റ് ഇൻ ദിസ് പബ്ലിക് അക്കൗണ്ട്, ഗവൺമെന്റ് ഈസ് ആക്ടിങ് ആസ് എ ബാങ്കർ. പബ്ലിക് അക്കൗണ്ടിലുള്ള മെജോറിറ്റി ഫണ്ടിലും, പബ്ലിക് അക്കൗണ്ടിലുള്ള മെജോറിറ്റി എമൗണ്ടിലും സർക്കാർ എന്തായിട്ട് ആക്റ്റീവ് ആണ്? ഒരു ബാങ്കറെ പോലെ ആക്റ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈ അക്കൗണ്ടിൽ വരുന്ന ഫണ്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ PF പ്രൊവിഡന്റ് ഫണ്ട്, നമ്മൾ പറയുന്ന PF, അതുപോലെ NPS നാഷണൽ പെൻഷൻ സ്കീമിന്റെ ഫണ്ട്, അതുപോലെ PF ഫണ്ട്, അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ്, അതുപോലെ FD ഡിപ്പോസിറ്റിലെ പോസ്റ്റ് ഓഫീസിലുള്ള ഡിപ്പോസിറ്റുകൾ, PF ഫണ്ട്, NPS, അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് NIF എന്ന് പറയും, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ്. സോ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടു എയർ ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എയർ ഇന്ത്യ എന്ത് ചെയ്തു? എയർ ഇന്ത്യ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു, വിച്ച് മീൻസ് എയർ ഇന്ത്യ വാസ് പ്രൈവറ്റൈസ്ഡ്. എയർ ഇന്ത്യയിലുള്ള സർക്കാരിന്റെ നിക്ഷേപം പൂർണ്ണം എന്ത് ചെയ്തു? സർക്കാർ ടാറ്റയ്ക്ക് വിറ്റു. 100% ഷെയർസ് എയർ ഇന്ത്യയുടെ ഗവൺമെന്റ് ടാറ്റയ്ക്ക് വിറ്റു. സോ എയർ ഇന്ത്യ എന്തായി? ഒരു സ്വകാര്യ കമ്പനിയായി. അങ്ങനെ മാറിയ സമയത്ത് ടാറ്റ എന്ത് ചെയ്തിരുന്നു? കുറച്ച് പൈസ ഗവൺമെന്റ് കൊടുത്തു. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ്. ആൻഡ് ഈ ഫണ്ട് എല്ലാം വരുന്ന ഫണ്ടാണ് NIF എന്ന് പറയും, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ആൻഡ് ദിസ് ഇസ് ആൾസോ കെപ്റ്റ് അണ്ടർ പബ്ലിക് അക്കൗണ്ട്. ആൻഡ് ഈ ഇടയ്ക്ക് അതുപോലെ തന്നെ
നമ്മുടെ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങൾ, ഒരു പൊതുമേഖല സ്ഥാപനങ്ങളെ, പൊതുമേഖല ബാങ്കുകളെ ഗവൺമെന്റ് പ്രൈവറ്റൈസ് ചെയ്യുകയാണെങ്കിൽ അതല്ല എവിടോട്ട് വരുന്നത്? ടു ദിസ് NAF. And here you can see all these funds are kept under a common fund called as public account. പബ്ലിക് അക്കൗണ്ടിലാണ് നമ്മൾ കാണുന്ന PF, NPS, പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റുകൾ, അതുപോലെ NIF, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഇവയെല്ലാം കീപ്പ് ചെയ്യുന്നത്. ഇതിൽ NIF ഒഴിച്ച്, ഈ പറഞ്ഞ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ് ഒഴിച്ച് മറ്റു പണം നോക്കൂ, PF, അതുപോലെ പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റ്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഒരു സേവിങ്സ് ആയിട്ട് എന്ത് ചെയ്യാണ്? നിക്ഷേപിക്കുകയാണ്. നമ്മൾ PF ഇടുന്നു. PF പൈസ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി സേവിങ്സ് ആണ്. ആൾക്കാർ എന്ത് ചെയ്യാണ്? ഒരു ബാങ്കിൽ സേവ് ചെയ്യുന്ന പോലാണെന്ത് PF പൈസ ഇടുന്നത്. ആൻഡ് ഈ പറഞ്ഞ PF എമൗണ്ട് അല്ലെങ്കിൽ NPS എമൗണ്ട്, പോസ്റ്റ് ഓഫീസിലെ ഡിപ്പോസിറ്റ്, ഇവയൊക്കെ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെന്റ് എനിക്ക് തരണം, വേണ്ടേ? ഇപ്പൊ ഞാൻ 60 years ആയി, ഞാൻ റിട്ടയർ ചെയ്തു. സോ എന്ത് ചെയ്യും? ഓൺ മൈ റിട്ടയർമെന്റ് ഗവൺമെന്റ് കീപ്പ് ചെയ്യുന്ന ഈ ഫണ്ട് വിത്ത് സം ഇൻട്രസ്റ്റ് റേറ്റ് എനിക്ക് തരുന്നതായിരിക്കും, അല്ലെ? ഇപ്പൊ ഞാൻ PF പൈസ നിക്ഷേപിക്കുമ്പോൾ ആ പൈസ എന്ത് എനിക്ക് റിട്ടയർ കഴിയുമ്പോൾ കിട്ടും. സോ അതുവരെ എന്താണ്? സർക്കാർ ഈ പൈസ കീപ്പ് ചെയ്യുവാണ്. ആൻഡ് സർക്കാർ എന്ത് ചെയ്യാം? ഇഷ്ടാനുസരണം ഈ പൈസ ചെലവാക്കാം. പക്ഷെ വെൻ ഐ എം റിക്വസ്റ്റിംഗ്, വെൻ ഐ എം ഡിമാൻഡിങ്, എനിക്ക് പൈസ തിരിച്ചു കാണാം വിത്ത് ഇൻട്രസ്റ്റ്. അതിൽ ഉൾപ്പെടെയാണ് എന്ത്? എനിക്ക് പൈസ തരുന്നത്. ആൻഡ് പ്രത്യേകത പറയട്ടെ, ഇൻ ദ കേസ് ഓഫ് പബ്ലിക് അക്കൗണ്ട്, ഞാൻ അതാ പറഞ്ഞത്, മെജോറിറ്റി ഓഫ് ദ ഫണ്ടിലും സർക്കാർ എന്തായിട്ട് ആക്റ്റീവ് ആണ്? ഒരു ബാങ്കറെ പോലെ ആക്റ്റീവ് ചെയ്യാണ്. ഒരു ബാങ്കിങ് ഫംഗ്ഷൻ ആണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? പബ്ലിക് അക്കൗണ്ടിലെ മെജോറിറ്റി ഓഫ് ദ ഫണ്ടിലും ഗവൺമെന്റ് കാണിക്കുന്നത്. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് PF ആയാലും, ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റ് ആയാലും, NPS ആയാലും, ഇവിടെ എല്ലാം എന്താ? ഒരു ബാങ്കറെ പോലെ ഗവൺമെന്റ് ആക്ട് ചെയ്യാണ്. ആൻഡ് ആൾസോ യു ക്യാൻ സി, ഇൻ ഓർഡർ ടു വിഡ്രോ മണി ഫ്രം പബ്ലിക് അക്കൗണ്ട് എന്ത് വേണ്ട? പാർലമെന്റ് അംഗീകാരം ആവശ്യമില്ല. പബ്ലിക് അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോൾ സർക്കാർ പാർലമെന്റിന്റെ മുൻകൂട്ടി അനുമതി വാങ്ങിക്കേണ്ട. പക്ഷെ എന്താ? ആൾക്കാർ ഡിമാൻഡ് ചെയ്യുമ്പോൾ, വ്യക്തികൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ വ്യക്തികൾക്ക് ആ പൈസ കൊടുക്കേണ്ടി വരും. അതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട്. ഇൻ ദ കേസ് ഓഫ് കണ്ടിജൻസി ഫണ്ട്, ഞാൻ പറഞ്ഞു 30,000 കോടിയുടെ ഒരു കോർപ്പസ് ഫണ്ടാന്ന് പറഞ്ഞു, അല്ലെ? 30,000 കോടിയുടെ ഒരു കോർപ്പസ് ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട്. സപ്പോസ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉത്തരാഖണ്ഡിലെ ഫ്ലഡ് ഉണ്ടായി. ആ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്തു? 5,000 കോടി വിഡ്രോ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ സുനാമി ഉണ്ടായി, ഉണ്ടായിരിക്കട്ടെ, സുനാമി ഉണ്ടായി. ആ സമയത്ത് ഗവൺമെന്റ് സപ്പോസ് 5,000 കോടി എടുത്തു. സോ നോക്കുവാണെങ്കിൽ whenever government is utilizing or whenever government is withdrawing money from contingency fund, എന്ത് ചെയ്തു? കണ്ടിജൻസി ഫണ്ട് ഡിപ്ലീറ്റ് ചെയ്യും. 30,000 കോടി എന്നുള്ളത് 20,000 കോടിയായിട്ട് ഇവിടെ ഡിപ്ലീറ്റ് ചെയ്തു, ചുരുങ്ങി. ആ ചോദിക്കട്ടെ, ഇങ്ങനെ ഡിപ്ലീറ്റ് ചെയ്തു, അപ്പൊ ഇനി കുറഞ്ഞോണ്ടങ്ങ് പോവത്? കുറഞ്ഞോണ്ടങ്ങ് ഇരിക്കുവോ? ഇതെന്ത് ചെയ്യണം? നമ്മള് റീഫിൽ ചെയ്യണം. ഗവൺമെന്റ് ഇത് എന്ത് ചെയ്യണം? എത്ര പൈസയാണോ ഇവിടുന്ന് വിഡ്രോ ചെയ്തത്, 5,000 വിഡ്രോ ചെയ്തു ഉത്തരാഖണ്ഡിന്, 5,000 സുനാമിക്ക് വിഡ്രോ ചെയ്തു, അതിന് എത്ര എമൗണ്ട് ആണോ ഗവൺമെന്റ് കണ്ടിജൻസി വിഡ്രോ ചെയ്തത്, അത്രയും എമൗണ്ട് ഗവൺമെന്റ് പാർലമെന്റില് എന്ത് ചെയ്യണം? ബില്ല് അവതരിപ്പിക്കണം ഇൻ ഓർഡർ ടു റീഇംബേഴ്സ്. സോ 30,000 കോടി നമ്മൾ എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു, അതിൽ 10,000 കോടി വിഡ്രോ ചെയ്തു. So when the next parliament came in session, അടുത്ത പാർലമെന്റ് കൂടുമ്പോൾ, അടുത്ത പാർലമെന്റ് സെഷനിൽ, ഇൻ ദ നെക്സ്റ്റ് പാർലമെന്റ് സെഷൻ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് പാർലമെന്റ് ഇൻഫോം ചെയ്യണം. എന്ത്? വി ഹാവ് വിഡ്രോൺ, ഞങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് 10,000 കോടി ഞങ്ങൾ വിഡ്രോ ചെയ്തിരുന്നു കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാ? ഉത്തരാഖണ്ഡിലെ ഫ്ലഡിന് വേണ്ടിയിട്ട്, സുനാമിക്ക് റിലീഫ് മെഷേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 10,000 കോടി വിഡ്രോ ചെയ്തു. എന്നാരും ധരിപ്പിക്കണം? പാർലമെന്റിനെ ധരിപ്പിക്കണം. എന്നിട്ട് പറയണം, കൈൻഡ്ലി റീഇംബേഴ്സ്, ഞങ്ങൾ വിഡ്രോ ചെയ്ത ഈ എമൗണ്ട് എന്ത് ചെയ്യാം? തിരിച്ച് റീഫിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? പാർലമെന്റിനെ റിക്വസ്റ്റ് ചെയ്യണം. സോ പാർലമെന്റ് എന്ത് ചെയ്യും? ഇപ്പം പാർലമെന്റ് നമ്മുടെ ഖജനാവിൽ നിന്ന്, നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 10,000 കോടി വിഡ്രോ ചെയ്യും.
ആ പൈസ എങ്ങോട്ട് ആഡ് ചെയ്യും? ഈ പറഞ്ഞ കണ്ടിജൻസിയിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ എപ്പോഴും 30,000 കോടിയായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കണ്ടിജൻസി ഫണ്ട് കീപ്പ് ചെയ്യും. So whenever there is depletion in the contingency fund, in the next parliament session, government will inform the parliament that they have used this much money for this much expenses and kindly reimburse the withdrawn amount back to the fund. അങ്ങനെ എന്ത് ചെയ്യും? പാർലമെന്റ് എത്ര എമൗണ്ട് വിഡ്രോ ചെയ്തോ അത്ര എമൗണ്ട് തിരിച്ച് കണ്ടിജൻസി ഫണ്ടിലേക്ക് റീഇംബേഴ്സ് ചെയ്യും. ആൻഡ് എവിടുന്ന പൈസ എടുക്കുന്നത്? ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. അവിടുന്ന് പൈസ എടുത്താണ് ഇവിടേക്ക് റീഇംബേഴ്സ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദ ഫണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു വന്നത് സർചാർജ് ആണ്. ആൻഡ് സർചാർജ്, സർക്കാർ സർചാർജ് കിട്ടുന്ന എമൗണ്ട് എങ്ങോട്ടാ പോകുന്നത്? ടു ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഹിയർ യു ക്യാൻ സീ an example of surcharge levied on income tax. So ഒരു വ്യക്തിയുടെ ഇൻകം 50 lakh താഴെയാണെങ്കിൽ എന്തില്ല? സർചാർജ് വരുന്നില്ല. എന്നാൽ 50 lakh മേലെയാണെങ്കിൽ you can see he need to give 10% surcharge on the income tax. ഇപ്പം അയാൾ 100 രൂപ ഇൻകം ടാക്സ് കൊടുക്കണമെങ്കിൽ അതിനൊപ്പം 10% ഓഫ് 100 കൂടെ എന്ത് ചെയ്യണം? കൊടുക്കണം, സർചാർജ്. ഈ 10% എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സർചാർജ് ലെവിഡ് ഓൺ ഇൻകം ടാക്സ് ആണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? സർചാർജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ അഡീഷണൽ ടാക്സ് വിച്ച് ഈസ് ലെവിഡ് ഓൺ ദ എക്സിസ്റ്റിംഗ്, വെച്ചാൽ നിലവിലുള്ള ഒരു ടാക്സിന് മേലെ ചുമത്തുന്നതാണെന്ത്? ഈ പറഞ്ഞ സർചാർജ്. ഓക്കെ. ആൻഡ് അതുപോലെ പൊതുവിൽ സർചാർജ് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുമ്പോൾ പൊതുവിൽ സർചാർജ് എന്തിനാണ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇന്റൻഷൻ ഓഫ് കളക്ടിംഗ് സർചാർജ് എന്ന് പ്രതിപാദിക്കാറില്ല. അതുകൊണ്ട് തന്നെ there is no prefix. In normal case, there is no prefix while imposing a surcharge. നേരെ മറിച്ച് സെസ് ആണെങ്കിൽ, നമ്മൾ പഠിക്കും പിന്നീട്, സെസ് ആണെങ്കിൽ you can see there is always a prefix for levying cess. ഇപ്പൊ നമ്മൾ കേരളത്തിൽ പറഞ്ഞു സാമൂഹ്യക്ഷേമ സെസ് കണ്ടില്ലേ? പെട്രോളിന് മേലെയും ഡീസലിന് മേലെയും സോഷ്യൽ വെൽഫെയർ സെസ് നമ്മൾ ചുമത്തി. സോ ഇതുപോലെ സെസ് ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ ആയാലും സംസ്ഥാന ഗവൺമെന്റിനെ ആയാലും യു ക്യാൻ സീ ദർ ഈസ് എ പ്രിഫിക്സ് വിച്ച് ഈസ് മെൻഷൻ അലോങ് വിത്ത് ദ നെയിം. എന്നാൽ ഇൻ ദ കേസ് സർചാർജ് ഇതിൽ എന്തില്ല? ഇങ്ങനെ പ്രിഫിക്സ് പറയാറില്ല. എന്നാൽ 2018 when government imposed a surcharge on import ചെയ്ത ഉൽപ്പന്നത്തിന് മേലെ ഒരു സർചാർജ് ഗവൺമെന്റ് ലെവി ചെയ്തപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്തു? കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? അതിന് ഫിക്സ് പറഞ്ഞിരുന്നു. അതായിരുന്നു സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് ആൻ എക്സെപ്ഷൻ. സർചാർജിൽ ഒരു എക്സെപ്ഷൻ ആണെന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. ആൻഡ് ദിസ് വാസ് ലെവിഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണ്. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് മേലെയാണെന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ് ഗവൺമെന്റ് ലെവി ചെയ്യുന്നത്. ആൻഡ് ദിസ് സർചാർജ് എമൗണ്ട് വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ വേരിയസ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഓഫ് ഗവൺമെന്റ്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സാമൂഹ്യക്ഷേമ സ്കീമുകൾക്ക് വേണ്ടിയായിരിക്കും ഈ പൈസ ഉപയോഗിക്കുന്നതെന്ന് ഗവൺമെന്റ് പറയുകയുണ്ടായി. പൊതുവിൽ പറയാറില്ല. എന്നാൽ ഒരു എക്സെപ്ഷൻ എന്ന രീതിയിൽ 2018 അരുൺ ജെയ്റ്റ്ലി സമയത്താണ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് സെസ്. സോ സെസ് നമ്മൾ പൊതുവെ കേൾക്കുന്നതാണ്. 2019 ഒരു സെസ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ പേരെന്ന്? ഇപ്പൊ ആ സെസ് ഇല്ല. 2019 നമ്മുടെ ഫ്ലഡ് സെസ്. വെരി ഗുഡ്. സോ കേരള ഫ്ലഡ് സെസ്. സോ 2019 നമ്മുടെ 2018 അറിയാമായിരിക്കുമല്ലോ, ദ ഇയർ ഓഫ് ദ ഗ്രേറ്റ് ഫ്ലഡ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് ഉണ്ടായ സമയമായിരുന്നു 2018 ഫ്ലഡ്. ആ 2018 ഫ്ലഡിന് ശേഷം നമ്മുടെ പല ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർന്നു. റോഡുകൾ, പാലങ്ങൾ, ബിൽഡിങ്ങുകൾ തകർന്നു. ആൻഡ് there was lot of losses for the development activities of the state. സോ ഇങ്ങനെ ഫ്ലഡ് മൂലം തകർന്ന ഇൻഫ്രാസ്ട്രക്ചർ പുനഃസ്ഥാപിക്കുക, അതുപോലെ നമ്മുടെ റീബിൽഡ് കേരള എന്ന പ്രൊജക്ടിന് വേണ്ടി ഫണ്ട് മൊബിലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് 2019 മുതൽ 2021 വരെ, 2019 മുതൽ 2019 to 2021 വരെ 2 year ടൈം പീരീഡില് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
കേരളത്തിനോട് അല്ലെ GST കൗൺസിൽ കേരളത്തിനോട് കേരള ഫ്ലഡ് സെസ് KFC ചുമത്താൻ അനുവദിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? GSTക്കൊപ്പം കേരള ഫ്ലഡ് സെസ്സും കളക്ട് ചെയ്തിരുന്നു 2 വർഷക്കാലം. സോ 2019 ഓഗസ്റ്റ് 1 മുതൽ 2021 ജൂലൈ 31 വരെ ആയിരുന്നു അസസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അസസ് ഇല്ല. ആൻഡ് സെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൾസോ എ ടാക്സ് ഓൺ ടാക്സ് ആണ്. നിലവിലുള്ള ഒരു നികുതിക്ക് മേലെ വരുന്ന ഒരു അഡീഷണൽ ടാക്സ് ആണെന്ത്? സെസ്സും. സർചാർജ് പോലെ തന്നെ വരുന്ന സാധനമാണെന്ത്? സെസ്. പക്ഷെ ഡിഫറൻസ് പറയുകയാണെങ്കിൽ സെസ് ക്യാൻ ബി കളക്റ്റഡ് ബോത്ത് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെന്റിനും ഒരേപോലെ കളക്ട് ചെയ്യാൻ വരുന്നതാണെന്ത്? സെസ്. ആൻഡ് അതാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിൽ സാമൂഹ്യക്ഷേമ സെസ് ഈ കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തി. നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റുമോ? നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. സിൻസ് വി ആർ ഏബിൾ, നമ്മൾ എന്ത് ചെയ്തു? ഇൻ ദ ബഡ്ജറ്റ് വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് സോഷ്യൽ വെൽഫെയർ സെസ് ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഹാസ് ലെവിഡ് സെസ് ഓൺ വേരിയസ് ഐറ്റംസ്. ലൈക്ക് നിങ്ങൾ കേട്ടു കാണും, ഈ അടുത്തിടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായിരുന്നു, LPG അതുപോലെ ബ്യൂട്ടെയിൻ ഇമ്പോർട്ട് ചെയ്യുന്ന LPG അതുപോലെ ബ്യൂട്ടെയിൻ ഇതിനൊക്കെ മേലെ AIDC ഓർ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ് ഇത് റിവോക്ക് ചെയ്തു, അത് റിമൂവ് ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു ഈ മാസം. എനിക്കും സെപ്റ്റംബർ ഒരു 1 to 2 1-2 ആഴ്ച, ഫസ്റ്റ് ആഴ്ച സെക്കൻഡ് ആഴ്ച വാർത്ത ഉണ്ടായിരുന്നു. എന്ത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് റിവോക്കിംഗ് ദ എക്സിസ്റ്റിംഗ് AIDC അഗ്രികൾച്ചറൽ സെസ് ഓൺ LPG. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന LPGക്ക് മേലെ ഉണ്ടായിരുന്ന AIDC ഓർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ് നമ്മൾ റിവോക്ക് ചെയ്യുകയാണ് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ദിസ് വാസ് ദ ന്യൂസ്. ഗവൺമെന്റ് എക്സ്റ്റെൻസ് LPG imports ഫ്രം അഗ്രി സെസ്. ഇതായിരുന്നു വാർത്ത. ജൂലൈയിലാണ് ഈ സെസ് ഉൾപ്പെടുത്തുന്നത്. ജൂലൈയില് നമ്മുടെ LPG ഇമ്പോർട്ടിന് മേലെ നമ്മുടെ ഗവൺമെന്റ് ഈ സെസ് ഉൾപ്പെടുത്തി. എന്നാൽ സെപ്റ്റംബർ ആയപ്പം ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ സെസ് റിവോക്ക് ചെയ്തു. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ്. ഞാൻ പറയുന്നത്, സെസ് എന്ത് ചെയ്യപ്പം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരേപോലെ ചുമത്താം. ആൻഡ് കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന സെസ് എമൗണ്ട് സംസ്ഥാനമായിട്ട് വീതിച്ചു കൊടുക്കണ്ട. അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന സെസ് എമൗണ്ട് എന്ത് ചെയ്യണ്ട? കേന്ദ്രമായിട്ടും വീതിക്കണ്ട. സോ the cess collected by the center need not be shared with the state. And also the amount or the revenue which is mobilized by a cess will be kept in a separate fund and will be utilized for that specific purpose only. ഇപ്പൊ നമ്മൾ കാണുന്ന കേരള ഫ്ലഡ് സെസ്. സോ കേരള ഫ്ലഡ് സെസ് വഴി ഗവൺമെന്റ് എമൗണ്ട് കളക്ട് ചെയ്തു. 2000 കോടിക്ക് മേലെയാണ് ഗവൺമെന്റ് മൊബിലൈസ് ചെയ്തത്. സോ ഈ മൊബിലൈസ് ചെയ്ത ഫണ്ട് ഗവൺമെന്റ് എന്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? only for meeting rebuild കേരള ഓർ ഫ്ലഡ് റിലേറ്റഡ് മെഷേഴ്സ്. നമ്മുടെ ഫ്ലഡ് റിലേറ്റഡ് ചെയ്ത ഇൻഫ്രാ ഡെവലപ്മെന്റിന്, ഫ്ലഡ് റീബിൽഡ് കേരള മെഷേഴ്സ്, അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കണം എന്ത്? ഗവൺമെന്റ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ വക മരുന്ന് ഉപയോഗിക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ AIDC Agriculture Infrastructure Development Cess. And this cess was introduced during 2021. 2021 ഈ സെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. And this cess was introduced during 2021 to mainly to promote or mainly to improve the infrastructure development in agriculture. കാർഷിക മേഖലയിലുള്ള അസറ്റ് ബിൽഡിംഗ്, കാർഷിക മേഖലയിലുള്ള ആസ്തി വികസനം, അതാണെന്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ AIDC എയിം ചെയ്യുന്നത്. സോ കാർഷിക മേഖലയിലെ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഈ പറഞ്ഞ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, സോ കാർഷിക മേഖല ബന്ധപ്പെട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക. ദാറ്റ് വാസ് ദ എയിം ഓഫ് ദിസ് AIDC. അതേപോലെ തന്നെ വേറൊരു സെസ്സാണ് റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്. റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് നമ്മുടെ പെട്രോളിന് മേലെയും ഡീസലിന് മേലെയും ഗവൺമെന്റ് ലെവി ചെയ്യുന്ന സെസ്സാണ്.
റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് കേന്ദ്ര ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ്ട, സംസ്ഥാനമായിട്ട് ഈ റവന്യൂ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് മറ്റൊരു എക്സാമ്പിൾ ആണ് സ്വച്ഛ് ഭാരത് സെസ്. ഇപ്പൊ അതില്ല. സ്വച്ഛ് ഭാരത് സെസ് ഓർമ്മയുണ്ടാവും, മുന്നേ ഗവൺമെന്റ് കളക്ട് ചെയ്ത സെസ് ആയിരുന്നു സ്വച്ഛ് ഭാരത് സെസ്. ദിസ് സെസ് വാസ് റിവോക്ക് ലേറ്റർ. GST വന്നപ്പോ ഈ സെസ് എന്ത് ചെയ്തു, ഗവൺമെന്റ് നിർത്തലാക്കി. അതുപോലെ കൃഷി കല്യാൺ സെസ്, കൃഷി കല്യാൺ സെസ്, കൃഷി കല്യാൺ സെസ്. ആൻഡ് ദിസ് വാസ് introduced to mobilize funds for improving condition of farmers. നമ്മുടെ കർഷകരുടെ കണ്ടീഷൻസ്, അവർക്ക് വേണ്ടിയുള്ള സ്കീംസ്, അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് എന്ത് കൃഷി കല്യാൺ സെസ് ഒരു ഫണ്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇങ്ങനെ ഡിഫറൻറ്റ് സെസ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ലഭ്യമാറുണ്ട്. അതുപോലെ മറ്റൊരു സെസ് ആയിരുന്നു ക്ലീൻ എൻവയോൺമെന്റ് സെസ് ഓർ ക്ലീൻ എനർജി സെസ്. ക്ലീൻ എനർജി സെസ് അല്ലെങ്കിൽ ക്ലീൻ environment cess, and this cess was introduced mainly for promoting environment protection measures. So നമ്മുടെ കോളില്ലേ, കൽക്കരി, ഇന്ത്യയില് 1 ടൺ കോള് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെ 1 ടൺ കോള് മാനുഫാക്ചർ ചെയ്യുമ്പോൾ 400 രൂപ ക്ലീൻ എനർജി സെസ് ഗവൺമെന്റ് ലഭിച്ചിരുന്നു. സോ 1 ടൺ കോള് ഇന്ത്യയിൽ വിറ്റുന്ന സമയത്ത് 400 രൂപ വെച്ച് അതിന് മേലെ എന്ത് ചെയ്തിരുന്നു, ഗവൺമെന്റ് കളക്ട് ചെയ്തിരുന്നു. അതാണ് ക്ലീൻ എനർജി സെസ് ഓർ ക്ലീൻ എൻവയോൺമെന്റ് സെസ് എന്ന് പറഞ്ഞാൽ. സോ യു ക്യാൻ സി ഇങ്ങനെ ഡിഫറെന്റ് സെസ് എന്ത് ചെയ്യുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് ലഭിച്ചിരുന്നു. ആൻഡ് ദീസ് ഫണ്ട്സ് വിൽ ബി യൂസ്ഡ് ഫോർ സെപ്പറേറ്റ് പർപ്പസസ്, ഫോർ സ്പെസിഫിക് പർപ്പസസ്. സെപ്പറേറ്റ് അല്ല, സ്പെസിഫിക് പർപ്പസസ്. സെസ്സി പറഞ്ഞേക്കുന്ന എന്തിനാണോ അതിനുവേണ്ടി ആയിരിക്കണം എന്ത് ആ പൈസ ഉപയോഗിക്കേണ്ടത്. ആൻഡ് ആൾസോ this is not kept under CFI. നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലല്ല ഈ പറഞ്ഞ സെസ് എമൗണ്ട് കീപ്പ് ചെയ്ത് അറിഞ്ഞിരിക്കുക. ബട്ട് വിൽ ബി സ്റ്റോർഡ്, വിൽ ബി കെപ്റ്റ് ആസ് എ സെപ്പറേറ്റ് ഫണ്ട് എന്നും അറിഞ്ഞിരിക്കുക. ഒരു സെപ്പറേറ്റ് ഫണ്ടായിട്ടാണ് എന്ത് ഈ പറഞ്ഞ സെസ് ഫണ്ടും കീപ്പ് ചെയ്തത് അറിഞ്ഞു. ആൻഡ് ഹിയർ യു ക്യാൻ സി ദ എക്സാമ്പിൾസ്. ADC 2021 ബഡ്ജറ്റ് കൊണ്ടുവന്നതാണ്. പെട്രോളിന് മേലെ 2 രൂപ, ഡീസലിന് മേലെ 4 രൂപ ആണ് ADC ചുമത്തുന്നത്. ആൻഡ് നമ്മുടെ ഇൻകം ടാക്സിന് മേലെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻകം ടാക്സിന് മേലെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഇൻകം ടാക്സ് എമൗണ്ട്, ഇൻകം ടാക്സ് എമൗണ്ട് കൂടാതെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നമ്മൾ പേ ചെയ്യണം. അതുപോലെ സെസ് ഓൺ ക്രൂഡ് ഓയിലിന് മേലെ ഉണ്ട്. സോ 20% ഓൺ ദ വാല്യൂ ഓഫ് ഓയിൽ, ക്രൂഡ് ഓയിൽ ഇൻഡസ്ട്രിക്ക് മേലെ ഉണ്ട്. അതുപോലെ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്, കൃഷി കല്യാൺ സെസ്, ക്ലീൻ എൻവയോൺമെന്റ് സെസ്, സ്വച്ഛ് ഭാരത് സെസ്, ഇങ്ങനെ ഡിഫറെന്റ് സെസ് ആണ് ഇന്ത്യയിൽ ലഭിക്കപ്പെടുന്നുണ്ട്. ആൻഡ് ആൾസോ വി ക്യാൻ സി ഇൻ ദ കേസ് ഓഫ് സെസ് ഇറ്റ് ക്യാൻ ബി എയ്തർ ലെവിഡ് ആസ് ആഡ് വലോറം ഓർ ലെവിഡ് ആസ് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് വലോറമായിട്ട് ലഭിച്ചു ചെയ്യാം, ഓർ it can be levied as a percentage of the tax amount. എന്താ പറഞ്ഞേ, സെസ് 2 വിധേന ചുമത്താം. ഒന്നെങ്കിൽ a certain percentage of the value of item, ഒരു ഉൽപ്പന്നത്തിന്റെ ബേസിക് വാല്യൂ അതിന്റെ നിശ്ചിത ശതമാനം എന്ന് പറഞ്ഞ് ചുമത്താം. അല്ലെങ്കിൽ a certain percentage of the already existing tax amount. അതായത് നിലവിലുള്ള ടാക്സ് എമൗണ്ട് ഉണ്ട്, അതിന് ഇത്ര ശതമാനം. ഉദാഹരണം പറയുമ്പോൾ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു there is health and education സെസ്. സപ്പോസ് ഒരു വ്യക്തി കൊടുക്കുന്ന ഇൻകം ടാക്സ് 1000 രൂപ എന്ന് വിചാരിച്ചു. 1000 രൂപയാണ് അയാൾ കൊടുക്കേണ്ട ഇൻകം ടാക്സ് ബിഫോർ ഇൻക്ലൂഡിംഗ് സെസ്. സെസ് ഇൻക്ലൂഡ് ചെയ്യാതെ 1000 രൂപയാണ് അയാൾ കൊടുക്കേണ്ട സെസ്, സോറി ടാക്സ്. സോ വെൻ ഗവൺമെന്റ് ഈസ് ഇമ്പോസിംഗ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്, എന്ത് ചെയ്യും, ഈ 1000 രൂപ ഇൻകം ടാക്സിനൊപ്പം 4% ഓഫ് 1000 രൂപ ഇൻകം ടാക്സ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. വിച്ച് മീൻസ് 1040 ആയിരിക്കും എന്ത് അയാൾ കൊടുക്കേണ്ട ആക്ച്വൽ ഇൻകം ടാക്സ് എമൗണ്ട്, ഇൻക്ലൂഡിംഗ് 4%
ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, സെസ് ക്യാൻ ബി ലെവീഡ് ആസ് എ സർട്ടൻ പെർസെന്റേജ് ഓഫ് വാല്യൂ ഓഫ് ഐറ്റം. അതാണ് അഡ് വലോറം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു KFC, കേരള ഫെഡ് സെസ്. എത്ര ലെവി എന്ന് ഓർമ്മയുണ്ടോ? വാട്ട് വാസ് ദ പെർസെന്റേജ് ഓഫ് KFC? എത്ര ശതമാനമായിരുന്നു ചുമത്തിയത്? 1%. 1%. വെരി ഗുഡ്, 1%. സോ 1% കേരള ഫെഡ് സെസ് ലെവി ചെയ്തത്. ആൻഡ് 1% എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ലെവീഡ് ആസ് എ പെർസെന്റേജ് ഓഫ് വാല്യൂ ഓഫ് ദ ഐറ്റം ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഐറ്റം എടുക്കുക, 100 രൂപയാണ് അതിന്റെ വില എന്ന് വിചാരിക്കുക. 100 രൂപയാണ് ഐറ്റത്തിന്റെ ബേസ് വാല്യൂ. സോ 100 rupees ഈസ് ദ ബേസ് വാല്യൂ ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ ബേസ് വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. ആൻഡ് അതിന് മേലെ ഗവൺമെന്റ് എന്ത് ചെയ്യും? സപ്പോസ് 5% GST ഉണ്ട്, വിച്ച് മീൻസ് 5% ഓഫ് 100 എത്ര? 5 രൂപ GST വന്നു. ദെൻ 1% KFC വന്നു. ആൻഡ് 1% ലെവി ചെയ്യുന്നത് നോട്ട് ഓൺ ദിസ് ടാക്സ് എമൗണ്ട്. ഈ ടാക്സ് എമൗണ്ടിന്റെ മേലെ അല്ല. എന്താണ്? ഈ ടാക്സ് എമൗണ്ട് 1% അല്ല, മറിച്ച് എന്തിന്റെ 1%? ഈ ബേസ് വാല്യൂവിന്റെ 1%. ദിസ് ഈസ് കറക്റ്റ്, ദിസ് ഈസ് റോങ്. 1% കേരള ഫെഡ് സെസ് വാസ് ലെവീഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഐറ്റം ആണ്. ഉൽപ്പന്നത്തിന്റെ വാല്യൂവിന്റെ 1% എന്ത്? KFC ആയിട്ട് ലഭിച്ചത്. സോ എത്ര വരുന്നു? 100 പ്ലസ് 5 പ്ലസ് 1% ഓഫ് 100 എത്ര വരുന്നു? 100. ഇതായിരിക്കും ഫൈനൽ വാല്യൂ ഓഫ് ദ ഐറ്റം ഇൻക്ലൂഡിംഗ് KFC. സോ എന്താ പറഞ്ഞേ? സെസ് ഒന്നുകിൽ എന്ത് ചെയ്യാം? നിലവിലുള്ള ടാക്സ് എമൗണ്ടിന്റെ നിശ്ചിത ശതമാനം കൊണ്ട് ലഭിക്കാം. ആൻഡ് ദിസ് ഇസ് നോർമലി സീൻ ഇൻ ഡയറക്ട് ടാക്സ്. സോ ഡയറക്ട് ടാക്സ്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇവിടെ അല്ല എങ്ങനാ? ഈ പറഞ്ഞ ടാക്സ് എമൗണ്ടിന്റെ നിശ്ചിത ശതമാനം കൊണ്ടാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ഉള്ള ഏരിയയിലാണ് സെസ് വരുന്നതെങ്കിൽ we can see cess is levied as a certain percentage of the value of the item ആണ്. എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞ വെൽഫെയർ സെസ്, അതുപോലെ കൃഷി കല്യാൺ സെസ്, സ്വച്ഛ് ഭാരത് സെസ്, അതെല്ലാം എന്താ ആ രീതിയിലാണ് എഴുതുന്നത്. So that is about cess. The next is non-tax, നികുതി ഇതര വരുമാനങ്ങൾ. പറയാമോ ആർക്കെങ്കിലും എക്സാമ്പിൾ? Can you quote some example of non-tax payment? Fines. പറഞ്ഞോളൂ. ഫൈൻ. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നു, ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യാം? ഗവൺമെന്റ് മേ ലെവി സം ഫൈൻ ഓ പെനാൽറ്റി, അതുപോലെ ഫോർഫീച്ചർ. അതുകൊണ്ട് നമ്മൾ സർക്കാർ ഏറ്റെടുക്കുന്ന സാധനങ്ങൾ സർക്കാർ കണ്ടുകെട്ടത്തില്ലേ, അതെന്താണ്? നോൺ റവന്യൂ എന്ന് പറയാം തീർച്ചയായും. സോ ഫൈൻ, പെനാൽറ്റീസ്, സ്റ്റാമ്പ്. ഓക്കെ, വേറെ ഇത്രേ ഉള്ളോ? എന്താണ്? നോൺ ടാക്സ് റവന്യൂ എന്നാ പറഞ്ഞത്. നികുതി ഇതര വരുമാനം എന്ന് വെച്ചാൽ ടാക്സ് റവന്യൂ ആവാൻ പാടില്ല, ഫൈനും പെനാൽറ്റി മാത്രമേ ഉള്ളൂ. നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും നമ്മുടെ ഗവൺമെന്റ് ധാരാളം പൊതുമേഖലാ സ്ഥാപനം ഓൺ ചെയ്യുന്നില്ലേ? അല്ലേ? ഇന്ത്യയിലും കേരളത്തിലും we can see the government is owning various public sector enterprises. ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാവുമ്പോൾ അതിന്റെ ഒരു വിഹിതം ആർക്ക് കിട്ടും? ആ ലാഭത്തിന്റെ ഷെയർ എങ്ങോട്ടാ പോകുന്നത്? ഗവൺമെന്റിലേക്കാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ, ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ ക്രൂഡ് ഓയിലിന് വില എത്ര ആയാലും ONGCയോ അല്ലെങ്കിൽ ഇന്ത്യൻ കോർപ്പറേഷനോ ഒന്നും എഴുതിയിട്ടില്ല, പെട്രോൾ വില കൂട്ടത്തില്ല. ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. സോ നമ്മൾ പറയുന്നതാണ് എന്ത്? ഒരു കണ്ടീഷൻ എന്താണ്? അന്താരാഷ്ട്ര വിപണിയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുന്നതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യാം? പ്രൈസ് കൂട്ടാം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ കൂടുമ്പോൾ എന്ത് ചെയ്യും? കൂടും. അന്താരാഷ്ട്ര വിപണിയിൽ പ്രൈസ് കൂടുമ്പോൾ ഇവിടെയും പ്രൈസ് കൂടും. എന്നാൽ കുറയും തക്കതായ കുറച്ചിൽ ഇവിടെ ഉണ്ടാകുകയില്ല. അത് മാത്രമല്ല,
whenever there is election, ഏതെങ്കിലും സംസ്ഥാനത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് സ്വിച്ച് ഇട്ടപ്പോൾ എന്ത് ചെയ്യും? എത്ര വിലയായാലും ഉടനെ എത്ര ആയാലും എന്ത് ചെയ്യത്തില്ല, there is no hike in the price of petrol or diesel. അതിന് കാരണം എന്താണ്? നമ്മൾ പറയുന്ന പോലെ പ്രതിക്രിയാവാദികളും മറ്റേ ഉണ്ടല്ലോ, നമ്മൾ അന്തർധാര ശുചീയം വരുന്നത് പറഞ്ഞ പോലെ യു ക്യാൻ സി ഗവൺമെന്റ് ആണ് എന്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയാലും BPC ആയാലും ഓൺ ചെയ്യുന്ന ആരാ? ഹു ഇസ് ദ മേജർ ഷെയർ ഹോൾഡർ ഓഫ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. സർക്കാർ തന്നെയാണെന്ത് ഈ പറഞ്ഞ കമ്പനികളുടെ എല്ലാം മേജർ ഷെയർ ഹോൾഡർ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ക്യാൻ ഡിസൈഡ്. ഗവൺമെന്റ് എന്താ ഒരു കീ ഡിസി ഫോഴ്സ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെന്റിന്റെ ഡയറക്ഷൻസ് അനുസരിച്ചാണെന്ത് ഇവരെ പൈസ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. സോ അതാണ് ഇലക്ഷൻ വരുമ്പോ എന്ത് സ്വിച്ച് ഇട്ട പോലെ ഈ പറഞ്ഞ എന്താ എല്ലാ വിലവർദ്ധനവും തൽക്കാലം നിൽക്കും. സോ യു ക്യാൻ സി ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവരുടെ ലാഭവിഹിതങ്ങൾ, ഇവിടെ ലാഭം, പൊതുമേഖലാ ബാങ്കുകളുണ്ട് അവിടെ ലാഭം എങ്ങോട്ടാ പോകുന്നേ? ഗവൺമെന്റിലേക്കല്ലേ? അത് നികുതി വരുമാനമാണോ? അല്ല, നോൺ ടാക്സ് റവന്യൂ ആണ്. വേറെ ഉണ്ടോ നോൺ ടാക്സ് റവന്യൂ? എക്സാമ്പിൾ ഇൻട്രസ്റ്റ്. ഇപ്പം അബ്ദുൽ സാർ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ്. അപ്പൊ നോക്കുക, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് they used to give loans to states and also foreign countries. വിദേശ രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യാറുണ്ട്? ലോൺ കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ കടം കൊടുക്കാറുണ്ട്. ഈ ലോൺ കൊടുക്കുമ്പോൾ ചുമ കൊടുക്കുകയല്ല, ഈ ലോണിന് മേലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പലിശ, ഒരു ഇൻട്രസ്റ്റ് ആര് ഈടാക്കുന്നുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കുന്നുണ്ട്. സോ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സർക്കാർ ലഭിക്കുന്ന ഒരു ഇൻകം അല്ലേ, ഇൻകം സോഴ്സ് അല്ലേ? ഇറ്റ് ഇസ് ഓൾസോ എ നോൺ ടാക്സ് റവന്യൂ ആണ്. കടം കൊടുത്തു, അതിന് മേലെ പലിശ കിട്ടുകയാണ്. തിരിച്ചു കിട്ടിയിട്ടില്ല, ലോൺ തിരിച്ചു കിട്ടിയില്ല. എന്ത് കിട്ടുന്നുള്ളൂ? സപ്പോസ് 100 കോടി ലോൺ കൊടുത്തു, 100 കോടി ലോണിന് 10 കോടി വെച്ച് പലിശ കിട്ടുന്നു, ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇൻട്രസ്റ്റ് മാത്രമാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടല്ലോ, കൊടുത്ത തുക, പ്രിൻസിപ്പൽ എമൗണ്ട് അത് തിരിച്ചു കിട്ടിയില്ല. എന്ത് മാത്രമേ ഉള്ളൂ? പലിശ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 10 കോടി വെച്ച് പലിശ കിട്ടുന്നു. സോ പലിശ കിട്ടുക എന്ന് പറയുമ്പോൾ we can see it does not reduce assets or does not reduce liability. So interest payment received by sender അതും എന്താണ്? ഒരു നോൺ ടാക്സ് പേയ്മെന്റ് ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്നു, GHലോ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ we have to pay OP ടിക്കറ്റ്. 2 രൂപ 5 രൂപ വെച്ച് എന്ത് ചെയ്യണം? OP ടിക്കറ്റ് എടുക്കണ്ടേ? സോ ഈ OP ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ 5 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിന്റെ നോൺ ടാക്സ് റവന്യൂ. സർക്കാർ നൽകുന്ന സർവീസിന് കളക്ട് ചെയ്യുന്ന ഇതല്ലേ, വരുമാനമല്ലേ? സോ നോൺ ടാക്സ് റവന്യൂ. നമ്മുടെ കേരളം പറയുമ്പോൾ ലോട്ടറി ഇൻകം, നിങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ അതിലേക്ക് നോക്കിയത്, നിങ്ങൾ അതിന് പറഞ്ഞു വിചാരിച്ചു. ലോട്ടറി ഇൻകം ടാക്സ് റവന്യൂ ആണോ? അല്ല, നോൺ ടാക്സ് റവന്യൂ ആണ് ലോട്ടറി ഇൻകം എന്ന് പറഞ്ഞാൽ. അതേപോലെ നമ്മുടെ KSRTC ലാഭത്തിലാവുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ലാഭവിഹിതം, ഇന്ത്യൻ റെയിൽവേയുടെ ലാഭവിഹിതം, രജിസ്ട്രേഷൻ ഫീ, തീർച്ചയായും രജിസ്ട്രേഷൻ ഫീസ് അതുണ്ട്, നോൺ ടാക്സ് റവന്യൂ ആണ്. രജിസ്ട്രേഷൻ ഫീ, ലൈസൻസ് ഫീ, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? നോൺ ടാക്സ് റവന്യൂ ഓഫ് ദ ഗവൺമെന്റ് എന്ന്